Okay, so let's start. First of all, sorry for the inconvenience. നമ്മൾ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിരുന്നതാണ്. പക്ഷേ ബിക്കോസ് ഓഫ് സം ടെക്നിക്കൽ ഇഷ്യൂസ് നമുക്ക് 2 മണിക്കൂർ ഡിലേ ആകേണ്ടി വന്നിട്ടുണ്ട്. എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. നമ്മൾ അതൊന്ന് മേക്ക് ഓവർ ചെയ്യും ഈ സെഷനോട് കൂടി. ഓക്കെ, എനിവേ ഇന്ന് നമ്മൾ ആദ്യത്തെ മാരത്തോൺ സെഷൻ എന്നുള്ള നിലയിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഈസ് മാത്തമാറ്റിക്കൽ റീസണിങ്. ഇവിടെ ഒരു സെക്കൻഡ് പാർട്ട് ഇല്ല, അതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്സും ദർ ആർ 10+ ടോപ്പിക്സ് ഇൻ മാത്തമാറ്റിക്കൽ റീസണിങ്. ഈ 10 ടോപ്പിക് നമ്മൾ ഈ ഒരു ലെക്ചറിൽ തന്നെ ഡിസ്കസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഓരോ ഏരിയയും ലെറ്റ് മി ടെൽ യു, ഇതുവരെയുള്ള 2020 വരെയുള്ള ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ, നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് 2020 വരെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നമ്മൾ നടത്തുവാണെങ്കിൽ അതിൽ ഏതാണ്ട് 2017 വരെ മാത്തമാറ്റിക്കൽ റീസണിങ് ഏരിയ വളരെ ഈസി ആയിരുന്നു. പക്ഷേ ആഫ്റ്റർ 2017, 2018, 2019, 2020 ഈ ടൈം എത്തുമ്പോൾ മാത്തമാറ്റിക്കൽ റീസണിങ്ങിന്റെ കോമ്പിറ്റൻസി ലെവൽ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് യു മസ്റ്റ്, അതായത് മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ കുറച്ച് എക്സ്ട്രാ ടൈം നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്താൽ മാത്രമേ മാത്തമാറ്റിക്കൽ റീസണിങ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കൂ. സോ ബിഫോർ ഡിസ്കസിങ് ഫർദർ, ലെറ്റ്സ് ചെക്ക് ദി സിലബസ് ഫസ്റ്റ്. സോ മാത്തമാറ്റിക്കൽ റീസണിങ് സിലബസ് നോക്കുകയാണെങ്കിൽ, as I already told you, there are 10 areas to be discussed. അതിൽ ഏറ്റവും ആദ്യത്തെ ഏരിയ ടൈപ്സ് ഓഫ് റീസണിങ് ആണ്. ടൈപ്സ് ഓഫ് റീസണിങ് നമ്മൾ ആർഗ്യുമെന്റ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ, ആർഗ്യുമെന്റ്സ് അതിന്റെ അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടത്തും. ദാറ്റ് വിൽ ബി ഡൺ ഇൻ ദി നെക്സ്റ്റ് സെഷൻ. അത് ലോജിക്കൽ റീസണിങ് ഡിസ്കസ് ചെയ്യുമ്പോൾ ലോജിക്കൽ റീസണിങ്ങിനകത്താണ് കൂടുതൽ ചേരുന്നത്, കൂടുതൽ ആപ്റ്റ് ആയിട്ട് നമുക്ക് അവിടെയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ടൈപ്സ് ഓഫ് റീസണിങ് എന്ന് പറയുന്ന ഏരിയ നമ്മൾ ലോജിക്കൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള 10 ടോപ്പിക്സ് ആണ്. സോ അവർ ഡിസ്കഷൻ ഇറ്റ് വിൽ ബിഗിൻ ഫ്രം നമ്പർ സീരീസ്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ലെറ്റർ സീരീസിലേക്ക് പോകുന്നു, പിന്നീട് കോഡ്സിലേക്ക് പോകുന്നു, റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു 2017 വരെ മാത്തമാറ്റിക്കൽ റീസണിങ് വളരെ ഈസി ആയിരുന്നു, ബിക്കോസ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരുന്നത് ഈ 4 ഏരിയയിൽ നിന്നാണ്. പക്ഷേ ആഫ്റ്റർ 2017 ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ഒരു ടോട്ടൽ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നത് ബാക്കിയുള്ള 6 ഏരിയാസിൽ നിന്നാണ്. അതായത് ഫ്രാക്ഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, റേഷ്യോ, പ്രപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ദെൻ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിങ്, ആൻഡ് ഫൈനലി ആവറേജസ് കൂടാതെ അറേഞ്ച്മെന്റ്സും ചോദിക്കാറുണ്ട്. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും അതുപോലുള്ള ക്വസ്റ്റ്യൻസും ഇതോടൊപ്പം തന്നെ വരാറുണ്ട്. സോ അവിടെ ഒരു എക്സ്ട്രാ ആസ് പെർ യുവർ സിലബസ് ഒരു എക്സെട്ര എന്ന് പറയുന്ന ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പാർട്ടായിട്ട് നമുക്ക് അവർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. സോ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, എല്ലാ ടോപ്പിക്കിൽ നിന്നും റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ എങ്ങനെയാണ് ഓരോ ടോപ്പിക്സും നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓരോ ടോപ്പിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. സോ ദിസ് വിൽ ബി എ കോംപ്രിഹെൻസീവ് സെഷൻ. എങ്ങനെയാണ് UGC നെറ്റ് എക്സാം നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് അത് ക്ലിയർ ആക്കി മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ അജണ്ട. അതിനുവേണ്ടി നിങ്ങളുടെ കോപ്പറേഷൻ ത്രൂ ഔട്ട് ദി സെഷൻ വേണം. ഇതൊരു മാത്തമാറ്റിക്കൽ റീസണിങ് പേപ്പർ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു മിയർ ലിസണർ ആയിട്ട് ഇരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഞാൻ പറയുന്നതോടൊപ്പം തന്നെ ചെയ്ത് പോവുക. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്തും. ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ 23 or 24 പേഴ്സൺസ് ഉണ്ട്. ആർക്ക് ഡൗട്ട് വന്നാലും ഐ എം റെഡി ടു സോൾവ് ഇറ്റ് ഔട്ട്. സോ നോ ഇഷ്യൂസ്. ഡൗട്ട്സ് ചോദിക്കാൻ ഒരു മടിയും വിചാരിക്കരുത്. എല്ലാ ഡൗട്ട്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു ഏരിയയും ഒരു വേയിലും ഡൗട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത്. ഓക്കെ, പ്ലസ് ഈ ഒരു സെഷൻ നമ്മൾ 4 hours ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു 4 hours ഇടയിൽ ഐ വിൽ ട്രൈ ടു ഗിവ് യു 1 or 2 ബ്രേക്സ്. അത്രയും മാത്രമേ നമുക്ക് ഈ ഒരു ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങാം വിത്തൗട്ട് വേസ്റ്റിംഗ് അവർ ടൈം. Let's start from the first topic, number series. Okay, number series പറയുമ്പോൾ you must know നമ്മുടെ സ്കോപ്പ് എത്രമാത്രമാണെന്ന് നമ്മൾ അതൊന്ന് ലിമിറ്റ് ചെയ്യണം. ഇതൊരു ബാങ്ക് PO എക്സാം അല്ല, അല്ലെങ്കിൽ ഇതൊരു സിവിൽ സർവീസിന്റെ സെക്കൻഡ് പേപ്പർ ആയുള്ള CSAT എക്സാം ഒന്നുമല്ല. ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ഏരിയ ലിമിറ്റഡ് ആണ്. അതായത് 6 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീരീസ് നമ്മളിവിടെ മനസ്സിലാക്കുക.
ആ 6 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീരീസിൽ ഒരെണ്ണം മാത്രമായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി ടോട്ടൽ സീരീസിനെ, ടോട്ടൽ ഏതൊക്കെ രീതിയിൽ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യാം, ആ ടോട്ടൽ അറേഞ്ച്മെന്റിനെ ഞാൻ 6 ഡിഫറെന്റ് കാറ്റഗറിയിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി. ഫസ്റ്റ് മോഡൽ, നമ്പർ സീരീസിന്റെ ഫസ്റ്റ് മോഡൽ, ഇറ്റ് മേ ബി അഡിഷൻ ഓർ സബ്സ്ട്രാക്ഷൻ. സിമ്പിൾ അഡിഷൻ ഓർ സിമ്പിൾ സബ്സ്ട്രാക്ഷൻ, ലൈക്ക് ഇങ്ങനെ ഒരു സീരീസ് തരുവാണെങ്കിൽ, ഞാൻ എല്ലാത്തിന്റെ എക്സാമ്പിൾ പറയുകയാണ്, ജസ്റ്റ് ഒന്ന് നോക്കാം. അഡിഷൻ ഓർ സബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ലൈക്ക് 6, 10, 14, 18 ഡാഷ്, ജസ്റ്റ് ഒരു സിമ്പിൾ അഡിഷൻ പ്രോബ്ലം ആണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് UGC ചോദിക്കാറുണ്ട്, നെറ്റ് എക്സാമിന് ചോദിച്ചു കാണുന്നുണ്ട്. സോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എത്രയാ? 6, 10, 14, 18 and dash. Next thing is 22. That's it. Okay, 22. Likewise, നിങ്ങൾ കമന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്, ബിക്കോസ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ബാക്കിയുള്ളവർ ഡിസ്റ്റർബ് ചെയ്യും. ഓക്കെ, കേൾക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, സോ സെക്കൻഡ് ഏരിയ, ഇതേപോലെ തന്നെ സബ്സ്ട്രാക്ഷൻ രീതിയിലും പ്രോബ്ലംസ് ഉണ്ടാകാം. സെക്കൻഡ് ഏരിയ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി ലൈക്ക്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2, 1, 1/2, 1/4 ഡാഷ്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഇതിന്റെ നെക്സ്റ്റ് ലെറ്റർ ഏതാണ്, നെക്സ്റ്റ് ഐറ്റം ഏതാണ്? ഇവിടെ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, യു ഗോട്ട് 1. 1നെ അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, യു ഗോട്ട് 1/2. then 1/2നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 1/4 ആകുന്നു. 1/4നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ that will be 1/8. exactly right. so this is not a എന്താ പറയുക, ഒരു tedious ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല, സിമ്പിൾ ആണ്. സോ നമ്മൾ രണ്ട് രീതിയിലുള്ള മോഡൽ പറഞ്ഞു. ഒന്നെങ്കിൽ അത് അഡിഷൻ ഓർ സബ്സ്ട്രാക്ഷൻ ആകാം, അല്ലെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ആകാം. ഇനി മൂന്നാമത്തെ മോഡൽ, തേർഡ് മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, തേർഡ് പ്രൈം നമ്പേഴ്സ് ആകാം. പ്രൈം നമ്പേഴ്സ് മീൻസ് നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി ഡിവൈഡഡ് ബൈ ദി സെയിം നമ്പർ ഓർ 1. സെയിം നമ്പർ കൊണ്ട് മാത്രം ഡിവിസിബിൾ ആയിട്ടുള്ള ഐറ്റത്തെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ലൈക്ക് ഇപ്പൊ 1 പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2, 3 പറയുകയാണെങ്കിൽ, അങ്ങനെയുള്ള 3 പറയുന്നു, 5 പറയുന്നു, 7 പറയുന്നു, ഇങ്ങനെയുള്ള ഐറ്റത്തെയാണ് പ്രൈം നമ്പേഴ്സ് വരുന്നത്. പ്രൈം നമ്പേഴ്സിന്റെ സീരീസും നമ്മളോട് ചോദിക്കാം. ഓക്കെ, ദെൻ പിന്നീട് അത് കഴിഞ്ഞാൽ ഫോർത്ത് കാറ്റഗറിയിൽ നമുക്ക് പറയാവുന്നത് അഡിഷൻ ഓർ സബ്സ്ട്രാക്ഷൻ, പ്ലസ് ഓർ മൈനസ് അഡിഷൻ ഓർ സബ്സ്ട്രാക്ഷൻ ഓർ ഡിവിഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഈ തന്നിരിക്കുന്ന അതേ ഐറ്റം നമ്മളിപ്പോ സബ്സ്ട്രാക്ഷൻ ചെയ്തതിന് ശേഷം അതിനുശേഷം എന്തെങ്കിലും ഒന്നിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ അഡിഷൻ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഫിഗർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയുള്ള പ്രോബ്ലംസും നമുക്ക് പ്രതീക്ഷിക്കാം. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2, 3, then 2 into 6 plus 1, അതായിരിക്കും അടുത്ത ഫിഗർ ആയിട്ട് വരുന്നത്. 3 into 6 plus 1, 3 into 6 plus 1 എന്ന് പറയുമ്പോൾ 18 plus 1 19, then 19 into 7 plus 1, then 20 into something like that. അങ്ങനെ ഒരു സീരീസ് വരുവാണെങ്കിൽ, എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, എക്സാക്ട് സീരീസ് ഒന്നും അല്ലാതെ, അങ്ങനെ ഒരു സീരീസ് വരുവാണെങ്കിൽ അത് അഡിഷൻ ഓർ സബ്സ്ട്രാക്ഷൻ ആഫ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലായിരിക്കും. ഇതെല്ലാം കൂടിയുള്ള ഇതിന്റെ 4 എണ്ണത്തിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ, ആ രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. പിന്നീടുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, സ്ക്വയർ ഓർ ക്യൂബ്. സ്ക്വയർ ക്യൂബ് സീരീസുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സ്ക്വയർ ക്യൂബ് സീരീസ് എന്ന് പറയുമ്പോൾ ലെറ്റ് മി ഗിവ് യു വൺ എക്സാമ്പിൾ. one series. So simple ഒരു സ്ക്വയർ സീരീസ് കാണാൻ പറ്റുന്നില്ല അല്ലെ? Let me rewrite it here. 1, 4, 9, 16 dash. നമ്മുടെ സാധാരണ സ്ക്വയർ സീരീസ് ആണ്. നെക്സ്റ്റ് വിൽ ബി 25. 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, അങ്ങനെ 25 സ്ക്വയർ. ഇത് സിമ്പിൾ സ്ക്വയർ സീരീസ് ആണ്. ഇതേ സീരീസ് തന്നെ മറ്റൊരു രീതിയിൽ കൂടി തരാം. അതായത് see this one, 2, 5, 10, 17 dash. 2, 5, 10, 17 dash. What will be next? ഈ തന്നിരിക്കുന്ന അതേ സീരീസ് ആണ്, യാതൊരു വ്യത്യാസവുമില്ല. ചെയ്തിരിക്കുന്നത് 1 സ്ക്വയർ പ്ലസ് 1.
2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 3 സ്ക്വയർ പ്ലസ് 1 അങ്ങനെ 4 സ്ക്വയർ പ്ലസ് 1 വരെ തന്നിട്ടുണ്ട്. 5 സ്ക്വയർ ഈസ് 25, 25 പ്ലസ് 1 ഈസ് 26. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. ഇത് തന്നെ വേറെ രീതിയിൽ ഇനിയും അറേഞ്ച് ചെയ്യാം. 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 3 സ്ക്വയർ പ്ലസ് 3 അങ്ങനെയുള്ള വേരിയേഷൻസും ഈ ഒരു രീതി പാറ്റേണിൽ നിന്നും കാണാറുണ്ട്. ദി സെയിം തിങ് ഈസ് ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ക്യൂബ് ആസ് വെൽ. ക്യൂബ് പ്രോബ്ലംസിലും ഇതേ രീതിയിൽ നമ്മൾക്ക് ചോദ്യങ്ങൾ കാണാറുണ്ട്. ആൻഡ് 2018 2019 ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് നമ്മളത് കണ്ടത് കൂടുതലായിട്ടും. എനിവേ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ഇപ്പോ ക്യൂബിന്റെ സീരീസ് എന്താണ്? ക്യൂബിന്റെ സീരീസ് 1, then next 2ന്റെ ക്യൂബ് is 8, 3 ക്യൂബ് is 27, 4 ക്യൂബ് is 64, 5 ക്യൂബ് 125, 6 ക്യൂബ് is 212, 216, right? Yeah, 216. സോ ഇത്രയും 6 വരെ അറിഞ്ഞാൽ മതി. 7 മുകളിലേക്ക് അറിയേണ്ട കാര്യമില്ല. ക്യൂബിന്റെ സീരീസ് ഇത്രയും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതേ സീരീസ് തന്നെ നമുക്ക് അഡിഷൻ വഴിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാറുണ്ട്. ലൈക്ക് 1 ക്യൂബ് പ്ലസ് 1 is 2, 2 ക്യൂബ് പ്ലസ് 2 is 10, 3 ക്യൂബ് പ്ലസ് 3 is 30, 4 ക്യൂബ് പ്ലസ് 4 is 68. വാട്ട് വിൽ ബി നെക്സ്റ്റ്? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണും. നമ്മളിപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻ ആവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ക്യൂബ്, ആ ക്യൂബിൽ നിന്നും പ്ലസ് ഒരു അഡീഷൻ അല്ലെങ്കിൽ പ്ലസ് ഒരു സബ്സ്ട്രാക്ഷൻ വെച്ചിട്ടുള്ള സീരീസുകളും ഇന്ന് ചോദിച്ചു കാണുന്നുണ്ട്. ഇത്രയുമാണ് നമ്മളുടെ സ്കോപ്പ്. ഇതിന് മുകളിലേക്കുള്ള ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കഷൻ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇത്രയും ഏരിയയാണ് നമ്മളുടെ സ്കോപ്പ് എന്ന് ചിന്തിക്കുക. ഇത്രയും ഏരിയക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമ്പർ സീരീസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ ദി ബേസിക് ഈസ് ക്ലിയർ, റൈറ്റ്? നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവുകയാണ്. എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അഡീഷണലി നിങ്ങൾക്ക് ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. Okay, let me start. First question. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് 2019 ഡിസംബർ, ദാറ്റ് ഈസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്പർ സീരീസുമായി ബന്ധപ്പെട്ട് സീരീസ് നോക്കാം. 2, 4, 6, 12, 10, 36, 14, 18 and 324. ഇത്രയും ഒരു ലെങ്തി ആയിട്ടുള്ള സീരീസ്. ലെറ്റ് മീ ഗിവ് യു വൺ ക്ലൂ. ഇത്രയും ലെങ്തി ആയിട്ടുള്ള സീരീസ് ആണെങ്കിൽ ആ സീരീസിൽ ഒരു സീരീസ് ആയിരിക്കില്ല, 2 സീരീസ് ഉണ്ടായിരിക്കും. ഓക്കെ, മിനിമം 2 സീരീസുകൾ ഇത്രയും ലെങ്തി ഉള്ള സീരീസ് തരുമ്പോൾ തന്നെ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കാം. നോർമലി അങ്ങനെ 2 സീരീസ് വരുവാണെങ്കിൽ ഒന്നിടവിട്ടുള്ള സംഖ്യകൾ തമ്മിലായിരിക്കും റിലേഷൻ വരുന്നത്. ഓക്കെ, ലൈക്ക് ദിസ് 2, 6, 10, 14, then 18. റിലേഷൻ നമുക്ക് കിട്ടിയില്ലേ? ഫസ്റ്റ് റിലേഷൻ 2 became 6, that means plus 4. 6 10 ആകുന്നു, plus 4 again, 10 14 ആകുന്നു, again plus 4, 14 18 ആകുന്നു, plus 4. സോ രണ്ടാമത്തെ സീരീസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആ ഫസ്റ്റ് സീരീസും സെക്കൻഡ് സീരീസും അതേപോലെ റിലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഐ ഗോട്ട് സം ആൻസേഴ്സ്, വെരി ഗുഡ്. സെക്കൻഡ് സീരീസ് തമ്മിലുള്ള റിലേഷൻ 4 12 ആകുന്നു. 4 12 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? 4 12 ആകണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുക. അതിനുശേഷം ഈ 12 36 ആകുന്നു. ഓക്കെ, സോ ദി റിലേഷൻ, ഒരു പാറ്റേൺ നമ്മൾ അവിടെ ഐഡന്റിഫൈ ചെയ്യണം. ആ പാറ്റേൺ എന്ന് പറയുന്നത് ഇറ്റ് മേ ബി അഡീഷൻ, ഇറ്റ് മേ ബി മൾട്ടിപ്ലിക്കേഷൻ. ഇതിനകത്തൊന്ന് അഡീഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് അറിയാൻ വേണ്ടി ഉള്ള ഒരു ചെറിയ ടിപ്പ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഫിഗേഴ്സിന്റെ സീരീസ്, രണ്ടാമത്തെ സീരീസ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ സീരീസ് മാത്രം ഞാൻ എഴുതുവാണ്. ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് മനസ്സിലായി. എന്നാലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. രണ്ടാമത്തെ സീരീസ് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് സീരീസിൽ വരുന്നത് 4 12 36 10 324. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ സീരീസ്. ഈ രണ്ടാമത്തെ സീരീസ് നോക്കുമ്പോൾ ഇത് അഡീഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് ആദ്യത്തെ പോയിന്റിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ചെക്കിൽ, ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു അസസ്മെന്റിൽ തന്നെ നമുക്ക് അഡീഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് മനസ്സിലാവണം. അതിനുവേണ്ടി ചെക്ക് ചെയ്യേണ്ടത് ടുവേർഡ്സ് ദി എൻഡ് ആണ്. ടുവേർഡ്സ് ദി എൻഡ്, അതായത് ഒരു റാപ്പിഡ് ഇൻക്രീസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ, എൻഡിലേക്കുള്ള ഫിഗേഴ്സിൽ ഒരു വലിയ ഇൻക്രീസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതൊരു മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം ആണെന്നാണ്.
അഡീഷൻ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻക്രീസ് സംഭവിക്കില്ല. ഓക്കെ, സോ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാം. ഇതൊന്നെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ സ്ക്വയർ ഓർ ക്യൂബ് ആണ്. അത് തമ്മിലുള്ള ഡിഫറൻസസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. എനിവേ, ഇത്തരത്തിലുള്ള ഒരു സീരീസ് കാണുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അഡീഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും, അഡീഷൻ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും. ഈ ഡിഫറൻസ് വരുന്നത് ഒരു വലിയ ഡിഫറൻസസ് വരില്ല, നോർമലി ഒരു ചെറിയ രീതിയിലുള്ള ഒരേ പാറ്റേണിലുള്ള ഡിഫറൻസസ് ആയിരിക്കും വരുന്നത്. പക്ഷേ ഇത് മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം ആണെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് ഫിഗർ 8 ആണ് ഇൻക്രീസ് ചെയ്തതെങ്കിൽ സെക്കൻഡ് ഫിഗർ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് 24 ആണ്. ഓക്കെ, സോ ദർ ഇസ് സംതിങ് ഈസ് മൾട്ടിപ്ലൈഡ്. ഐ മീൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ പിന്നീട് കാര്യങ്ങളെല്ലാം ഈസിയാണ്. 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് 12 ആയി മാറുമെന്ന് നോക്കുക. 4 into 3 is 12. സെയിം ഫിഗർ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് 36. ആ 36നെ വീണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ 108. ഒരു ക്രോസ് ചെക്കിങ്ങിന് വേണ്ടി മാത്രം ഈ 108നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് 324. സോ ദാറ്റ്സ് ദി വേ. ഇതാണ് ഈ ഒരു വേയിലാണ് നമ്മൾ നമ്പർ സീരീസ് പ്രോബ്ലംസ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് വൺ ഈസ് ക്ലിയർ, റൈറ്റ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള പാറ്റേൺസ് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 2, 8, 26, 62, 122, 212. Then what is next? X figure കണ്ടുപിടിക്കണം. ഓക്കെ, ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം ആണോ അതോ ഒരു അഡീഷൻ പ്രോബ്ലം ആണോ? ഫസ്റ്റ് തിങ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. അതോ ഇതൊരു സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഇസ് ഇറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓർ അഡീഷൻ? നമ്മൾ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒരുപാട് ടൈം ചിന്തിക്കരുത്. മൾട്ടിപ്ലിക്കേഷൻ ആണോ അഡീഷൻ ആണോ? മൾട്ടിപ്ലിക്കേഷൻ, നോട്ട് അഡീഷൻ. ഓക്കെ, ലെറ്റ് മീ ടെൽ യു വൺ തിങ്. ഇവിടെ റിലേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഇവിടെ 2, 8 ആകണമെങ്കിൽ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2, 8 ആകണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 4 കൊണ്ടാണ്, റൈറ്റ്? അതേപോലെ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 122നെ 212 ആക്കി കുറയ്ക്കാൻ പറ്റും? ഇല്ല. അല്ലെങ്കിൽ ഈവൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇവിടെ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ദാൻ 212. ദാറ്റ് മീൻസ് ഇതൊരു അഡിഷൻ അല്ല, ഇതൊരു ട്രൂ അഡിഷൻ പ്രോബ്ലം അല്ല. അതായത് ഇവിടെ റിലേഷൻ കണ്ടുപിടിക്കേണ്ടത്, സോറി, ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം അല്ല. ഇവിടെ നമ്മൾ റിലേഷൻ കണ്ടുപിടിക്കേണ്ടത് അഡീഷനിലൂടെ തന്നെയാണ്. ഓക്കെ, അഡീഷനിലൂടെ റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ദിസ് ഈസ് സംവാട്ട് കോംപ്ലിക്കേറ്റഡ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ അഡീഷനിലൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി ഡിഫറൻസസ് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ഡിഫറൻസസ് ഓരോ ഫിഗറും ഞാൻ ഒന്നുകൂടി ഇത് റീറൈറ്റ് ചെയ്യുന്നു. 2, 8, 26, 62, 122, 212, and this one is missing. Okay, so differences ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. Difference between 2 and 8 is 6. Then here 8 and 26, that is 18. ഇവിടുത്തെ ഡിഫറൻസ് 26 and 62, that will be 36, right? 36. 62 and 122, 60 is the difference. Then 122 and 212, that will be 90. Yeah, okay, 90. Okay, so first ഡിഫറൻസ് റൗണ്ടിൽ, ഫസ്റ്റ് റൗണ്ടിൽ നമ്മളിപ്പോൾ വേരിയേഷൻ എത്രയാന്ന് നോക്കി. വേരിയേഷനിൽ നിന്ന് നമുക്ക് വല്ല
കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും കൺക്ലൂഷൻസിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ? 6 ആണ്, 6 18 ആയി മാറുന്നു, ദാറ്റ് മീൻസ് ഇൻറ്റു 3. 18 36 ആയി മാറുന്നു ഇൻറ്റു 2. പക്ഷേ 36 പിന്നീട് മാറുന്നത് 60 ആയിട്ടാണ്. 36 ഇൻറ്റു 2ഓ 36 ഇൻറ്റു 1ഓ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60 കിട്ടുന്നില്ല. ഓക്കെ, സോ ദർ ഈസ് സംതിങ്, നമ്മൾ എന്തോ ഒന്ന് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യവും കൂടി ഡിഫറൻസ് എടുത്തു നോക്കുക. അതായത് ഡിഫറൻസസ് തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യുക. ഡിഫറൻസസ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ 6 18 ആകുന്നു. 6 18 ആകുന്നു എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഈസ് 12. Then 18 36 ആകുന്നു, ഡിഫറൻസ് ഈസ് 18. 36 60 ആകുന്നു, ഡിഫറൻസ് ഈസ് 24. Then 60 90 ആകുന്നു, ഡിഫറൻസ് ഈസ് 30. ഇവിടെ നമുക്കൊരു പാറ്റേൺ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. Now we are able to find a pattern, right? 12 18 means plus 6. 18 24 again plus 6. 24 30 again plus 6. So അടുത്തത് plus 6 ആയിരിക്കും, that will be 36. So 90യെ 36 കൊണ്ട് ആഡ് ചെയ്യുക. 90യെ 36 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ you will get 126. ഈ 126 ആണ് 212ന്റെ ഒപ്പം നമ്മൾ പ്ലസ് ചെയ്യേണ്ടത്. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ you will get 338. So your answer is 338. Okay, ഞാനിവിടെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ല ഡിസ്കസ് ചെയ്യുന്നത്, ചോദിച്ചിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇത്തരത്തിലുള്ള പാറ്റേൺസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു സോൾവ് സിമ്പിൾ പ്രോബ്ലംസ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ നമുക്കത് റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ മനസ്സിലാവാതെ ഇരിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലെവലിലുള്ള ക്രോസ് ചെക്കിംഗ് മാത്രമാണ്. ക്രോസ് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞത്. ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം, ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം ആണോ അതോ അഡിഷൻ പ്രോബ്ലം ആണോ ഓർ സ്ക്വയർ ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അതിൽ നിന്നാണ് നമ്മുടെ നമ്പർ സീരീസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആണെങ്കിൽ പിന്നീട് നമുക്ക് അത് തമ്മിലുള്ള അഡീഷൻ റിലേഷൻ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ നമ്മൾ 2 ലെയറിലേക്ക് പോയിട്ടുണ്ട്. ഫസ്റ്റ് ലെവലിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല. സെക്കൻഡ് ലെവലിൽ ചെന്നപ്പോഴാണ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിച്ചത്. So let's move on to the third problem. Previous question, 2018 June. What is the missing term in the series given below? Missing term in the series given below. Series is -1, 5, 15, 29 and dash. ചോദിച്ചതിലെ ഏറ്റവും സിമ്പിൾ പ്രോബ്ലം, നമ്പർ സീരീസുമായിട്ട് UGC നെറ്റ് ചോദിക്കുന്ന ഏറ്റവും സിമ്പിൾ പ്രോബ്ലത്തിന്റെ ഒരു എക്സാമ്പിൾ. Got the answer right? Yeah, very good. Yeah, that's it. 47 is the right answer. എങ്ങനെയാണ് റിലേഷൻ വരുന്നത്? ഇവിടെ ജസ്റ്റ് ഒരു അഡിഷൻ പ്രോബ്ലം ആണ് അല്ലേ? ആഡ് ചെയ്താണ് പോയിരിക്കുന്നത്. സോ -1 +5 ആകണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് +6 ആണ്. Then +5 became 15. 5 15 ആകുന്നു, that means +10. 15 29 ആകുന്നു, +14. So that increase വന്നിരിക്കുന്നത് 4 increase വന്നിട്ട് 4 ആണെങ്കിൽ next one will be 18. 18 ആഡ് ചെയ്യുമ്പോൾ you will get 47. Previous question ആണ്, 2008 ജൂണിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. Let's move on 2018, right? Then next problem, previous question തന്നെയാണ്, 2017 December. And ഇനി പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്പർ സീരീസ് വളരെ സിമ്പിൾ ആയി പോകും. ഞാൻ അതുകൊണ്ട് അതിനുശേഷമാണ് 2017 ഒരു ലൈനാണ്, ആ ലൈൻ ഇപ്പുറത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യേണ്ടത്, എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് വാട്ട് ഈസ് ദി മിസ്സിംഗ് ടേം ഇൻ ദി ഗിവൺ സീരീസ്. സീരീസ് ഈസ് 1, 6, 15, 28 and 45. ഈ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ കഴിഞ്ഞ പ്രോബ്ലമായിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഇതിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. And give me the answer.
പെട്ടെന്ന് ആൻസർ പറയും. $66. Okay, very good, very good. Yeah, right. Good. So we got the answer, right? 67. ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യൂ. സോ റിലേഷൻ, അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ റിലേഷൻ ആണ്, മറ്റൊന്നും തന്നെയില്ല. 1 6 ആയി മാറുന്നു. ദാറ്റ് മീൻസ് 5 ഈസ് ആഡഡ്. 6 15 ആകണമെങ്കിൽ 9 ആഡ് ചെയ്യുന്നു. 15 28 ആകുന്നു. ദാറ്റ് മീൻസ് 13 ഈസ് ആഡഡ്. 28 45 ആകുന്നു. 17 ഈസ് ആഡഡ്. സോ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇവിടെ നിന്നും അതെ നേരത്തെ പറഞ്ഞ പാറ്റേൺ തന്നെ 4 ഈസ് ആഡഡ് ടു എവരിതിങ്. അതായത് 5ന്റെ ഒപ്പം 4 ആഡ് ചെയ്തപ്പോൾ 19 ആയി. 19ന്റെ ഒപ്പം 9 ആയി. 9ന്റെ ഒപ്പം അഗെയിൻ 4 ആഡ് ചെയ്യുന്നു, 13 ആകുന്നു. ദെൻ 13ഓട് കൂടി വീണ്ടും 4 ആഡ് ചെയ്തു. ഇനി 17ഓട് കൂടി 4 ആഡ് ചെയ്യുക. സോ ദാറ്റ് 21 ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഫൈനലി 21 ആഡ് ചെയ്യുമ്പോൾ 45 പ്ലസ് 21 വിൽ ഗീവ് യു 66. സോ നമ്മളുടെ ആൻസർ 66 ആണ്. അഗെയിൻ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ നമ്പർ സീരീസിൽ നിന്നും കഴിഞ്ഞ 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലെറ്റ്സ് ചെക്ക്. 1 മിനിറ്റ് ടൈം, അതിനുശേഷം നമ്മൾ അത് ചെക്ക് ചെയ്യും. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മിസ്സിംഗ് ടേം ഇൻ ദി ഗീവൺ സീരീസ്? മിസ്സിംഗ് ടേം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. സീരീസ് ഈസ് 0, 2, 6, 8, 16, 30 and 54. What is next? ഈ ക്വസ്റ്റ്യനിൽ മൾട്ടിപ്ലിക്കേഷൻ ആകാനുള്ള ചാൻസ് 20%, അറ്റ് ദി സെയിം ടൈം അഡീഷൻ ആകാനുള്ള ചാൻസ് 80% ആണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ ആകണമെങ്കിൽ ആ ഒരു ഇൻക്രീസ് എത്രമാത്രം ഉണ്ടെന്ന് നോക്കുക. ഇത് അഡീഷൻ പ്രോബ്ലം ആകാനാണ് ചാൻസ് കൂടുതൽ. ആ ഒരു വ്യൂവിൽ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ലെറ്റ്സ് ചെക്ക്. ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ ഇഫ് യു കമ്പയർ 0 വിത്ത് 2, 0 plus 2 is 2, then 2 plus 4 is 6, then again 2, then 8. സോ ആ ഒരു പാറ്റേൺ അവിടെ ട്രൂ ആകാൻ യാതൊരു ചാൻസും ഇല്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ സെക്കൻഡ് ഓപ്ഷൻസിലേക്ക് പോവുക. അതായത് ഇവിടെ നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, see this one, 2 plus 6. 2 plus 6 will give you 8, right? And 2 plus 6 plus 0 will give you 8 itself. 0 add ചെയ്താലും 8 തന്നെയാണ് കിട്ടുന്നത്. So let me check. 0 plus 2 plus 6 is 8. Okay? ഈ ഒരു പാറ്റേൺ വച്ചിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയാണ്. അതേ രീതിയിൽ നെക്സ്റ്റ് 3 ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 2, 6 and 8. 2, 6 and 8. Okay, 100 ആൻസർ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. 2, 6 plus 8 എത്ര കിട്ടുന്നു? That will give you 16. So we got 16 as well. ഇനി നെക്സ്റ്റ് 3 ലെറ്റേഴ്സ്, അതായത് ഈ 2 ഒഴിവാക്കുക, ബാക്കിയുള്ള ലെറ്റേഴ്സ് 6 plus 8 plus 16 will give you 30.
30. Same pattern il last 3 letters add ചെയ്തു കഴിഞ്ഞാൽ you will get this question mark. Last 3 letters എന്ന് പറഞ്ഞാൽ 16 plus 54 is 70. 70 plus 30 is 100. So your answer is 100. Okay. So these are the options that you can use. ഇത് ഒരു ഓപ്ഷൻ ആണ്, ഇതൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. ആൻഡ് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലവും നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. 2019 എൻഡോടുകൂടി കോംപ്ലിക്കേഷൻ കൂടി വരുന്നത് കൊണ്ട് we can expect this one as well. So let's move on to the next one. What is the missing term in the series given below? 8, 27, 64 and dash. Very good, very good. 125. എല്ലാവർക്കും തന്നെ. Yeah, great. So നമ്മൾ പറഞ്ഞ പാറ്റേൺസിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞ ആ 6 പാറ്റേൺസിനകത്ത് ബേസിക് തിങ്സ് എല്ലാം അറിയണമെന്ന് ഞാൻ പറഞ്ഞു. ആ 6 പാറ്റേണിനകത്ത് ക്യൂബുകളെ പറ്റി പറഞ്ഞു. ഓക്കെ, ക്യൂബുകളുടെ സീരീസ്. ആ ക്യൂബുകളുടെ സീരീസിൽ 2ന്റെ ക്യൂബാണ് 8, 3യുടെ ക്യൂബാണ് 27, 4ന്റെ ക്യൂബാണ് 64. Then next thing is 5 cube, that will be 125. ക്യൂബുകളെ പറ്റിയുള്ള ബേസിക് ഐഡിയ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ആദ്യത്തെ 6 ക്യൂബുകൾ മാത്രം, 7ാമത്തെ ക്യൂബിലേക്ക് പോകേണ്ട 6 ക്യൂബുകൾ മാത്രം നമ്മൾ അറിഞ്ഞിരിക്കുക. സോ ദാറ്റ് അത് ഉപയോഗിച്ച് തന്നെ ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. സോറി, ആൻസർ ഈസ് നോട്ട് ദിസ് വൺ, 125. ഓക്കെ, എനി ഡൗട്ട്സ്? നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ പറയാം. ഓക്കെ, പറയാതിരിക്കരുത്, നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. Let's move on to the third question. What is the missing term in the series given below? 3, 128, 6, 9, dash, 12, 16, 15, 8. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം മറക്കരുത്. സീരീസ് ലെങ്തി ആണെങ്കിൽ there will be 2 series. ഓക്കെ, ലെങ്തി ആയിട്ടുള്ള സിറ്റുവേഷനിൽ 2 സീരീസിന്റെ കോമ്പറ്റീഷൻ ആയിരിക്കും അതിനകത്ത് വരുന്നത്. ഓക്കെ, റൈറ്റ് ആൻസർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ബാക്കിയുള്ളവരും കൂടി പെട്ടെന്ന്. യെസ്, ഇവിടെ 2 സീരീസുകളുണ്ട്. ഒന്നാമത്തെ സീരീസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. 3, 6, 6, 9, 9, 12, 12, 15. 3 ഇൻക്രീസ് ചെയ്യുന്ന ഒരു സീരീസ് നമ്മൾ അവിടെ തന്നെ ഐഡന്റിഫൈ ചെയ്തു. രണ്ടാമത്തെ സീരീസ് ആയിട്ട് 125, 64 ആയിട്ട് മാറുന്നു. then 64 സംതിങ് ആൻഡ് അത് വീണ്ടും 16ലേക്ക് മാറും. സോ 128നെ 64 ആക്കി മാറ്റണമെങ്കിൽ ദാറ്റ് മീൻസ് ഡിവൈഡഡ് ബൈ 2, ഹാഫ് ആണ്. സോ 128ന്റെ പകുതിയാണ് 64 ഡിവൈഡഡ് ബൈ 2. സോ അതേ ഡിവിഷൻ തന്നെയാണ് അടുത്തതിലും കൊടുക്കേണ്ടത്. 64 ഡിവൈഡ് ബൈ 2, that will be 32. 32 ആണ് ഇവിടെ ആൻസർ. then ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി 32 ഡിവൈഡ് ബൈ 2 16 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. 16 തന്നെയാണ്. then 16 ഡിവൈഡ് ബൈ 2 is 8. so our answer is 32. That was option A. Okay, let's move on. Question number 4. What is the missing term in the series given below? Series is 5, 16, 51, 158 dash. Use your logic. ഈ ഒരു ക്വസ്റ്റ്യനിൽ കുറച്ച് ലോജിക് ഉപയോഗിക്കുക. നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ കുറച്ച് ലോജിക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. വേഗം ആയിക്കോട്ടെ. $987. ഒന്നുകൂടി ചെക്ക് ചെയ്യൂ പ്ലീസ്.
Okay, let me do. See this one. 5 is became 16. Then 16, 51. 51, 158. ഇവിടെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കോമൺ എന്ന് പറയുന്നത് ഒരു 3 ഫാക്ടർ ആണ്. അതായത് 5 into 3 will give you 15, right? 15 plus 1 is 16. 5 into 3 plus 1 is 16. Then 16 same way ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 16 into 3. 16 into 3 is 48, right? 48 plus 3. So 16 into 3 plus 3 is 51. Okay? അതേ വേയിൽ അടുത്തായിട്ട് നോക്കുക. 51 into 3 plus what? 51 into 3 is 153. 51 into 3 is 153. Remainder is 5, right? So plus 5 is 158. So pattern ഇവിടെ കിട്ടിയോ? Pattern വന്നിരിക്കുന്നത് 1 3 5. Next thing will be 7. 1 3 5 7. So same way 158 into 3 plus 7 will give you the right answer. Right answer is 481. 481. Okay, this one is 481. Any doubts? Any doubts? Okay, let's move on. Next question. What is the missing term in the series given below? This question 2, 10, 30, 68 and 130. I think this question we already introduction പറഞ്ഞപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്ത question ആണ്. ആൻസറിലേക്ക് വരട്ടെ. 2, 10, 30, 68 and 130. ഇതിന്റെ ഇതേ ഒരു വേയിൽ മൂവ് ചെയ്യുന്ന പാറ്റേൺ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഇതേ ഒരു വേയിൽ മൂവ് ചെയ്യുന്ന സീരീസ് നമുക്കറിയാം. ആ സീരീസ് ഐഡന്റിഫൈ ചെയ്യുക. യാ, വെരി ഗുഡ്. സീരീസ് 1, 8, 27, 64 and 125. ഈ സീരീസ് ഏതാ? ക്യൂബിന്റെ സീരീസ് ആണ്. സോ ആ ക്യൂബിന്റെ സീരീസുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് അല്ലേ ഈ പാറ്റേൺ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. വി വിൽ ബി ഏബിൾ ടു reach to the conclusion. So ഇവിടെയുള്ള relation 2 means 1 cube plus 1. 10 means 2 cube plus 2. 2 cube is 8. 8 plus 2 is 10. Likewise 27 എന്ന് പറയുന്നത് 3 cube ആണ്. 3 cube plus 3 is 30. Likewise 4 cube is 64. 64 plus 4 is 68. Then 5 cube will give you 125 plus 5 is 130. Next is 6 cube. 6 cube is 216 plus 6 will give you 222. So the right answer is 222. Okay, I think that will be enough from number series. Number series il ninnum nammal discuss cheyyunnathu ചോദിക്കാൻ ചാൻസ് ഉള്ള കുറെ ക്വസ്റ്റ്യൻസ്, അതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത 9 ക്വസ്റ്റ്യനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്പർ സീരീസുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പറയണം. Otherwise, we are moving on to the second topic for the day. There are 10 topics. First topic is done. Second topic is, let's move on. Second topic is letter series. Okay, letter series. Number series പറഞ്ഞതുപോലെ തന്നെ letter seriesഉം ഈസി ആണ്. നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് നോർമലി വരാറ്. So let's do one thing. Let's do the first question. SCD TEF UGH dash WKL. So while doing number series problem, letter series problem,
ഒരു ആൽഫബറ്റ്സ് A to Z നിങ്ങൾ എഴുതി വെക്കുവാണെങ്കിൽ അതായിരിക്കും എപ്പോഴും ഈസി ആക്കും, നമ്മളുടെ വർക്കിംഗ് ഈസി ആക്കാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിരിക്കും. BIJ. ആൻസർ കിട്ടുന്നുണ്ട്. സോ റിലേഷൻ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കുക റിലേഷൻ എവിടെയൊക്കെയാണ് വരുന്നതെന്ന്. CD is here, right? CDEF GH, next is IJ, right? IJ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ IJ വരുന്ന ഒറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ, സെക്കൻഡ് ആൻഡ് തേർഡ് ലെറ്റേഴ്സ്. ആ ആൻസറിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓക്കെ, സോ STUVW. So answer is VIJ. Answer is VIJ. ക്ലിയർ ആണോ? തന്നിരിക്കുന്ന ഫിഗേഴ്സ് അത്രയും ഈസി ആയിരുന്നു, അത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. SDEF GH കണ്ടിന്യൂസ് പാറ്റേൺ ആണ്. ആ കണ്ടിന്യൂസ് പാറ്റേൺ വെച്ച് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ലെറ്റ്സ് മൂവ് ഓൺ ടു another one. Next one, letters along with the numbers. B2CD dash, again BCD4, B5CD, then BC6D. B, okay. Yeah. Okay, very good. So let's check. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് ആൽഫബറ്റ്സ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന ആൽഫബറ്റ്സിലെ പൊസിഷനിലോ അല്ലെങ്കിൽ ആൽഫബറ്റ്സിലോ യാതൊരു വേരിയേഷനും വരുന്നില്ല. എല്ലായിടത്തും BCD the same thing is repeated. സോ ചേഞ്ച് വന്നിരിക്കുന്നത് നമ്പേഴ്സിലും ആ നമ്പറിന്റെ പൊസിഷനിലുമാണ്. സോ നമ്പർ ഫസ്റ്റ് നിന്നിരുന്നത് സെക്കൻഡ് പൊസിഷനിലാണ്. ദെൻ സെക്കൻഡ് ഫിഗർ ആണ് കണ്ടുപിടിക്കേണ്ടത്. തേർഡ് എത്തിയപ്പോൾ അത് ഫോർത്ത് പൊസിഷനിലേക്ക് മാറി, അതായത് BCD. ഇവിടെ തേർഡ് പൊസിഷനിലായിരിക്കും നമ്പർ വരേണ്ടത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഏതാണെന്നാണ്. നമ്പർ ഏതാണെന്ന് നോക്കാൻ വേണ്ടി ഫസ്റ്റ് വൺ വാസ് 2, തേർഡ് വൺ is 4, 5, 6. So missing thing is 3. So BC3D. That's your answer. ഇതൊക്കെ സിമ്പിൾ ലോജിക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡിഫിക്കൽട്ടി ലെവൽ 0 ആണ്. നെക്സ്റ്റ് വൺ, FAG GAF HAI IAH dash. Okay, JAI. Okay, fine. Okay, now I got the right answer. Yeah, answer is A. Very good, very good. A is the answer. എന്തുകൊണ്ടാ? FG, ആ FG തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. FG is became GF. ഓക്കെ, FG കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വന്നത് HI. HIയുടെയും പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു. IHI മാറുന്നു. HI കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇസ് JK. സോ JK ആണ് വരേണ്ടത്. സെന്റർ ലെറ്ററിൽ യാതൊരു മാറ്റവുമില്ല, A തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. സോ FGHIJK. You got the answer, JAK. JAK ആണ് ആൻസർ. ഫോർത്ത് വൺ, ELFA
ELFA, GLHA, ILJA dash MLNA. So what is the missing chain? എന്താണ് മിസ്സിംഗ്? എന്താണ് മിസ്സിംഗ് എന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എല്ലാ ഫിഗറിലും എല്ലാ ഫിഗറിലും ഒരേ രണ്ട് ഐറ്റം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലും എയും അതേ പൊസിഷനിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. സോ ഇവിടെയും അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. ഇൻ ബിറ്റ്വീൻ മിസ് ആയിട്ടുള്ള ഏതാന്ന് നോക്കിയാൽ മതി. EFGHIJ. സോ നെക്സ്റ്റ് വൺ ഇസ് KL. KLLA. That's your answer. ഇതെല്ലാം സിമ്പിൾ നമ്പർ സീരീസ്, സിമ്പിൾ ലെറ്റർ സീരീസ് ആണ്. കോംപ്ലിക്കേഷൻ ഒക്കെ വളരെ കുറവാണ്, നമ്മളോട് ചോദിക്കാറുണ്ട്. വരുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ഫിഫ്ത് വൺ, QAR, RAS, ST, SAT, TAU. What is next? UAV. Okay. So fast. പെട്ടെന്ന് ആയിക്കോട്ടെ, അതേ സ്പീഡ് വന്നോട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഇവിടുത്തെ റിലേഷൻ നോക്കുക. QR, R റിപ്പീറ്റ് ചെയ്യുന്നു, RS, then S റിപ്പീറ്റ് ചെയ്യുന്നു, ST, then U റിപ്പീറ്റ് ചെയ്യണം, U കഴിഞ്ഞു കഴിഞ്ഞാൽ V. So UAV is the answer. So we got that one too. Okay. Now let's check some previous questions. 2017 ചോദിച്ചിട്ടുള്ള previous question ആണ്. ABD. ഈ ക്വസ്റ്റ്യൻ ഒരു തവണയല്ല, UGC ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ ആണിത്. ഈ ക്വസ്റ്റ്യൻ തന്നെ 3 തവണ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ABD, DGK, HMS, MTB. What's next? Okay. Yeah, fine. ഇവിടെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഡയറക്ട്ലി നമുക്കൊരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഇവിടെ നമുക്ക് ഡയറക്ട്ലി റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. സച്ച് സിറ്റുവേഷൻസ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ പാറ്റേൺ എന്ന് പറയുന്നത് ലൈക്ക് ദിസ്, ABD അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ ഓരോന്നും വെർട്ടിക്കലി അറേഞ്ച് ചെയ്യുക. നോർമലി റിലേഷൻ വരുന്നത് വെർട്ടിക്കൽ മാനറിൽ തന്നെ ആയിരിക്കും. സോ ABD, then DGK, HMS, then MTB. നമ്മളുടെ നമ്പേഴ്സും കൂടി ആൽഫബറ്റ്സും കൂടി ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവും. ഓക്കെ, ദെൻ കമ്പയർ ചെയ്യുക. ഇത്തരത്തിലുള്ള വേറെയും ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് ഇത്തരത്തിലൊന്ന് എഴുതി വെച്ചതിന് ശേഷം കമ്പയർ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും കാര്യങ്ങൾ. സോ A എന്ന് പറയുന്നത് D ആയിട്ട് മാറുന്നു. A D ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് A plus 3. സോ ഹിയർ പ്ലസ് 3. ദെൻ DH ആയി മാറുന്നു. DH ആയി മാറണമെങ്കിൽ പ്ലസ് 4, റൈറ്റ്? പ്ലസ് 4. HM ആയി മാറുന്നു. 1, 2, 3, 4, 5. Plus 5. Okay. So the next letter will be plus 6. M il ninnum plus 6. 1, 2, 3, 4, 5, 6. That is S. Okay. ഈ S ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞു. ബിക്കോസ് S സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, സോ നമ്മുടെ ആൻസർ 2 തന്നെയായിരിക്കും. അടുത്ത സെക്കൻഡ് ഫിഗേഴ്സ് തമ്മിലുള്ള, സെക്കൻഡ് ലെറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻ ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക. BG ആകുന്നു. ദാറ്റ് മീൻസ് BG ആകുന്നു. 1, 2, 3, 4, 5. 5 ആണ് ഇവിടെ ആഡ് ചെയ്തത്. GM ആകുന്നു.
1 2 3 4 5 6. സോ പാറ്റേൺ നമുക്ക് ഇവിടെ ക്ലിയർ ആണ്. 6 ഇവിടെ ആഡ് ചെയ്യുന്നു, ഇവിടെ 7 ആഡ് ചെയ്യുന്നു, നെക്സ്റ്റ് വിൽ ബി 8. ടിയുടെ ഒപ്പം 8 ആഡ് ചെയ്യുവാണെങ്കിൽ 1 2 3 4 5 6 7 8, ദാറ്റ് വിൽ ബി ബി. സോ രണ്ട് ഐറ്റംസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് കാൽക്കുലേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വി ഗോട്ട് ദി ആൻസർ. ഓക്കെ, ഈ പാറ്റേൺ ഒന്ന് ഓർത്തേക്കണം. ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. 2019 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. JAK KBL LCM MDN, വാട്ട് ഈസ് നെക്സ്റ്റ്? ഈ പാറ്റേൺ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത എല്ലാ മോഡലും. മിസ്സിംഗ് ആയിട്ടുള്ള ഫിഗർ പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. So the answer is NEO, right? Okay. Central letters തമ്മിലുള്ള റിലേഷൻ നോക്കുക. A, B, C, D, next is E. Then first and third, J, K, then K repeat ചെയ്യുന്നു, L, M, N. So next is N again, right? N കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വരേണ്ടത് O ആണ്. So Neo is the NEO is the answer. One more. This is the last one. Letter series il ninnulla last question ആണ്. ഇതും ശരിയാക്കണം. I mean series is QPO NML KJI. Next. Yeah, very good. Okay. ഈ പാറ്റേൺ നോക്കുക. ഇതൊരു റിവേഴ്സ് ഓർഡർ മാത്രമാണ്. നമ്പർ സീരീസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, സോറി ആൽഫബറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഓർഡർ മനസ്സിലാവും പെട്ടെന്ന്. IJKLMNOPQ. സോ ഇതിന് മുമ്പുള്ള 3 ലെറ്റർ, ഐക്ക് മുമ്പുള്ള 3 ലെറ്റേഴ്സ് എന്ന് പറയുന്നത് റിവേഴ്സ് ഓർഡറിൽ എഴുതുക. ദാറ്റ് വിൽ ബി HGF. സോ ദി ആൻസർ ഈസ് HGF. Okay, so that's all from that's our discussion. That's it. Alphabetical series നമ്മൾ ഡിസ്കസ് ചെയ്തു, ലെറ്റർ സീരീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ദെൻ നമ്പർ സീരീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആണോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ? നോർമലി ഈ രണ്ട് ഏരിയാസും നമ്മളുടെ സ്വന്തമാണ്. എപ്പോഴും നമുക്ക് ആൻസറുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. റൈറ്റ് ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ 100% ചെയ്യുന്നത്. ഇനി അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് കുറച്ചും കൂടി കോംപ്ലക്സിറ്റി കൂടുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ. തേർഡ് ടോപ്പിക്. ടോപ്പിക് 3 is codes. കോഡുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ചെയ്ത് പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കൂടുതലും ആ ഒരു അപ്രോച്ചാണ് നമുക്ക് നമ്പർ സീരീസ് മാത്തമാറ്റിക്കൽ റീസണിങ്ങിനകത്ത് എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഒരുപാട് തിയറി പഠിച്ചു വെക്കുന്നതിനേക്കാൾ നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അത് ചെയ്യുന്ന മോഡൽ മനസ്സിലാക്കുക. ആ മോഡല് നമ്മളുടെ ഇന്റലക്ച്വൽ കേപ്പബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ അത്തരത്തിൽ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു 5 to 6 കോഡ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ക്വസ്റ്റ്യന് വേണ്ടി തന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഫസ്റ്റ് വൺ ഈസ് if note is coded as OQWI, BOA is coded as CQD, then which of the following is coded as? So the code is given. കോഡാണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ കോഡ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, സോ ഇങ്ങനൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ റിലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ട്രൈ ദിസ് വൺ. നമ്മൾ നേരത്തെ തന്നെ ആൽഫബറ്റ്സ് എല്ലാം എഴുതി വെക്കുകയാണെങ്കിൽ ഇവിടെയും അത് ഹെൽപ്ഫുൾ ആയിരിക്കും.
ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഒരു കോഡ് നോക്ക്. നോട്ട് ഈസ് കോഡഡ് ആസ് O Q W I. ഓക്കെ, ആൻസറുകൾ കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ, സോ ഈ കോഡിൽ നിന്നും നമുക്ക് റിലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. N എന്ന് പറയുന്നത് O ആയി മാറുന്നു. N എന്ന് പറയുന്നത് O ആയി മാറുന്നു. സോ ദാറ്റ് മീൻസ് +1. N is became O +1. ഓക്കെ, O എന്ന് പറയുന്നത് Q ആയി മാറുന്നു. O Q ആകണമെങ്കിൽ ഇവിടെ ചെയ്തിരിക്കുന്നത് +2 ആണ്. സോ O Q ആയപ്പോൾ +2. T W ആവുന്നു. T +3 is W. So +3. E I ആകുന്നു. E ഇവിടെയാണ്. 1 2 3 4. E +4 is I. ഓക്കെ, അതേ പാറ്റേൺ തന്നെയാണോ ഇവിടെയും വരുന്നതെന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അതായത് BOA P +1 that will be C. O +2 is Q. A +3 is D. So that is right. Okay, ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് NCWGM ഇത് നമുക്ക് തന്നിരിക്കുന്ന ആൻസർ ആണ്. സോ റിവേഴ്സ് ഓർഡറിൽ ഇതിൽ നിന്നും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒറിജിനൽ ഫിഗറിലേക്ക് എത്തും. ദാറ്റ് മീൻസ് -1 -2 -3 -4 ആൻഡ് -5. ഓക്കെ, ചെയ്തിട്ട് ആൻസർ കിട്ടിയില്ലേ? ആൻസർ ഈസ് N-1. N-1 is M. N-1 is M. C-2, that is A. Then W-3. W-3 is T, right? Yeah, this one is T. Okay, T. So G-4. G-4 is C. So that is match. Okay, answer is match. ഇത്തരത്തിലാണ് കോഡിംഗ് നമ്മൾ ചെയ്യേണ്ടത്. കോഡിംഗ് ചെയ്യുമ്പോൾ ആൽഫബറ്റ്സ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതനുസരിച്ച് അത്രയും നമുക്ക് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് വളരെ കുറയും. ഓക്കെ, കോഡിംഗിലായാലും ലെറ്റർ സീരീസിലായാലും ആൽഫബറ്റ് പ്ലേ എ വൈറ്റൽ റോൾ. Then let's move on. Second question. In a certain code language, office is written as NGGHDD. How denote written in that code language? Office is written as NGGHDD. A. ഓക്കെ, എല്ലാവർക്കും A തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഈസ് ബിറ്റ് കൺഫ്യൂസിങ്, റൈറ്റ്? നിങ്ങൾ ചെയ്ത അത്രയും സിമ്പിൾ അല്ല ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് അറ്റംപ്റ്റ് ചെയ്യാം. ഓഫീസ് കോഡ് ചെയ്തിരിക്കുന്നത് NGGHDD എന്നാണ്. ഓക്കെ, സോ ഈ കോഡിംഗ് വന്നിരിക്കുന്ന റിലേഷൻ നോക്കുകയാണെങ്കിൽ O-1 is N, F+1 is G, F+1 is G, I-1 is H, C+1 is D, E-1 is D. സോ ഇവിടെ പ്ലസ് ഓർ മൈനസ് വന്നിരിക്കുന്നതിനകത്ത് ഒരു പാറ്റേൺ ഉണ്ടോ? പ്ലസ് ആൻഡ് മൈനസ്, ആദ്യം മൈനസ് വരുന്നു, ദെൻ 2 പ്ലസ്, പിന്നീട് മൈനസ് വരുന്നു, പിന്നെ 1 പ്ലസ്, പിന്നീട് മൈനസ് വരുന്നു. ഓക്കെ, അതേ വേയിൽ ഇതും ചെയ്യുവാണെങ്കിൽ വാട്ട് യു സെഡ് ഇസ് റൈറ്റ്. ഇത് കിട്ടും. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഇതേ പാറ്റേണിൽ, അതായത് -1 +1 +1 -1 +1 +1, ഈ ഒരു പാറ്റേണിൽ തന്നെ ചെയ്യുവാണെങ്കിൽ യുൽ ഗെറ്റ് എ.
പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ കുറച്ചും കൂടി ട്രിക്കി ആയിട്ടുള്ള ആസ്പെക്ട് ഉണ്ട്. അതായത് ഏതൊക്കെ ലെറ്റേഴ്സിനകത്താണ്, വെരി ഗുഡ് വെരി ഗുഡ്, ബി പറഞ്ഞ ആളുകൾ വെരി ഗുഡ്, ഏതൊക്കെ ലെറ്റേഴ്സിലാണ് -1 വന്നിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കി. -1 ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സ്, -1 ചെയ്തിരിക്കുന്നത് ആദ്യം ഓയിലാണ്, രണ്ടാമത് -1 ചെയ്തത് ഐ ആണ്, മൂന്നാമത് -1 ചെയ്തത് ഇയിലാണ്. ദാറ്റ് മീൻസ് വോവൽസിലാണ് -1 ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള നോർമൽ ലെറ്റേഴ്സിൽ +1 ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു ഏരിയ. സോ ഇവിടെ ഇവിടെ വാട്ട് യു സെഡ് ഇസ് റൈറ്റ്, നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ ശരിയാണ്. ഈവൻ ദോ ഈ ഒരു ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വവൽസിനകത്ത് -1ഉം റിമൈനിങ് ആയിട്ടുള്ള ബാക്കിയുള്ള ലെറ്റേഴ്സിൽ +1 ആണ്. സോ ആ പാറ്റേൺ ചെയ്യുവാണെങ്കിൽ ഡിനോട്ട് വവൽസ് എല്ലാം -1ഉം റിമൈനിങ് ആയിട്ടുള്ളതിൽ +1 ചെയ്യുക, വിൽ ബി ദിസ്. ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിന്റെ ആൻസർ ബി ആണ്. ഈ ഒരു പാറ്റേൺ മനസ്സിലുണ്ടാകാൻ വേണ്ടിയാണ് ഈ പ്രോബ്ലം ചെയ്യിപ്പിച്ചത്. വവൽസും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. തേർഡ് വൺ. If Anand is coded as BPDRY, then Manoj will be coded as dash. പെട്ടെന്ന് പറഞ്ഞു, സിമ്പിൾ ആണ്. സോ ആനന്ദിന്റെ കോഡ് വന്നിരിക്കുന്നത് ബി. ഓക്കെ, സി ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, BP D, ഇവിടെ R ആൻഡ് Y. ഓക്കെ, ഈ റിലേഷൻ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. സി റൈറ്റ് ആൻസർ ആണ്. വെരി ഗുഡ്. സോ റിലേഷൻ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ A+1 is B, N+2 is P, right? N എവിടെയാ? N+2. Then likewise A+3 is D. So pattern അത് തന്നെയാണ്, +4 +5. അതേ പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് മനോജിനെ കോഡ് ചെയ്യുവാണെങ്കിൽ M+1 A+2 then N+3 O+4 J+5. That will give you C, right? Okay, answer is C. Okay, so let's check another one. In a certain code language, yield is written as YHBGX. Fort is written as POME. How is height written in that code language? ഒന്ന് പെട്ടെന്ന് അറ്റംപ്റ്റ് ചെയ്യുക, എല്ലാവരും ഇത് അറ്റംപ്റ്റ് ചെയ്യണം. വളരെ വളരെ റെലവെന്റ് ആണ്. ബിക്കോസ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. I'll show you this one. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോവാലന്റ് ഈസ് കോഡഡ് ആസ് സംതിങ്, then elephant will be coded as dash. ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതേ മോഡലിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇത് ആ ഒരു മോഡലാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ട്രൈ ചെയ്യുക.
ഡയറക്റ്റ് റിലേഷൻസ് കിട്ടുന്നുണ്ടോ? സോ നമ്മളുടെ ലെറ്റേഴ്സുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻ ഒന്ന് നോക്കുക. ഏറ്റവും അടുത്തെന്ന് പറഞ്ഞാൽ വൈക്ക് റിലേഷൻ ആയിട്ട് വരുന്നത് ഇവിടെ y തന്നെയുണ്ട്. സോ സെയിം തിങ് ആണെങ്കിൽ 0 ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ഒരു റിലേഷൻ ആണോ വൈയും എക്സുമായിട്ടാണോ റിലേഷൻ എന്നുള്ളത് ചിന്തിക്കുക. അതേപോലെ ഐ ഈസ് ദെയർ, ഐയുടെ അടുത്താണ് ജി വരുന്നത്. ഓക്കെ, സെയിം വേയിൽ ഇ ഈസ് ദെയർ, ഇയുടെ അടുത്താണ് ബി വരുന്നത്. സോ ഒരു റിവേഴ്സ് ഓർഡർ ആണ് ഇവിടെ റിലേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. റിവേഴ്സ് ഓർഡറിലാണ്. സോ ദാറ്റ് റിവേഴ്സ് ഓർഡറിലായതുകൊണ്ട് വൈ എക്സ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? y x ആകണമെങ്കിൽ -1. ഓക്കെ, ദെൻ സെയിം പാറ്റേണിൽ i g ആകണമെങ്കിൽ -2, e b ആകണമെങ്കിൽ -3, ദെൻ l h ആകണമെങ്കിൽ -4 ആൻഡ് ദിസ് വൺ ഈസ് -5. ഓക്കെ, ഇതാണ് റിലേഷൻ. ഓപ്പോസിറ്റ് രീതിയിലാണ്, ഓപ്പോസിറ്റ് വേയിലാണ് ഇവിടെ റിലേഷൻ വന്നിട്ടുള്ളത്. പാറ്റേൺ ക്ലിയർ ആണോ? അതേ പാറ്റേൺ തന്നെ സെക്കൻഡ് വേർഡിലും അപ്ലൈ ചെയ്ത് നോക്കുക. സെക്കൻഡ് വേർഡ് എന്ന് പറയുന്നത് ഫോർട്ടും POME. ഓക്കെ, ഫോർട്ട് ഈസ് കോഡഡ് ആസ് ഫോർട്ട് ഈസ് കോഡഡ് ആസ് POME. ഇവിടെയും റിലേഷൻ നോക്കുക. എഫും പിയുമായിട്ടാണോ ഡയറക്റ്റ് റിലേഷൻ വരിക എന്ന് ചിന്തിച്ചാൽ മതി. തൊട്ടടുത്ത് വരുന്ന അതിന്റെ ചുറ്റും വരുന്ന ഒരു ഫിഗർ എന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എഫിന്റെ അടുത്ത് വരുന്നത് ഇതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഒയുടെ അടുത്ത് വരുന്നത് എം ആണ്, ആറിന്റെ O, ദെൻ ഇത് തമ്മിലായിരിക്കും ഫൈനൽ റിലേഷൻ. സോ ദാറ്റ് ഫസ്റ്റ് F -1 -2 -3 then -4. ഇതേ പാറ്റേൺ ഉപയോഗിച്ച് ലാസ്റ്റ് ലെറ്ററിനെ കോഡ് ചെയ്താൽ മതി. ഹൈറ്റിനെ ഇതേ പാറ്റേണിൽ കോഡ് ചെയ്യുക, യു വിൽ ഗെറ്റ് ദി ആൻസർ. സെയിം പാറ്റേണിൽ ഹൈറ്റിനെ കോഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? D, right? This one. Height. First one is h. h -1 ചെയ്യുക. h -1. That will be G, right? Then E -2. That will be C. Then I -3. That is F. Likewise ഓരോന്നും ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ആൻസർ ആണ് NCCFCG. ഓക്കെ, ഇവിടെ റിലേഷൻസ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് റിലേഷൻ സ്കാറ്റേർഡ് ആകാം, ഒരേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്നില്ല. അതായത് ഫസ്റ്റ് ലെറ്ററിന് ലാസ്റ്റ് ലെറ്ററുമായിട്ട് റിലേഷൻ ആകാം, അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്ററിന് മിഡിൽ ലെറ്ററുമായിട്ട് റിലേഷൻ ആകാം. ആ റിലേഷൻ എവിടെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയാണ് നമ്മളുടെ ഫസ്റ്റ് ഡ്യൂട്ടി. ഇവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് ഫസ്റ്റ് ലെറ്ററിന് ലാസ്റ്റ് ലെറ്ററുമായിട്ടുള്ള റിലേഷൻ ആണ്. എലിഫന്റ് ആൻഡ് കോവാലന്റ് നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെറ്ററും മിഡിൽ ലെറ്ററുമായിട്ടുള്ള റിലേഷൻ ആയിരിക്കും നമ്മളോട് ക്രോസ് ചെക്ക് ചെയ്യുന്നത്. അത്തരത്തിൽ പല രീതിയിലും കോഡിംഗ് ആകാൻ പറ്റും, കോഡിംഗ് ചോദിക്കാം. Okay, let's move on to another one. Next, in a certain code language, prevent is written as this one. Special is written as dash. Simple ആണ്, വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് ചെയ്യും. എന്താണ് ഇവിടെ റിലേഷൻ? പ്രിവെന്റ് നേരെ റിവേഴ്സ് ഓർഡറിൽ ആക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ടി ആദ്യം വരുന്നു, ടി, എൻ രണ്ടാമത് വരുന്നു, ഇ മൂന്നാമത് വരുന്നു. സോ ദാറ്റ് സെയിം തിങ് റിവേഴ്സ് ഓർഡറിലേക്ക് മാറ്റുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതേ വേ നോക്കുമ്പോൾ സ്പെഷ്യൽ എഴുതുമ്പോൾ LAICEPS. ഓക്കെ, ദാറ്റ്സ് യുവർ ആൻസർ. സിമ്പിൾ അല്ലേ? ഇത് വളരെ സിമ്പിൾ ഉള്ള പ്രോബ്ലം ആയിരുന്നു, വളരെ ഈസി പ്രോബ്ലം ആണ്. ലെറ്റ്സ് മൂവ് ഓൺ. പ്രീവിയസ് ക്വസ്റ്റ്യൻ 2019 ഈ ഒരു ഏരിയയിൽ നിന്നും വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എത്രയും സിമ്പിൾ ആകാമോ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണുന്നത്. റീസൺ ഈസ് കോഡഡ് ആസ് 5. റീസൺ ഈസ് കോഡഡ് ആസ് 5.
Government has 9. Then what is the code for accident? Reason 5 ആണെങ്കിൽ ഗവൺമെന്റ് 9 ആണെങ്കിൽ ആക്സിഡന്റ് കോഡ് എത്രയാണ്? സോ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ഇത്തരത്തിലുള്ള സിംഗിൾ ഫിഗേഴ്സ് ആണെങ്കിൽ കൗണ്ടിങ് ഇസ് ഇനഫ്. കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 6 ലെറ്റേഴ്സ് ഉണ്ട്, നമ്മൾ 5 എഴുതി, അതായത് 6 മൈനസ് 1 ഈസ് 5. സെയിം വേയിൽ ഗവൺമെന്റിൽ 10 ലെറ്റേഴ്സ് ഉണ്ട്, 10ൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നു, 9 എഴുതി. സെയിം വേയിൽ ആക്സിഡന്റിൽ 8 ലെറ്റേഴ്സ് ഉണ്ട്, 8ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 7 ആകുന്നു. ഓക്കെ, 2019-ൽ അതേ രീതിയിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. ദിസ് വാസ് ഇൻ ജൂണിലെ സെക്കൻഡ് പേപ്പറിൽ ക്വസ്റ്റ്യൻ വന്നതാണ്, നോക്കുക. ഇഫ് ഡ്രൈവർ is quoted as 12, government 20, believed 60, bat. ഇതും പാറ്റേൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് നമ്പർ സീരീസ് ആണ്. ഇവിടെയുള്ള സെയിം റൈറ്റ് ആൻസർ 6 ആണ് ആൻസർ. സോ ഡ്രൈവറിനകത്ത് വരുന്നത് 6 ലെറ്റേഴ്സ് ആണ്, 6 into 2 is 12. ഗവൺമെന്റ് വരുന്നത് 10 ലെറ്റേഴ്സ് ആണ്, 10 into 2 will give you 20. Believed is 8, 8 into 2 is 16. Bat 3, 3 into 2 is 6. Our answer is 6. So, ഞാൻ നേരത്തെ പറഞ്ഞ important question. ക്വസ്റ്റ്യൻ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻസ് ഒന്ന് കയറിപ്പോയതാണ്. ഇൻ എ സർട്ടൻ കോഡ് കോവാലന്റ് ഈസ് കോഡഡ് ആസ്, ഞാൻ ആ ക്വസ്റ്റ്യൻ വായിക്കുന്നത് പോലെ എടുക്കുക. In a certain code, covalent is coded as BWP DUOFM. Then the code for elephant will be. നേരത്തെ പറഞ്ഞാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോഡിങ്ങിലെ ഒരു സൂപ്പർ സ്റ്റാർ ക്വസ്റ്റ്യൻ എന്ന് പറയാം. സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. Let's do this one. Covalent, right? Code is covalent. B W P D U O F M. Okay. So ഇവിടെയുള്ള റിലേഷൻ നിങ്ങൾ ഡയറക്ട്ലി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. ഇവിടെ മേ ബി ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഡയറക്ട്ലി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല, ബിക്കോസ് റിലേഷൻ വരുന്നത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, ദാറ്റ്സ് വൈ ഐ സെഡ് നമുക്ക് ഫസ്റ്റ് ലെറ്ററിനുള്ള റിലേഷൻ എൻഡിലാകാം, മിഡിൽ ടേമിലാകാം, ഇൻ ബിറ്റ്വീൻ ആകാം. സോ ഏതാണ് ബെറ്റർ പാറ്റേൺ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ദാറ്റ്സ് അവർ ഫസ്റ്റ് ജോബ്. ഇവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ പാറ്റേൺ മനസ്സിലാവും. പാറ്റേൺ എന്ന് പറയുന്നത് സിയുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്നത് ബി ഉണ്ട്, -1 ആണ്. അതേ പാറ്റേൺ ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ സി പ്ലസ് 1 is D, right? അതേപോലെ O plus 1 is P. Then V plus 1 is W. A plus 1 is B. Okay? So just add ചെയ്തിരിക്കുന്നു. റിവേഴ്സ് ഓർഡറിലാണെന്ന് മാത്രമേ ഉള്ളൂ. സെയിം ലെറ്ററിനെ പകുതി കൊണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അഡീഷൻ വന്നിട്ടുള്ളത്. സെയിം വേയിൽ ഇവിടെയും ക്രോസ് ചെക്ക് ചെയ്യുക. LMEFNOTU. സെയിം +1 ആണ് എല്ലാത്തിലും വന്നിരിക്കുന്നത്. അതേ വേയിൽ നമ്മൾ എലിഫന്റിനെയും റീഅറേഞ്ച് ചെയ്യുക. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ദെൻ ഇ കഴിഞ്ഞു കഴിഞ്ഞാൽ വരേണ്ടത് F M F Q. ഓക്കെ, QFMF. QFMF വന്നിട്ടുള്ള ഏതാന്ന് നോക്കിയാൽ പോരെ. So we got the answer. Okay. So നമ്മളിപ്പോൾ ചെയ്ത കോവാലന്റ് ടൈപ്പ് പ്രോബ്ലവും അതേപോലെ നമ്മൾ മുമ്പ് ചെയ്ത ദിസ് വൺ ഈൽഡ് ടൈപ്പ് പ്രോബ്ലവും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ തരത്തിലുള്ള കോഡിംഗ് പിന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് തിങ്ങേ അല്ല. കോഡിംഗ് വളരെ ഈസി ആയിരിക്കും ഈ രണ്ട് മെത്തേഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ യു മസ്റ്റ് ഡു ദിസ്. ഓക്കെ, അഗെയിൻ ആൻഡ് അഗെയിൻ ട്രൈ ചെയ്യണം. അതിനുവേണ്ടി ഐ ഇഗ്നോർ ടു ടെൽ യു
ആക്ച്വലി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 10 ഏരിയയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു മോക്ക് ടെസ്റ്റ് കൂടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു മെസ്സേജ് എനിക്ക് ഇട്ടാൽ മതി, ഞാൻ മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് അയച്ചു തരാം. ഓക്കെ, അത് അറ്റംപ്റ്റ് ചെയ്യണം. ഓരോ ഏരിയയിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് വീതം വരുന്ന മോക്ക് ടെസ്റ്റ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നാളെ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഇവൻ ദോ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ 1 ഈ ഒരു ഏരിയ ഈസി ആയിട്ട് മാറും. ഓക്കെ, so next one more question. If Varanasi is coded as WC UES GZQ, then what is the code for Kolkata? പെട്ടെന്ന് വാരണസി ഫോർത്ത്. എന്താ സംഭവിച്ചിരിക്കുന്നത്? +1 +2 +3 +4 +5 ആ റിലേഷൻ ആണ് വന്നിരിക്കുന്നത്. അതേ റിലേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. സോ ആൻസർ ഈസ് ഫോർത്ത് വൺ. ഞാനത് വീണ്ടും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതേ മോഡൽ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ആ മോഡൽ നമ്മൾ പറഞ്ഞതാണ്. അഡീഷൻസ് വരുന്നത് ഓരോ ഇൻക്രീസ് വരുന്നു. അതേ പാറ്റേൺ ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ റിപ്പീറ്റ് ചെയ്യണോ? ഞാൻ കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? You will be able to do this, right? Okay, let's move on. So this is the last question. ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളുടെ മൂന്നാമത്തെ ഏരിയയിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. In a certain code, life is written as KMHJEGDF. How is weight written in that code? So ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തില് നമ്മളുടെ കോഡിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ഒറിജിനൽ വേർഡിന്റെ നമ്പർ, ഇവിടെ നമ്പർ എത്രയാ? 4 ആണ്. 1 2 3 4. ഓക്കെ, കൗണ്ട് വരുന്നത് 4 ആണ്. ആൻഡ് കോഡിന്റെ കൗണ്ട് വരുന്നത് ഡിഫറെന്റ് ആണെങ്കിൽ അവിടെ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് എത്രമാത്രം ഡിഫറെന്റ് ആണെന്നാണ്. ഓക്കെ, ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 8 ആണ്. ദാറ്റ് മീൻസ് 4 × 2 is 8, റൈറ്റ്? സോ ഓരോ ഫിഗറിനും കറസ്പോണ്ടിങ് ആയിട്ട് 2 ലെറ്റേഴ്സ് ആണ് നമ്മളുടെ കോഡിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, സോ 2 ലെറ്റേഴ്സ് വരണമെങ്കിൽ എല്ലിന് പകരമായിട്ട് വന്നിരിക്കുന്ന കോഡ് കെ ആൻഡ് എം. സോ കെ എൽ എം, റൈറ്റ്? അതിൽ എല്ലിന് പകരമായിട്ട് കെ ആൻഡ് എം വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഐക്ക് പകരമായിട്ട് ഐക്ക് മുമ്പുള്ള ലെറ്റർ എച്ച് ആണ്, അതിന് ശേഷമുള്ള ലെറ്റർ ജെ ആണ്. സോ എച്ച് ഐ ജെ, ആ ഐ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇ എഫ് ജി, ആ എഫ് ആണ് മൂന്നാമതായിട്ട് വന്നിരിക്കുന്നത്. ദെൻ ഇക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നത് ഡിയും എഫുമാണ്. ഓക്കെ, ഇതേ പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് വേഡ് എന്നുള്ള ലെറ്ററിനെ എഴുതാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. വേഡ്. സോ ഏതൊക്കെ ലെറ്റേഴ്സ് വരുമെന്ന് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. വേഡിന് മുമ്പ് വരുന്ന ലെറ്ററും അതിനുശേഷം വരുന്ന ലെറ്ററും ആ ഒരു പാറ്റേണിൽ സോൾവ് ചെയ്യുക. ഇവിടുത്തെ വേഡിന് മുമ്പ് ഡബ്ല്യുവിന് മുമ്പുള്ള ലെറ്റർ, ഡബ്ല്യുവിന് ശേഷമുള്ള ലെറ്റർ, ദെൻ ഒയ്ക്ക് മുമ്പ് ഒയ്ക്ക് ശേഷം, ദെൻ ആറിന് മുമ്പ് ആറിന് ശേഷം, അതേപോലെ തന്നെ ഡിക്ക് മുമ്പും ഡിക്ക് ശേഷവും. ഇതെല്ലാം കൂടി ഒരുമിച്ചാക്കുമ്പോൾ എന്ത് കിട്ടും? ഏതാ ആൻസർ? ദിസ് വൺ, റൈറ്റ്? ഡി ആണോ? VWX, right? Then NOP QRS and CDE. So answer is this one. Fourth one is the answer. Okay, so that's all. There is one more question. ഇതൊരു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക, സിമ്പിൾ ആണ്. ജസ്റ്റ് എ സി ആക്കി മാറ്റുന്നു, അങ്ങനെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് എഴുതിയാൽ തന്നെ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ഫോർത്ത് ടോപ്പിക്. ഇതുവരെ പറഞ്ഞ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതിയല്ലോ? എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ?
തിയറിറ്റിക്കലി ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് തിയറിയിലേക്ക് പോവാത്തത്. ഓക്കെ, തിയറി വരുന്ന പ്രോബ്ലത്തിൽ നമ്മൾ അതനുസരിച്ച് തന്നെ ഡിസ്കസ് ചെയ്യും. ദിസ് ഈസ് ക്ലിയർ, റൈറ്റ്? Okay, good. Relationship. നോർമലി നമ്മളുടെ UGC നെറ്റ് എക്സാമിന് ചോദിച്ചു കാണുന്ന റിലേഷൻഷിപ്പ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും പോയിന്റിങ് ടു സംവൺ, അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോർമലി നെക്സ്റ്റ് എക്സാമിന് നമ്മൾ കാണാറുള്ളത്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പോയിന്റിങ് ടു എ ബോയ്, സാറ സെഡ് ഹിസ് father's wife's brother is the only brother of my sister's father. How the boy is related to Sarah? Okay, സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയിട്ട് വായിക്കുക. അതിനകത്ത് എലിമിനേറ്റ് ചെയ്യാവുന്ന പോർഷൻസ് ഉണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, സോ എലിമിനേറ്റ് ചെയ്യാവുന്ന പോർഷൻസ് ഹിസ്, അതായത് ആ ബോയുടെ പോയിന്റ് ചിന്തിക്കുക. ബോയുടെ ഫാദർ, ഫാദറിന്റെ വൈഫ് എന്ന് പറഞ്ഞാൽ മദർ. ഓക്കെ, മദറിന്റെ ബ്രദർ. ഓക്കെ, ഈ ഒരു രീതിയിൽ പാറ്റേൺ കാണാൻ പറ്റുന്നില്ല അല്ലെ? ആ ഒരു വേയിൽ ഒരു ട്രീ ക്രിയേറ്റ് ചെയ്യുക. ആ ട്രീ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന് ട്രൈ ചെയ്യൂ ആദ്യം, അതിനുശേഷം നമുക്ക് ചെയ്യാം. ഓക്കെ, ബി എല്ലാവർക്കും കിട്ടിയോ? സിയും കിട്ടുന്നുണ്ടല്ലേ? സോ ലെറ്റ്സ് ചെക്ക്. ഓരോ പാർട്ടായിട്ട് നമുക്കൊന്ന് എടുത്തൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് നമുക്ക് ആ ബോയുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ബോയുടെ ഫാദർ, റൈറ്റ്? ഫാദർ ആൻഡ് മദർ, ഫാദറും മദറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ആൻഡ് ഹിസ് ഫാദേഴ്സ് വൈഫിന്റെ ബ്രദർ, മദറിന്റെ ബ്രദർ is the only brother of my sister's father. Is the only brother of my sister's father. അതായത് സാറയുടെ സിസ്റ്റർ, അതായത് സാറയുടെ ഫാദറിന്റെ, ഓക്കെ, സാറയുടെ ഫാദറിന്റെ ബ്രദർ ആണ്. ഓക്കെ, അതാണ് ഈ റിലേഷനിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇത് ഓരോ പോയിന്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, ഓരോ പോയിന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ബോയുടെ ഫാദേഴ്സ് വൈഫ് എന്ന് പറഞ്ഞാൽ ബോയുടെ മദർ ആണ്. ദിസ് ഈസ് ദി ഫസ്റ്റ് പോയിന്റ്, റൈറ്റ്? ബോയുടെ ഫാദേഴ്സ് വൈഫ് എന്ന് പറഞ്ഞാൽ ബോയുടെ മദർ ആണെന്ന് നമുക്ക് മനസ്സിലായി. ദെൻ ഈ മദറിന്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ മെറ്റേണൽ അങ്കിൾ ആണ്. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, മെറ്റേണൽ അങ്കിൾ ആണ്. ദെൻ സാറ സിസ്റ്റേഴ്സ് ഫാദർ എന്ന് പറഞ്ഞാൽ സാറയുടെ ഫാദർ തന്നെയാണ്. ഓക്കെ, ബോയ്സ് മെറ്റേണൽ അങ്കിൾ ഈസ് ദി ഓൺലി ബ്രദർ ഓഫ് സാറാസ് ഫാദർ. ഇതല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്ന കൺക്ലൂഷൻ. നമ്മൾ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ ഇതാണ്. ഓക്കെ, ബോയ്സ് മെറ്റേണൽ അങ്കിൾ ഈസ് ദി ഓൺലി ബ്രദർ ഓഫ് സാറാസ് ഫാദർ. ബോയുടെ അങ്കിൾ എന്ന് പറയുന്നത് സാറയുടെ അച്ഛന്റെ ബ്രദർ ആണ്. ദെൻ ബോയ്സ് മെറ്റേണൽ അങ്കിൾ ഈസ് ദി പാറ്റേണൽ അങ്കിൾ ഓഫ് സാറ. അതായത് സാറയുടെ അച്ഛന്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ പാറ്റേണൽ അങ്കിൾ ആണ്, അച്ഛന്റെ ബ്രദർ. ഓക്കെ, സോ ബോയുടെ അമ്മയുടെ ആങ്ങള എന്ന് പറഞ്ഞാൽ സാറയുടെ അച്ഛന്റെ ബ്രദർ ആണ്. It's clearly stated that boy is the cousin brother of Sarah. Did you got it? If not, let me repeat.
Let's check it once again. So let's start from boy. നമുക്കിവിടെ ലെവൽസ് ആണ്, ഓരോ ജനറേഷൻ വൈസ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതായത് മുകളിലേക്കുള്ള ഇത്തരത്തിലുള്ള ഒരു മുകളിലേക്കുള്ള ലൈൻ എന്ന് പറയുന്നത് ഒരു ജനറേഷൻ ആണ് നോട്ട് ചെയ്യുന്നത്. സെയിം ടൈം ഇത്തരത്തിലുള്ള ലൈൻ ആണെങ്കിൽ, ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പും, ദെൻ വൺ സൈഡ് ലൈൻ ആണെങ്കിൽ അത് ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പും കാണിക്കുന്നു എന്ന് ചിന്തിച്ചേക്കാം. ഇത്രയും മതി നമുക്ക്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. സോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് തന്നിരിക്കുന്നത് ഈ പറയുന്ന ബോയിയുടെ ഫാദേഴ്സ് വൈഫ്, അതായത് ബോയിയുടെ മദർ. സോ നെക്സ്റ്റ് ജനറേഷനായി, മുകളിലേക്കായി ബോയിയുടെ മദർ, മദറിന്റെ ബ്രദർ, മദറുടെ ബ്രദർ എന്ന് പറഞ്ഞാൽ ഇത് അങ്കിൾ ആണ്, ബോയിയുടെ അങ്കിൾ ആണ്, റൈറ്റ്? ദെൻ ഈസ് ദി ഓൺലി ബ്രദർ ഓഫ് മൈ സിസ്റ്റേഴ്സ് ഫാദർ. അതായത് ഈ പറയുന്ന വ്യക്തി ആരാ? സാറയാണ് പറയുന്നത്. ആദ്യത്തെ പോയിന്റ് ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ഞാൻ ഇതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹിസ് ഫാദേഴ്സ് വൈഫ്. ഹിസ് ഫാദേഴ്സ് വൈഫ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ അമ്മ. ഓക്കെ, അമ്മയുടെ ബ്രദർ എന്ന് പറഞ്ഞാൽ അമ്മാവൻ, അങ്കിളായി. സോ ബോയിയുടെ അമ്മാവനാണ്, അങ്കിളാണ് ഈ പാർട്ടി. ഓക്കെ, ഈ അങ്കിൾ എന്ന് പറയുന്നത് മൈ എന്ന് പറയുന്നത് ഇവിടെ ആരാ പറയുന്നത്? സാറയാണ്. സാറയുടെ ഫാദറിന്റെ, സിസ്റ്റേഴ്സ് ഫാദർ എന്ന് പറഞ്ഞാൽ സ്വന്തം ഫാദർ തന്നെയാണല്ലോ, ഫാദറുടെ ഓൺലി ബ്രദർ ആണ്. ഓക്കെ, ഫാദറിന്റെ ബ്രദർ ആണ്. സോ ഈ സാറയുടെയും അതേപോലെ ബോയിയുടെയും നെക്സ്റ്റ് ജനറേഷൻ, അവരുടെ മുമ്പുള്ള ജനറേഷനിൽ 3 ഇൻഡിവിജ്വൽസിനെ നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഒന്ന് ഒരു ലേഡിയാണ്, ദെൻ രണ്ട് ബ്രദേഴ്സിനെയും നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, സോ ഇവര് 3 പേരും മുകളിലുള്ള ജനറേഷനും അവരുടെ തൊട്ട് താഴെ വരുന്ന ജനറേഷനാണ് ബോയും സാറയും. ദാറ്റ് മീൻസ് ബോയും സാറയും തമ്മിലുള്ള റിലേഷൻ കസിൻ എന്ന് പറയുന്ന റിലേഷനാണ്. ഓക്കെ, കസിൻ ബ്രദർ ആണ് സാറ. Is it clear? Okay, let me repeat the lines. Okay, ലൈൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ലൈൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നോക്ക്, ഞാനിവിടെ എഴുതുന്ന ലൈൻസ് ഒരു വെർട്ടിക്കൽ ലൈൻ, അത് ഡിനോട്ട് ചെയ്യുന്നത് ജനറേഷൻ ആണ്. വെർട്ടിക്കൽ ലൈൻ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ജനറേഷൻ ഷിഫ്റ്റ് ചെയ്തു എന്നാണ്. ലോവർ ലെവലിൽ നെക്സ്റ്റ് ജനറേഷൻ, അതിന് മുകളിലുള്ള ജനറേഷൻ. അതിനുവേണ്ടിയാണ് ഞാൻ വെർട്ടിക്കൽ ലൈൻ യൂസ് ചെയ്യുന്നത്. ദെൻ ഇത്തരത്തിൽ 2 എഡ്ജ് കൊടുക്കുന്ന ലൈൻ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ അതിനർത്ഥം ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഓക്കെ, ദെൻ 1 ആരോ ടൈപ്പ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിനർത്ഥം ബ്രദർ ഓർ സിസ്റ്റർ. ഡൺ. ഇവിടെ വരച്ചിരിക്കുന്നു നോക്കുക, ഈ ആരോ, ദാറ്റ് മീൻസ് ബ്രദർ ഓർ സിസ്റ്റർ, ഇതും ബ്രദർ ഓർ സിസ്റ്റർ. ദാറ്റ് മീൻസ് ഇവര് 3 പേരും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അവരുടെ മക്കൾ, അവരുടെ 2 ഇൻഡിവിജ്വൽസിന്റെ മക്കളാണ് ഈ പറയുന്ന ബോയി അതേപോലെ സാറി. സോ ബോയ് ഈസ് ദി കസിൻ ബ്രദർ ഓഫ് സാറ. I hope this one is clear, right? Okay, let's move on. Next one, അതേ പാറ്റേണിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. പോയിന്റിംഗ് ടു എ ബോയ് ഇൻ ദി ഫോട്ടോഗ്രാഫ് എ ഗേൾ സെഡ്. ആരാണ് പറയുന്നതെന്നും ആരെയാണ് പോയിന്റ് ചെയ്യുന്നതെന്നും ക്ലിയർ ആയിട്ട് ആദ്യം നോക്കിയേക്കുക. സോ ബോയിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്, ബോയിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗേള് പറയുന്നത്. ഹിസ് ഫാദേഴ്സ് മദർ, ഈ ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഫാദേഴ്സ് മദർ എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളത് ഓർത്തേക്കുക. ഫാദേഴ്സ് മദർ ഈസ് ദി മദർ ഇൻ ലോ ഓഫ് മൈ ബ്രദേഴ്സ് മദർ. His father's mother is the mother-in-law of my brother's mother. പെട്ടെന്ന് പറയാമോ ആൻസർ എന്താണ്?
സ്റ്റാർട്ട് ചെയ്യുക ബോയിൽ, ബോയിയുടെ ഫാദർ, ഫാദറിന്റെ മദർ. ഓക്കെ, ഹിസ് ഫാദേഴ്സ് മദർ എത്തി. ഈസ് ദി മദർ ഇൻ ലോ, ഈസ് ദി മദർ ഇൻ ലോ. ഈ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് മദർ ഇൻ ലോ ആണ്. അതായത് ഇവിടെ ഒരു ലേഡി വരുന്നു, മദർ ഇൻ ലോ ഓഫ് മൈ ബ്രദേഴ്സ് മദർ. അതായത് ഈ ലേഡിയുടെ ബ്രദറിന്റെ മദർ, മദറിന്റെ മദർ ഇൻ ലോ ആണ് ഈ പറയുന്ന ഗ്രാൻഡ് പാരന്റ്. So did you got the answer? ഇവിടെ നിന്ന് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട പോയിന്റ്സ് ഒരു തവണ ശ്രദ്ധിച്ച് അതിനുശേഷം ആൻസറിലേക്ക് പോകാം. ഇവിടെ നിന്ന് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഗേൾസ് ബ്രദേഴ്സ് മദർ. ഗേൾസ് ബ്രദേഴ്സ് മദർ എന്ന് പറഞ്ഞാൽ ഗേളിന്റെ മദർ തന്നെയാണ്. ഓക്കെ, അതേപോലെ തന്നെ മദർ ഇൻ ലോ ഓഫ് ഗേൾസ് മദർ മീൻസ് ഗേളിന്റെ ഗ്രാൻഡ് മദർ ആണ് അല്ലെ. ഈ പറയുന്ന പെൺകുട്ടിയുടെ മദർ ഇൻ ലോ എന്ന്, പെൺകുട്ടിയുടെ അമ്മയുടെ മദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഗ്രാൻഡ് മദർ തന്നെയാണ്. അതേപോലെ തന്നെ മദർ ഓഫ് ഫാദർ, മദർ ഓഫ് ദി ഫാദർ ഓഫ് ദി ബോയ് ഇൻ ദി ഫോട്ടോഗ്രാഫ് ഈസ് ദി ഗ്രാൻഡ് മദർ. ഇഫ് സോ ദി ബോയ്സ് ഗ്രാൻഡ് മദർ ഈസ് ഓൾസോ ഗേൾസ് ഗ്രാൻഡ് മദർ. ഇവർ രണ്ടുപേരുടെയും ഗ്രാൻഡ് മദർ ഒന്നാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ ഈ പറയുന്ന ക്ലൂ വെച്ച് ചെയ്തു പോയപ്പോൾ രണ്ടുപേരുടെയും ഗ്രാൻഡ് മദർ ഒന്നാണ്. രണ്ടുപേരുടെയും ഗ്രാൻഡ് മദർ ഒന്നാണെങ്കിൽ അതിനർത്ഥം ഈ പറയുന്ന ലേഡിയുടെ ബ്രദർ ആണ് ആ ബോയ്. ഓക്കെ, നമ്മൾ ഇപ്പോ നമ്മൾ വരച്ച ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ നമുക്കറിയാം ഒറ്റ ജനറേഷനിലാണ് ഇവർ രണ്ടുപേരും വന്നിട്ടുള്ളത്. സെയിം ജനറേഷൻ, സെയിം ലെവലിലാണ് വന്നിട്ടുള്ളതെങ്കിൽ ബ്രദർ, കസിൻ ബ്രദർ, സിസ്റ്റർ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് മാത്രമേ വരൂ. ഇവിടെ തന്നിരിക്കുന്ന ബാക്കി ഒരു റിലേഷൻ അപ്ലൈ ചെയ്യില്ലല്ലോ. സോ വി ഗോട്ട് ദി റൈറ്റ് ആൻസർ. ഇവിടെ തന്നിരിക്കുന്ന ബാക്കിയുള്ള റിലേഷൻസ് എല്ലാം ജനറേഷൻ ചേഞ്ച് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. മെറ്റേണൽ അങ്കിൾ ആയാലും ഗ്രാൻഡ് ഫാദർ ആയാലും പാറ്റേണൽ അങ്കിൾ ആയാലും ഇതെല്ലാം ജനറേഷൻ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. നമുക്കിവിടെ സെയിം ജനറേഷനിലുള്ള റിലേഷൻഷിപ്പ് തന്നെ വരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന വലിയ പോയിന്റ്സിലേക്ക് ഒന്നും പോകണ്ട. ഈ ഒരു അറേഞ്ച്മെന്റ് കൊണ്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ക്ലിയർ, റൈറ്റ്? Third one. Pointing to a lady, Pankaj said, her mother's only grandson is my son. Her mother's only grandson is my son. How the lady is related to Pankaj? Okay, let's do her mother's. എല്ലാവർക്കും ബി തന്നെയാണ് ആൻസർ. ഓക്കെ, സോ നമ്മളൊന്ന് ബിയിലേക്ക് പോകണമെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻ തന്നിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. നമുക്കിവിടെ തന്നിരിക്കുന്ന റിലേഷൻഷിപ്പിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഓൺലി ഗ്രാൻഡ് സൺ. ഓക്കെ, സോ നോക്കാം. ഹെർ മദർ പോയിന്റിങ് ടു എ ലേഡി, ഒരു ലേഡിയെ പോയിന്റ് ചെയ്തുകൊണ്ട് പങ്കജ് പറയാണ് ഹെർ മദേഴ്സ് ഗ്രാൻഡ് സൺ, ഈ ലേഡിയുടെ മദറിന്റെ ഗ്രാൻഡ് സൺ. ഈ ഗ്രാൻഡ് സൺ എന്ന് പറയുന്നത് ആരുടെ മകനാണ്? ഈസ് ഓൺലി ഗ്രാൻഡ് സൺ ഈസ് മൈ, അതായത് പങ്കജിന്റെ സൺ ആണ്. സോ ഇവർ രണ്ടുപേരും സെയിം ലെവലിലല്ലേ വരുന്നത്.
സെയിം ലെവലിൽ വരാൻ വേണ്ടി ഇവര് ബ്രദേഴ്സിന്റെ എന്തെങ്കിലും മെൻഷൻ നമുക്കുണ്ടോ? ബ്രദേഴ്സിന്റെ ഒരു മെൻഷനും ഇല്ല. ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിൽ ഒരു മെൻഷനും ഇല്ല. അതോടൊപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒറ്റ ഗ്രാൻഡ് സൺ ആണെന്ന് പറയുന്നു. സോ ദാറ്റ് മീൻസ് ഈ പറയുന്ന പാർട്ടി വൈഫാണ്. ഓക്കെ, let's move on. Next, introducing a girl. Ronit said, he is the daughter. She is the daughter of my grandfather's only son. She is the daughter of my grandfather's only son. Okay, how the girl is related to Ronit? Okay, niece. Okay, so let's check. ഒരു ഗേളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് റോണിത്ത് പറയാണ്. ഞാൻ ഇതിന്റെ എൻഡിൽ നിന്ന് പിന്നിലോട്ട് വരാം, സോ ദാറ്റ് കുറച്ചും കൂടി എളുപ്പമാകും. ഓക്കെ, മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി സൺ, അതാണ് നമ്മുടെ ആദ്യത്തെ ക്ലൂ. അതായത് റോണിത്ത് ഇവിടെ നിൽക്കുന്നു. റോണിത്തിന്റെ ഗ്രാൻഡ് ഫാദർ, ഇവിടെയാണ് ഗ്രാൻഡ് ഫാദർ വരുന്നത്. ഓക്കെ, സോ റോണിത്തിന്റെ ഗ്രാൻഡ് ഫാദറിന് ഒറ്റ മകനേ ഉള്ളൂ. സോ ഇതാണ് റോണിത്തിന്റെ ഫാദർ. So she is the daughter of my grandfather's only son. She is the daughter of the daughter. അതായത് ഈ ഫാദറിന്റെ ഡോട്ടർ, അതായത് റോണിത്തിന്റെ സിസ്റ്റർ, റൈറ്റ്? സിസ്റ്ററിന്റെ ഓൺലി ഡോട്ടർ. ഓക്കെ, ഇതൊരു ഗേൾ ചൈൽഡ് ആണ്, ഗേൾ. സോ ഈ ഗേളും റോണിത്തും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവര് തമ്മിൽ ബ്രദർ ആൻഡ് സിസ്റ്റർ ആണ്. അതിന്റെ താഴത്തെ ജനറേഷനിലാണ് ഈ ഗേൾ വരുന്നത്. സോ ദാറ്റ് മീൻസ് റോണിത്ത് ഗേളുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോണിത്തിന്റെ നീസ് ആണ് ഈ ഗേൾ. ഓക്കെ, നമ്മൾ വരയ്ക്കേണ്ടത് ജനറേഷൻസ് ഡിവൈഡ് ചെയ്ത് വരയ്ക്കുക. സോ ദാറ്റ് ആൻസർ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ? ഉണ്ടെങ്കിൽ പറയണം. Okay. Next, pointing towards a lady in the photograph, a girl says, Vinitha's grandmother is the mother-in-law of the lady. Vinitha's grandmother is the mother-in-law of the lady. How is the lady in the photograph related to Vinitha? ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ. Vinitha's grandmother is the mother-in-law of that lady. Question വായിക്കൂ. Okay. How is the lady related to Vinitha? Okay. കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടല്ലേ? So let's check. നമ്മളോടുള്ള ചോദ്യം, pointing towards a lady in the photograph, girl says, ഒരു ലേഡിയെ പോയിന്റ് ചെയ്തുകൊണ്ടാണ് ഒരു ഗേൾ പറയുന്നു. ഓക്കെ, വിനീതയെ നമുക്ക് ആദ്യം ചെയ്യാം. വിനീതയുടെ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ രണ്ട് ലെവൽ.
ഓക്കെ, ഇതാണ് ഗ്രാൻഡ് മദർ. സോ ഇൻ ബിറ്റ്വീൻ ഇവിടെ വിനിതയുടെ മദർ വരും. Vinida's grandmother is the mother-in-law of this lady. Vinida's grandmother is the mother-in-law. So വിനിതയുടെ ഫാദറിന്റെ വൈഫ്, ഫാദറിന്റെ മദർ. സോ ഈ പറയുന്ന മദർ എന്ന് പറയുന്നത് മദർ-ഇൻ-ലോ ആകാം. മദർ-ഇൻ-ലോ ഓഫ് ദി ലേഡി റിലേറ്റഡ് ഇൻ ദി mother-in-law of the lady എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഹൗ the lady in the photograph related to വിനിത. ഇവിടെ റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആരൊക്കെ തമ്മിലാ? വിനിതയും ലേഡി ഇൻ ദി ഫോട്ടോഗ്രാഫ്, റൈറ്റ്? ലേഡി ഇൻ ദി ഫോട്ടോഗ്രാഫ് ആരാ? ലേഡി ഇൻ ദി ഫോട്ടോഗ്രാഫ് ഈ ലേഡി അല്ലേ? ഇതാണ് വിനിത ആൻഡ് ലേഡി. സോ ലേഡി ഇൻ ദി ഫോട്ടോഗ്രാഫും വിനിതയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇത് രണ്ട് റിലേഷൻ ആകാം. ഓക്കെ, ഇറ്റ് മേ ബി ആൻഡ് ഓർ മദർ. ആൻഡ് ആണ് ബെറ്റർ, മദർ എന്നും ആകാം. രണ്ട് റിലേഷൻ അതിനകത്ത് വരും. ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോൾ അത് ഡയറക്റ്റ്ലി ആകാം, അല്ലാതെ നേരെ തിരിഞ്ഞും ആകാം. സോ രണ്ടും റൈറ്റ് ആൻസർ ആണ്. മദർ എന്നായാലും ആൻഡ് എന്നായാലും ശരി ഉത്തരമായിട്ട് വരും. So let's move on to the next one. Previous question 2018 ചോദിച്ച ബ്ലഡ് റിലേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Introducing Rakesh to her husband, a woman said, her brother's father is the only son of my grandfather. Her brother's father is the only son of my grandfather. So how the woman is related to Rakesh? Relationship നോക്കുക. രാകേഷിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹിസ് ആണ് കേട്ടോ, ഹെർ എന്നാണ് ഞാൻ പറഞ്ഞത്. ഹിസ്. ഓക്കെ, രാകേഷിന്റെ ബ്രദറിന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ രാകേഷിന്റെ ഫാദർ ഈസ് ദി ഓൺലി സൺ, ഒറ്റ സൺ ആണ്, ദി ഓൺലി സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. രാകേഷിന്റെ ഫാദർ ഈസ് ദി ഓൺലി സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. സോ രാകേഷും ലേഡിയും സെയിം ലെവലിലാണ് വരുന്നത്. ലേഡിയുടെ ഗ്രാൻഡ് ഫാദറിന്റെ മകൻ. സോ ലേഡിയുടെ ഫാദർ ഒറ്റ മകനേ ഉള്ളൂ. ദാറ്റ് മീൻസ് രാകേഷ് ആൻഡ് ലേഡി ആർ brothers and sisters. Sorry, brother and sister. So answer is sister. Okay. Same way you are expected to do this one. Ajay is the friend of Rakesh. Pointing to an old man, Ajay asked Rakesh, who is he? Rakesh said, his son is my son's uncle. His son is my son's uncle. So ആ old man എങ്ങനെയാണ് രാകേഷുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? Okay, father. So old man point ചെയ്തിട്ട് പറഞ്ഞതാണ്. Pointing to an old man, Rakesh said, his son, ഈ old manന്റെ മകൻ, son, is my son's uncle. എൻ്റെ ഈ സൺ എന്ന് പറയുന്നത് എൻ്റെ സണ്ണിന്റെ, അതായത് രാകേഷിന്റെ സണ്ണിന്റെ അങ്കിൾ ആണ്. ദാറ്റ് മീൻസ് അങ്കിൾ ആകണമെങ്കിൽ ഇവിടെ രാകേഷിന്റെ വൈഫ് വരുന്നുണ്ട് അല്ലെ. രാകേഷിന്റെ വൈഫിന്റെ ബ്രദർ ആണ് ഓൾഡ് മാൻ. എന്നാൽ കൂടി that is not relevant, right?
പാറ്റേണൽ അങ്കിളും മെറ്റേണൽ അങ്കിളും ആകാം, പാറ്റേണൽ അങ്കിൾ ആകാം. സോ രാകേഷിന്റെ ബ്രദർ എന്നുള്ള രീതിയിൽ തന്നെ എടുക്കാം. രാകേഷിന്റെ ബ്രദർ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡിവിജ്വൽ എങ്കിൽ സോ രാകേഷിന്റെ ഫാദർ ആണ് ഓൾഡ് മാൻ. ഓക്കെ, നമ്മൾ ആ നെക്സ്റ്റ് ലെവലിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഈ പ്രോബ്ലത്തിൽ. നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഫാദർ ഇൻ ലോ എന്ന് പറയുന്ന ഒരു ആൻസർ കൂടി വരും. നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോവണ്ട, ഡയറക്ട്ലി നമുക്ക് ഫാദറിൽ നിർത്താം. എന്തുകൊണ്ടാ? നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഹിസ് സൺ, ആ പറയുന്ന ഓൾഡ് മാന്റെ മകൻ. മകൻ എന്ന് പറയുന്നത് എന്റെ മകന്റെ അങ്കിൾ ആണ്, എന്റെ മകന്റെ അങ്കിൾ. മകന്റെ അങ്കിൾ എന്ന് പറഞ്ഞാൽ അത് ഭാര്യയുടെ ബ്രദർ ആകാം, അതേപോലെ തന്നെ സ്വന്തം ബ്രദറും ആകാം. പാറ്റേണലും മാറ്റേണലും ഉണ്ട്. സോ നമുക്ക് സ്വന്തം ബ്രദർ എന്നുള്ള രീതിയിൽ എടുക്കുവാണെങ്കിൽ അത് ഫാദർ ആണ്. ഭാര്യയുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ എടുക്കുവാണെങ്കിൽ അത് ഫാദർ ഇൻ ലോ ആണ്. സോ അത് രണ്ടും നമ്മൾ പറയാത്ത രീതിയിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പിലേക്ക് തന്നെ പോവാം, ഫാദർ എന്നുള്ള റിലേഷൻഷിപ്പ് തന്നെ പോവാം, നോ ഇഷ്യൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫ്രം ബ്ലഡ് റിലേഷൻ. ഇതിൽ നിന്നും 5 ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് തരുന്ന മോക്ക് ടെസ്റ്റിലുണ്ട്, അത് അറ്റംപ്റ്റ് ചെയ്യണം. ദെൻ വിൽ ടേക്ക് 5 minutes ബ്രേക്ക് നൗ, റൈറ്റ്? ഒരു 5 മിനിറ്റ് ബ്രേക്ക്, 5ാമത്തെ ടോപ്പിക്കിലേക്ക് അതിനുശേഷം കിടക്കാം. ഓക്കെ, ഐ എം ബാക്ക്. സോ നമ്മുടെ മാരത്തോൺ സെഷൻ കണ്ടിന്യൂ ചെയ്യാണ്. 4 മേജർ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബ്ലഡ് റിലേഷൻ വരെയുള്ള ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതെങ്കിലും ഏരിയയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിലവിൽ? ആൻഡ് ഈ ഡിസ്കഷൻ നടത്തുന്നതിന്റെ PPT ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു MCQ കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ഫ്രീ ടു ആസ്ക്. ഏത് ടൈമിലായാലും ഞങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്, അസിസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. സോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. ലെറ്റ്സ് മൂവ് ഓൺ. ആർ യു റെഡി? 5ാമത്തെ ടോപ്പിക്കിലേക്ക് പോകാൻ തയ്യാറാണോ എല്ലാവരും? 5ാമത്തെ ടോപ്പിക് ഫ്രാക്ഷൻ. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. എനർജി നിലനിൽക്കട്ടെ, എനർജി വേണം ഇനി അങ്ങോട്ടേക്ക്. നമുക്ക് ഏതായാലും ഇനിയൊരു 2 മണിക്കൂർ ടൈം കൂടി കിടപ്പുണ്ട്. മേ ബി ലിറ്റിൽ മോർ ദാൻ ദാറ്റ്. We'll complete the entire paper 1 syllabus today itself. Fraction. So basic concept. ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ബേസിക് കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നമ്പറിനെ അതിനെ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രാക്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഒരു ബേസിക് തിങ് ദാറ്റ് വി നീഡ് ടു നോ ഇസ് ദാറ്റ് എ ഫ്രാക്ഷൻ വിൽ നോട്ട് ബി ഈക്വൽ ടു 0. ഓക്കെ, ഫ്രാക്ഷൻ ഒരിക്കലും ഈക്വൽ ടു 0 ആവില്ല. ദെൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ കൺസെപ്റ്റ് അറിയാമല്ലോ, ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഇപ്പോ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 1 ആണ്, ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 4 ആണ്. 1/4 എടുക്കുകയാണെങ്കിൽ. സോ ദിസ് ആർ ദി ബേസിക് കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബിഫോർ സ്റ്റാർട്ടിങ് ദി ഡിസ്കഷൻ. ആൻഡ് ഫ്രാക്ഷൻസും അതേപോലെ പെർസെൻറ്റേജും നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. ഫ്രാക്ഷൻസും പെർസെൻറ്റേജും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ചെയ്യുമ്പോഴാണ്. ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ എത്തുമ്പോൾ പെർസെൻറ്റേജിന്റെ റേഷ്യൂസിന്റെ ഉപയോഗം നമുക്ക് വളരെ അധികമാണ്. അത്രയും ഈസി ആക്കി മാറ്റും ഡേറ്റ ഇന്റർപ്രിറ്റേഷനെ. സോ ആ ഒരു രീതിയിൽ വേണം ഈ ഒരു സെഷൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. വിൽ ബി ഡിസ്കസിങ് സം ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ഏരിയ. ആൻഡ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് Raman solved 2/7 part of an exercise while Shelley solved 4/5 of it. Who solved less? അതായത് ഈ പറയുന്ന 2 ഫിഗർ ഇപ്പൊ UGC സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് ചെറുതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇതിൽ ഏതാണ് ചെറുതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന 2/7 ഡിവൈഡ് ചെയ്ത് പോയിന്റിലേക്ക് മാറ്റിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡിനോമിനേറ്റർ കോമൺ ആക്കുക. ഡിനോമിനേറ്റർ കോമൺ ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ LCM കണ്ടുപിടിക്കില്ലേ, അതേ വേ LCM കണ്ടുപിടിക്കുന്ന രീതിയിൽ തന്നെ. അതായത് 7 and 5 ആണ്. 7ന്റെയും 5ന്റെയും കോമൺ ഡിനോമിനേറ്റർ ആക്കണമെങ്കിൽ 35 നമുക്ക് കിട്ടും. 35 ആകണമെങ്കിൽ 7 35 ആകണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 7 35 ആകണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അതുകൊണ്ട് നമ്മൾ നോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 7 35 ആകണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 5 കൊണ്ടാണ്. ആ 5 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യാം. That will be 10, right? Then 4
by 5. So 535 ആകണമെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എത്ര കൊണ്ടാണെന്ന് നോക്കുക. മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 7 കൊണ്ടാണ്. ആ 7 കൊണ്ട് 4നെ മൾട്ടിപ്ലൈ ചെയ്യാം. So 7 into 4 will be 28. So നമുക്ക് രണ്ട് ഫിഗേഴ്സ് കിട്ടുന്നുണ്ട്. ഒന്ന് 10 by 35. ഫസ്റ്റ് കേസിൽ രാമൻ സോൾവ് ചെയ്തത് 10 by 35 ആണ്. രണ്ടാമത്തെ കേസിൽ ഷെല്ലി സോൾവ് ചെയ്തത് 28 by 35 ആണ്. ഓക്കെ, സോ വിച്ച് ഈസ് മോർ? തന്നിരിക്കുന്നതിൽ ഏതാണ് കൂടുതൽ നോക്കിയാൽ മതി. ഏതാണ് വലുതെന്ന് നോക്കണമെങ്കിൽ നമുക്ക് ഡയറക്ട്ലി കണ്ടുപിടിക്കാം. തന്നിരിക്കുന്നതിൽ വലുതെന്ന് പറയുന്നത് 10 പാർട്സ് 28 പാർട്സ്. 35ന്റെ 10 പാർട്സും 35ന്റെ 28 പാർട്സുമാണുള്ളത്. 35ന്റെ 28 പാർട്സ് ആണ് കൂടുതൽ, 10 പാർട്സ് കുറവാണ്. ഓക്കെ, ലൈക്ക് ദിസ്. ഒരു ഐറ്റത്തെ, അതായത് ഒരു ഫുൾ പാർട്ടിനെ നമ്മൾ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളോട് പറയുകയാണ് which one is bigger? Is it 3/4 or 1/4? Same thing. 3/4 ആണോ 1/4 ആണോ വരുന്നത്? 3/4 is bigger. So നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? Who solved less എന്നാണ്. ഇത് ലെസ് സോൾവ് ചെയ്തിരിക്കുന്ന ആരാ? ഫസ്റ്റ് വൺ. രണ്ടാമത്തെ ആൾ കൂടുതൽ സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ലെസ് സോൾവ് ചെയ്തിരിക്കുന്നത് രമൻ ആണ്. മനസ്സിലായോ? ഒരു തവണ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടി. ജസ്റ്റ് ഒന്ന് കേൾക്കുക. നമ്മളുടെ റേഷ്യോ ക്വസ്റ്റ്യൻസിൽ, റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഈ ഒരു വേയിലാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് റേഷ്യോസ് ഉണ്ടാവും. ഇതിൽ ഏതാണ് ലെസ് അല്ലെങ്കിൽ ഏതാണ് ഹയസ്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ മാത്രമാണ് നമ്മൾ ഈ പ്രോബ്ലം യൂസ് ചെയ്യുന്നത്. അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് 2/7 ചെയ്തിട്ട് 2/7 ചെയ്തിട്ട് പോയിന്റ് ഏതാണെന്ന് നോക്കാം. പോയിന്റിലുള്ള ഫിഗർ ആകുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നെക്സ്റ്റ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടിന്റെയും LCM എടുത്തിട്ട് അതിലേക്ക് കോമൺ ഡിനോമിനേറ്റർ ആക്കി മാറ്റുക. ഇവിടെ കോമൺ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് 2/7ഉം 4/5ഉമാണ്. സോ 7 and 5ന്റെ LCM എന്ന് പറയുമ്പോൾ 35ലേക്ക് നമ്മൾ മാറ്റുന്നു. രണ്ട് ഐറ്റവും 35ലേക്ക് മാറ്റുന്നു. സോ ദാറ്റ് LCM കണ്ടുപിടിക്കാൻ വേണ്ടി അറിയില്ലെങ്കിൽ ശ്രദ്ധിക്കുക, LCM കണ്ടുപിടിക്കേണ്ടത് 7 35 ആകാൻ വേണ്ടി എത്ര കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് നോക്കുക. 7 35 ആകാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 5 കൊണ്ടാണ്. ആ 5 കൊണ്ട് നമ്മൾ നോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക, 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് വിൽ ബി 10, റൈറ്റ്? 5 into 2 10. സോ രമൻ സോൾവ് ചെയ്തത് 10/35 ആണ്. അതേപോലെ തന്നെ ഷെല്ലിയുടെ പോർഷൻ എടുക്കുക. ഷെല്ലിയുടെ പോർഷൻ എടുക്കുമ്പോൾ ഇവിടെ 4/5 ആണ്. സോ ദാറ്റ് 535 ആക്കണം. 535 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 7 കൊണ്ട് 4നെ മൾട്ടിപ്ലൈ ചെയ്യുക. 7 കൊണ്ട് 4നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28 കിട്ടി. ഓക്കെ, സോ രമൻ സോൾവ് ചെയ്തത് 10/35ഉം ഷെൽവി സോൾവ് ചെയ്തത് 28/35 ആണ്. സോ 10 ആണോ 28 ആണോ വരുന്നത് എന്ന് നോക്കിയാൽ മതി. സോ ചെറുത് ആണ് നമുക്ക് വേണ്ടത്. ഇതിനകത്ത് ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് രമൻ സോൾവ് ചെയ്തതാണ്. സോ ദി ആൻസർ ഈസ് രമൻ. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ഈ ഏരിയയിൽ നിന്ന് വരാറ്. Another one, second one. Sarah purchased 3.5 kg of apple and 4 and 3/4 kg of orange. What is the total weight of fruits purchased by her? So 3.5 and 4 3/4. ഇതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്താൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. ആഡ് ചെയ്യുക, എത്രയാന്ന് പറയും. എങ്ങനെ ആഡ് ചെയ്യും? സിമ്പിൾ ബേസിക് ലെവൽ അഡീഷൻ ആണ്. ആഡ് ചെയ്യാൻ വേണ്ടി 3.5 plus 4 3/4 ഇത് തമ്മിൽ ആഡ് ചെയ്യുകയാണ്. ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 2 into 3 ചെയ്യുക. 2 into 3 is 6. 6 plus 1 is 7. 7 divided by 2. അതേ വേ തന്നെ 4 into 4 is 16. 16 plus 3 is 19. 19 divided by 4. ഓക്കെ, ദെൻ അതിനുശേഷം അഡീഷൻ ആണ്. LCM കണ്ടുപിടിച്ചാൽ മതി. LCM കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇതിന്റെ LCM 4 and 2 ആണ്. 4 ആണ് കോമൺ ഫിഗർ. ദെൻ
4 കോമൺ ആകുമ്പോൾ 2വിനെ 4 ആക്കാൻ വേണ്ടി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നോക്കുക. ആ സെയിം ഫിഗർ കൊണ്ട് 7നെ മൾട്ടിപ്ലൈ ചെയ്യുക 2 കൊണ്ട്. ദാറ്റ് വിൽ ബി 14 പ്ലസ് 19. Okay, 14 plus 19, that is 14 plus 19 ചെയ്യുമ്പോൾ you get 33 divided by 4. That's your answer. 33 divided by 4. Okay, ഇതിലൊന്നും കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയൂ. റിപ്പീറ്റ് ചെയ്യേണ്ട കേസുകൾ ഉണ്ടോ ഇതിനകത്ത്? റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞോളൂ, റിപ്പീറ്റ് ചെയ്യാം. നോ ഇഷ്യൂസ്. ഓക്കെ, ഫൈൻ. Okay, let's check another one. Practice question 3. Question is, Rachel ate 3 by 5 part of an apple and the remaining apple was eaten by her brother Shaila, who had eaten the large share and how much? And by how much? അതായത് ഇതിൽ ആരാണ് കൂടുതൽ കഴിച്ചത്, ഏതാണ് എത്രമാത്രം കൂടുതൽ കഴിച്ചു എന്നുള്ളതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ആൻഡ് ഇതൊരു ടു മച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. റേച്ചലിന്റെ പാർട്ട് എന്ന് പറയുന്നത് 3 by 5 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി റിമൈൻഡർ എത്രയുണ്ട്? 5 പാർട്ടിൽ 3 പോയി, ബാക്കിയുള്ളത് 5 പാർട്ടിൽ 2 ഓക്കെ, ഷൈല കഴിച്ചത് 2 by 5 ആണ്, റേച്ചൽ കഴിച്ചത് 3 by 5 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3 by 5 മൈനസ് 2 by 5, that will be 1 by 5. Okay, ഓക്കെ അല്ലേ? ഓക്കെ അല്ല? ഓക്കെ, ചെക്ക് ചെയ്യാം. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റേച്ചലിന്റെ പാർട്ട് എത്രയാ? 3 divided by 5. സോ റേച്ചൽ കഴിച്ച ആപ്പിൾ, ഒരു ആപ്പിളിന്റെ 3 by 5 ആണ്. ടോട്ടൽ 5 പാർട്സ് ഉള്ളതിൽ 3 പാർട്ട് റേച്ചൽ കഴിച്ചു. സോ ബാക്കി എത്രയുണ്ട്? ടോട്ടൽ 5 പാർട്ട് ഉണ്ടായിരുന്നു, അതിൽ 3 റേച്ചൽ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഷൈലയ്ക്ക് കിട്ടാവുന്നത് എത്രയാ? 3 കഴിച്ചു, 5 ഉണ്ടായിരുന്നു, 2 ബാക്കിയുണ്ട്. സോ 2 by 5 ആണ് റിമൈനിങ്. ഓക്കെ, ആ 2 by 5 ആണ് ഷൈല കഴിച്ചത്. സോ നമ്മളോട് ചോദ്യം എന്താ? എത്രമാത്രം ലാർജർ ഷെയർ ആർക്കാണ് കിട്ടിയത്? ലാർജർ ഷെയർ കിട്ടിയത് ആർക്കാ ഇതിനകത്ത്? ലാർജർ 3 by 5 ആണ് ലാർജർ, അത് കിട്ടിയിട്ടുള്ളത് ആറിനാണ്, അതായത് റേച്ചലിനാണ്. ആൻഡ് എത്രമാത്രം, ഹൗ മച്ച്, എത്രമാത്രമാണ് കൂടുതലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഡിഫറൻസ് എടുത്താൽ മതി. ഓക്കെ, ലാർജർ ഷെയർ കണ്ടുപിടിക്കാൻ വേണ്ടി 3 by 5 നിന്നും 2 by 5 ഡിഡക്ട് ചെയ്യുക. 3 by 5 നിന്നും 2 by 5 പോയി കഴിഞ്ഞാൽ 1 by 5, ദാറ്റ് ഈസ് ദി ഷെയർ. അഡീഷണൽ ഷെയർ കിട്ടിയത് 1 by 5 ആണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. Fourth one. Sam wants to put a picture in a frame. The picture is 7 3 by 5 centimeter wide. To fit in the frame, the picture cannot be more than 7 3 by 10 centimeter wide. How much the picture should be trimmed? അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു പിക്ചർ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ആ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സൈസ് എന്ന് പറയുന്നത് 7 3 by 5 ആണ്. ഓക്കെ, പിക്ചറിന്റെ സൈസ് എന്ന് പറയുന്നത് 7 3 by 5 ആണ്. പക്ഷേ നമുക്ക് ഭിത്തിയിൽ വയ്ക്കാവുന്ന പോർഷൻ എന്ന് പറയുന്നത് 7 3 by 10 വരെ മാത്രമാണ്. ഓക്കെ, അതിൽ കൂടുതലുണ്ടെങ്കിൽ വയ്ക്കാൻ സാധിക്കില്ല. ദാറ്റ് മീൻസ് 7 3 by 5 മൈനസ് 7 3 by 10 എത്രയാണെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഓക്കെ, കണ്ടുപിടിക്കാമോ? എങ്ങനെ കണ്ടുപിടിക്കണം? ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിനെ സിമ്പിൾ ഫ്രാക്ഷൻസ് ആക്കി മാറ്റുക. സോ ദാറ്റ് 5 into 7 is 35, 35 plus 3 is 38, 38 divided by 5. Okay, 38 divided by 5 minus
10 into 7, 70. 70 plus 3, 73 divided by 10. So, ഇതിൽ common എന്ന് പറയുന്നത് 10 ആണ്. 10ലേക്ക് convert ചെയ്യാം. So, 5 10 ആണെങ്കിൽ 2 കൊണ്ട് multiply ചെയ്യണം. അതേ 2 കൊണ്ട് 38നെ multiply ചെയ്യാം. So, you will get 76. 76 minus 73. That will be 3 by 10. ഇത്രയുമാണ് കൂടുതലുള്ളത്. ഇത്രയും കുറയ്ക്കണം. എത്ര ട്രിം ചെയ്യണമെന്ന് വെച്ച് ഇത്രയും കുറച്ചാലേ നമുക്ക് ആ ഫോട്ടോയെ ഫിറ്റ് ചെയ്യാൻ സാധിക്കൂ. സോ ആൻസർ ഈസ് 3 by 10. Okay. Let's check one more. A car runs 16 km using 1 liter petrol. 1 liter of petrol. How much distance will it cover by using 2 3/4 liter of petrol? Okay. 1 ലിറ്ററിന് 16 കിലോമീറ്റർ ആണ് ഈ കാർ റൺ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 2 3/4 ലിറ്റർ പെട്രോൾ ഉണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ റൺ ചെയ്യും? Try this one. പെട്ടെന്ന് ചെയ്യും. Okay. So, ഇത്തരത്തിലുള്ള ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കി മാറ്റുക ഫോർ ഈസി കാൽക്കുലേഷൻ. അതിനു വേണ്ടി ചെയ്യേണ്ടത് 4 into 2 is 8. 8 plus 3 is 11. 11 divided by 4 അതിനെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ you will get answer. You will get the right answer. 11 divided by 4 into 16. So, that is 44. ഏതിലാണ് ഡൗട്ട് ചോദിച്ചില്ലേ? ഹൗ വിൽ യു ഐഡന്റിഫൈ വിത്ത് മൈനസ് ഓർ അഡിഷൻ, ഡിവിഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ? ഏത് ഏരിയയുമായി ബന്ധപ്പെട്ടാണ്? റേഷ്യോ ആണോ, ഫ്രാക്ഷൻ ആണോ, നമ്പർ സീരീസ് ആണോ, ഏതാണ്? ഒന്ന് എക്സ്പ്ലെയിൻ, ഒന്ന് പറയാമോ? ഫ്രാക്ഷൻ ക്വസ്റ്റ്യൻ. സോ ഫ്രാക്ഷൻ ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ നോക്ക്. ഇതിലല്ല, ദിസ് വൺ. നമ്മളുടെ സാമിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. സാം വാണ്ട്സ് ടു പുട്ട് എ പിക്ചർ ഓൺ ദി ഫ്രെയിം. ഇതിനകത്തൊരു പിക്ചർ വയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദി പിക്ചറിന്റെ സൈസ് നമുക്ക് തന്നിട്ടുണ്ട്. പിക്ചറിന്റെ സൈസ് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ടു ഫിറ്റ് ദി ഫ്രെയിം ദി പിക്ചർ കാനോട്ട് ബി മോർ ദാൻ 10. ഐ മീൻ മാക്സിമം പറ്റാവുന്നത് ഇത്രയുമാണെന്ന് നമ്മളോട് പറഞ്ഞു. ഇതിൽ കൂടുതലാകാൻ പറ്റില്ല. അതിനർത്ഥം എന്താ? അതോടൊപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഹൗ മച്ച് ദി പിക്ചർ ഷുഡ് ബി ട്രിംഡ്. എത്രമാത്രം ട്രിം ചെയ്യണം, എത്രമാത്രം കുറയ്ക്കണം എന്നുള്ളതിന് ഡിനോട്ട് ചെയ്യാനല്ലേ ട്രിം യൂസ് ചെയ്തിരിക്കുന്നത്. സോ ആ ട്രിംഡ് വേർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡിഡക്ഷനിലേക്ക് എത്തിക്കാം. സോ യു ഗോട്ട് ഇറ്റ് റൈറ്റ്. 44 കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കിട്ടിയല്ലോ എല്ലാവർക്കും? ഓക്കെ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻസിൽ ചില കീവേഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ട്രിംഡ് പോലുള്ള കീവേഡ്സ് ചോദിക്കാം. സോ ലോജിക്കലി നമുക്ക് അതിനകത്ത് നിന്ന് ഡിറൈവ് ചെയ്യാൻ സാധിക്കും. ദെൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇത് ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ഓൺ എ മാപ്പ് 1 inch represents 250 miles. 1 inch means 250 miles. What is the actual distance between two cities if they are 1/2 inches apart on the map? 4.5 ഇഞ്ച് ഡിസ്റ്റൻസ് വരുവാണെങ്കിൽ ഈ പറയുന്ന സിറ്റികൾ തമ്മിലുള്ള അകലം എത്രയാണ്? അതായത് ഒരു മാപ്പ് എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ആ മാപ്പിൽ 1 inch എന്ന് പറയുന്നത് 250 miles ആണ്. അങ്ങനെയാണെങ്കിൽ 4.5 ഇഞ്ച് എത്ര മൈലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. 250 into 4.5. 4.5 എന്ന് പറഞ്ഞാൽ 4.5. 250 into 4.5 ചെയ്യുമ്പോൾ എത്ര കിട്ടി? This one, right? B.
1125. സോ അത്രയും ഉള്ളൂ ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട്. ഫ്രാക്ഷൻ ഏരിയ നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിരിക്കും, എല്ലാവരും തന്നെ ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ. നമ്മളുടെ ആറാമത്തെ ഏരിയ, ഡിസ്കഷനിലെ ആറാമത്തെ ഏരിയ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. സോ ടൈം ആൻഡ് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് ബേസിക് ഫോർമുലാസ് നമ്മൾ അറിയണം. സോ ബേസിക് ഫോർമുല എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ഇതാണ് നമ്മളുടെ ഏറ്റവും ബേസിക് ഫോർമുല. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. അതേ ഫോർമുലയിൽ തന്നെ നമുക്ക് ഡിറൈവ് ചെയ്യാം ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ബിക്കോസ് സ്പീഡിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് എന്ന് നമുക്ക് എടുക്കാം. അതേ വേ തന്നെ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം. സോ ദീസ് ആർ ദി 3 ബേസിക് ഫോർമുലാസ് that we need to know. അതോടൊപ്പം തന്നെ ഇൻ കേസ് കിലോമീറ്റർ പെർ അവർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്, അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന കിലോമീറ്റർ പെർ അവറിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, കിലോമീറ്ററിനെ മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ്, ആ ഒരു തന്നിരിക്കുന്ന മീറ്റർ പെർ സെക്കൻഡിനെ നമ്മൾ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഈ പറയുന്ന 3 കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ബാക്കിയുള്ളതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ 3 പോയിന്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? ആദ്യം ഒരു ഇക്വേഷൻ, ദെൻ കൺവേർഷൻ 2 ടൈപ്പിലേക്കും. ഒന്ന് കിലോമീറ്റർ പെർ അവർ ടു മീറ്റർ പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് 5/18. meter per second to kilometer per hour, 18 divided by 5. Okay, let's try to do some question. ഈ 3 കാര്യങ്ങളാണ് ബേസിക് തിങ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. A man traveled from the village to the railway station at a rate of 20 kilometers per hour and he walked back at a rate of 5 kilometers per hour. If the whole journey took 5 hours, find the distance of railway station from village. So ഇതിന്റെ വില്ലേജും റെയിൽവേ സ്റ്റേഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ട്രാവലിംഗ് നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഹി ട്രാവൽഡ് ഫ്രം വില്ലേജ് ടു റെയിൽവേ സ്റ്റേഷൻ. വില്ലേജിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് 20 കിലോമീറ്റർ പെർ അവറിലാണ്. അതോടൊപ്പം തന്നെ walked back, അതിനുശേഷം തിരിച്ചു വരുന്നത് 5 കിലോമീറ്റേഴ്സ് പെർ അവറിലാണ്. ഇഫ് ദി ഓൾ ജേണി, മൊത്തം ജേണിക്ക് വന്നിരിക്കുന്നത് 5 അവേഴ്സ് ആണെങ്കിൽ വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റെയിൽവേ സ്റ്റേഷൻ ആൻഡ് വില്ലേജ്? റെയിൽവേ സ്റ്റേഷനും വില്ലേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ബേസിക് ഇക്വേഷൻസ് തന്നെ ഓർക്കുക. ഓക്കെ, ബേസിക് ഇക്വേഷൻ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഓക്കെ, അതേപോലെ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആണ്. ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻസ്. അത് ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വില്ലേജിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് ലെറ്റ്സ് അസ്യൂം ദി ഡിസ്റ്റൻസ് ബി എക്സ് എന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ രണ്ട് കിലോമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് 20 കിലോമീറ്റർ പെർ അവർ ആണ്, രണ്ടാമതായിട്ട് 5 കിലോമീറ്റർ പെർ അവർ ആണ്. സോ ഈ സെയിം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന 2 സ്പീഡാണ്. സോ സെയിം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് വന്നിരിക്കുന്നത് 20 കിലോമീറ്റർ പെർ അവർ, ദെൻ അതിന്റെ റിട്ടേൺ ജേണിക്ക് വന്നിരിക്കുന്നത് സെയിം ഡിസ്റ്റൻസ് തന്നെയാണ്, ദാറ്റ് ഈസ് 5 കിലോമീറ്റർ പെർ അവർ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എടുത്തിരിക്കുന്ന ടൈം ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 5 hours. You got it? Distance and speed. Distance, speed. Okay, distance x ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സ്പീഡ് നമുക്ക് 2 സ്പീഡ് തന്നിട്ടുണ്ട്, സെയിം ഡിസ്റ്റൻസ് ആണ് വരുന്നത്, സെയിം ഡിസ്റ്റൻസിന് 2 സ്പീഡ് വരുന്നുണ്ട്. സോ ഫസ്റ്റ് ഡിസ്റ്റൻസ് എക്സിന് അങ്ങോട്ടേക്ക് പോയപ്പോൾ, അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വില്ലേജിൽ നിന്ന് പോയപ്പോൾ വന്ന സ്പീഡ് 20 കിലോമീറ്റർ പെർ അവർ ആണ്. ദെൻ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം എടുത്ത സ്പീഡ് 5 കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ,
5 kilometers per hour. ഇത് രണ്ടിനും കൂടി എടുത്ത ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 5 hours ആണ്. സോ ടൈം ഇസ് ഈക്വൽ ടു എന്നുള്ള ഫോർമുല നോക്കുക. ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ആ ഇക്വേഷനിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതൊന്ന് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുകയാണെങ്കിൽ സോ കോമൺ ആയിട്ടുള്ളത് LCM എടുക്കുന്നു. LCM 20 ആണ്. 20യും 5ഉം കോമൺ ആയിട്ട് പോകുന്നത് 20യിലാണ് 5. അതുകൊണ്ട് 20 എടുക്കുന്നു. ദെൻ എക്സ് 20 20 ആകാൻ വേണ്ടി 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതേ 1 കൊണ്ട് നമ്മൾ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു. സോ വി ഗോട്ട് എക്സ് ഇറ്റ് സെൽഫ് പ്ലസ് 5 20 ആകാൻ വേണ്ടി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 4 കൊണ്ട് നമ്മൾ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗോട്ട് 4x. ഓക്കെ, ഇസ് ഈക്വൽ ടു 5. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിർത്തുക കേട്ടോ. സോ എക്സ് പ്ലസ് 4x ഡിവൈഡ് ബൈ 20 is equal to 5. സോ 5x is equal to ഈ 20 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. 20 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 20 into 5 that will be 100. x is equal to 100 divided by 5 that will be 20. Okay. Hundred divided by 5 20 ആണ്. സോ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 20 കിലോമീറ്റേഴ്സ് ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. സോൾവ് ചെയ്യാൻ മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയണം. ഇത് ക്ലിയർ ആയില്ലെങ്കിൽ മനസ്സിലാക്കി തരാൻ ഐ എം റെസ്പോൺസിബിൾ. പറഞ്ഞാൽ മതി, നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും ഡിസ്കസ് ചെയ്യാം. നോ ഇഷ്യൂ. സോ ഇതിൽ നിന്നും നമ്മൾ ഓരോന്നും ഇൻഫർ ചെയ്തത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ആ ഇൻഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താം. ആൻഡ് ഒരു കാരണവശാലും നിങ്ങൾ ചിന്തിക്കരുത്, ഒരു ചെറിയ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ അങ്ങോട്ട് പോയ ഓൺ വേ ജേണിയും റിട്ടേൺ ജേണിയും വരുന്നുണ്ട്. അതിന്റെ ടോട്ടൽ കിലോമീറ്റർ ആണ് 20 എന്ന് ചിന്തിക്കരുത്. ഓക്കെ, 20 അതിന്റെ ടോട്ടൽ കിലോമീറ്റർ അല്ല. നമുക്ക് തന്നിരിക്കുന്ന 2x നമ്മൾ ഇവിടെ എടുത്തിരുന്നു. ഓക്കെ, 2x എടുത്തിരുന്നു. അതായത് 2x ആണെങ്കിലാണ് നമുക്ക് കിട്ടുന്ന ആൻസർ 2 ജേണിയുടെ ആവുന്നത്. ഇവിടെ 1x ആണ്, എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 20 എന്ന്. സോ ദിസ് ഇസ് വൺ വേ ജേണി. വൺ വേ ജേണിയുടെ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഒരു ഡിവിഷന്റെ ആവശ്യമില്ല. സോ ദ ആൻസർ ഈസ് 320 കിലോമീറ്റർ. Okay, so let's move on to second question. A person crosses a 600-meter long street in 5 minutes. What is his speed in kilometer per hour? So 600 meter long ഉള്ള ഒരു സ്ട്രീറ്റ് അദ്ദേഹം ക്രോസ് ചെയ്യുന്നത് 5 മിനിറ്റ്സിലാണ്. അങ്ങനെയാണെങ്കിൽ കിലോമീറ്റർ പെർ അവറിൽ അദ്ദേഹത്തിന്റെ സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ നമ്മുടെ സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം, റൈറ്റ്? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. സോ ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാ? ഡിസ്റ്റൻസ് ഈസ് 600 meters. ഓക്കെ, ടൈം 5 minutes ആണ് തന്നിരിക്കുന്നത്. 5 minutes എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ്? ഇത് മീറ്റേഴ്സ് അല്ലേ തന്നിരിക്കുന്നത്, കിലോമീറ്റർ അല്ല. മീറ്ററിലാണെങ്കിൽ നമ്മൾ മീറ്റർ പെർ സെക്കൻഡും കിലോമീറ്റർ പെർ അവറും ആണ് എപ്പോഴും എടുക്കുന്നത്. സോ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന 5 മിനിറ്റിനെ നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. 5 മിനിറ്റിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ്. സോ 5 മിനിറ്റ് എന്ന് പറയുന്നത് 300 സെക്കൻഡ്സ് ആണ്. സോ 600 meter divided by 300 seconds. ഓക്കെ, ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടുന്ന ആൻസറിനെ കിലോമീറ്റർ പെർ അവർ ആക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു പറയൂ.
കിലോമീറ്റർ പെർ സെക്കൻഡിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റാൻ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 ആണ്. അതേപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 18 divided by 5. yeah, exactly. 18 divided by 5. So 18 divided by 5 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ കിട്ടുന്ന ആൻസർ ആണ് നിങ്ങളുടെ ഉത്തരം. This will be 2. Okay, answer will be 7.2, right? 7.2 കിട്ടും. എല്ലാവരും കിട്ടിയോ? കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ പറയൂ. ഇക്വേഷൻസ് തന്നെയാണ്, വേറൊന്നും നമ്മളോട് ചെയ്തിട്ടില്ല. സെയിം ഇക്വേഷൻസ് തന്നെ എടുത്ത് അപ്ലൈ ചെയ്യുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത് 3 ഇക്വേഷൻസ് മനസ്സിലാക്കുക. ആ 3 ഇക്വേഷൻസ് മതി പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി. ഒന്നാമതായിട്ട് ബേസിക് ഇക്വേഷൻ, ദെൻ കൺവേർഷന് വേണ്ടിയുള്ള ഇക്വേഷൻ. ആ കൺവേർഷൻ മീറ്റർ പെർ സെക്കൻഡ് ടു കിലോമീറ്റർ പെർ അവറും അതേപോലെ കിലോമീറ്റർ പെർ അവർ ടു മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ. ടൈം എപ്പോഴും സെക്കൻഡ് ആകണമെന്നില്ല, നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ പോലെ ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്നത് മീറ്ററിലായതുകൊണ്ട് നമ്മൾ അതിനെ സെക്കൻഡിലേക്ക് ആക്കണം. മീറ്റർ പെർ സെക്കൻഡ് എന്നേ നമ്മൾ പറയുള്ളൂ. മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിലാക്കണം. സെയിം ടൈം കിലോമീറ്റർ ആണെങ്കിൽ അവറിലേക്ക് ആക്കാമായിരുന്നു നമുക്ക്, ആ രീതിയിൽ. So this one is clear, right? Let's move on to another one. Another practice question. An aeroplane covers a certain distance at a speed is given 240 km per hour in time 5 hours. Speed and time നമുക്ക് available ആണ്. To cover the same distance in 1 hour, it must travel at a speed of. So നമുക്ക് തന്നിരിക്കുന്നത് ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 240 കിലോമീറ്റേഴ്സ് പെർ അവർ 5 hours കൊണ്ടാണ് ഈ എയറോപ്ലെയിൻ ട്രാവൽ ചെയ്തിരിക്കുന്നത്. 1 hour കൊണ്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ എത്രയായിരിക്കണം സ്പീഡ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കണ്ടുപിടിക്കാമെന്ന് ശ്രമിച്ചേ. സോ നമുക്ക് ഇതിനകത്തൊന്നും ആദ്യം ഡിറൈവ് ചെയ്യാവുന്നത് എന്താ, നമുക്കിവിടെ കിലോമീറ്റർ സ്പീഡ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അവേഴ്സ് ടൈമും തന്നിട്ടുണ്ട്. സ്പീഡും ടൈമും അവൈലബിൾ ആണെങ്കിൽ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാല്ലേ. ഡിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കും. സ്പീഡും ടൈമും അവൈലബിൾ ആണ്, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കൂ. ഡിസ്റ്റൻസ് is equal to ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? Distance is equal to speed into time. Speed into time. So speed 240 kilometer per hour. Time 5 hours. So 240 into 5 എന്ന് പറഞ്ഞാൽ that is 1200. 1200 kilometer. Because നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ അവറും അവറുമാണ്. കൺവേർഷന്റെ യാതൊരു ആവശ്യവുമില്ല. 1200 കിലോമീറ്റർ കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ടു കവർ ദി സെയിം ഡിസ്റ്റൻസ് ഇൻ 1 hour. സോ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഡിസ്റ്റൻസ് അറിയാം. ടൈം എന്ന് പറയുന്നത് ഇനി 1 hour ആണ്. ടൈം 1 hour ആണെങ്കിൽ സ്പീഡ് എത്രയാണ്? ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു, യു വിൽ ഗെറ്റ് ദി ആൻസർ. കിലോമീറ്റർ ഇസ് ഗിവൺ, ടൈം ഇസ് 1 hour. അങ്ങനെയാണെങ്കിൽ സ്പീഡ് എത്രയായിരിക്കണം? ഓക്കെ,
ഓക്കെ, ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ റെഫർ ചെയ്തിട്ട് ഞാൻ അയച്ചു തരാം. എന്തായാലും എന്തോ ഒരു മിസ്റ്റേക്ക് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. 1200 വരെ ശരിയാണ്. അതിനുശേഷമുള്ള ഏരിയയിൽ എന്തോ മിസ്സിംഗ് ഉണ്ട്. ലെറ്റ് മി ചെക്ക്. അതിനുശേഷം ഞാനത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി അനദർ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ ഇസ് ഇഫ് എ പേഴ്സൺ വാക്സ് at 14 km per hour instead of 10 km per hour, he would have walked 20 km more. The actual distance traveled by him is. So question clear ആയിട്ടൊന്ന് വായിക്കുക. ഒരു ഇൻഡിവിജ്വൽ 14 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സഞ്ചരിച്ചിരുന്നെങ്കിൽ, ഓക്കെ, 14 കിലോമീറ്റർ പെർ അവർ ഇൻസ്റ്റെഡ് ഓഫ് 10 കിലോമീറ്റർ പെർ അവർ. ആക്ച്വലി അദ്ദേഹം സഞ്ചരിച്ചിരിക്കുന്നത് 10 കിലോമീറ്റർ പെർ അവർ മാത്രമാണ്. സെയിം ടൈം 14 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം 20 കിലോമീറ്റർ ട്രാവൽ ചെയ്തേനെ. ഇതാണ് ക്വസ്റ്റ്യൻ കൊണ്ട് വായിച്ചെടുക്കേണ്ടത്. ഇഫ് എ പേഴ്സൺ വാക്സ് 14 കിലോമീറ്റർ പെർ അവർ ഇൻസ്റ്റെഡ് ഓഫ് 10 കിലോമീറ്റർ പെർ അവർ. ആക്ച്വലി അദ്ദേഹം സഞ്ചരിച്ച 10 കിലോമീറ്റർ പെർ അവർ ആണ്. 14 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു സഞ്ചരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം 20 കിലോമീറ്റേഴ്സ് കൂടുതൽ ട്രാവൽ ചെയ്തേനെ. 20 കിലോമീറ്റേഴ്സ് മോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ദി ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ഹിം ഈസ്. അദ്ദേഹം ട്രാവൽ ചെയ്ത ആക്ച്വൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസിനെ നമുക്ക് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാം. ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ, ഓക്കെ, രണ്ട് കേസുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല, ആക്ച്വൽ ഡിസ്റ്റൻസ് സെയിം ആണ്. സോ രണ്ട് കേസുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, 14 കിലോമീറ്റർ പെർ അവറും 10 കിലോമീറ്റർ പെർ അവറും. ഇതിൽ 14 കിലോമീറ്റർ പെർ അവർ ട്രാവൽ ചെയ്തപ്പോൾ 20 കിലോമീറ്റർ മോർ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ സാധിച്ചേനെ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്ച്വലി അദ്ദേഹം സഞ്ചരിച്ചത് എക്സ് ബൈ 10 ആണ്. എക്സ് ഇസ് ദി ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എത്രയാ? 14, അതായത് എക്സ് ഡിവൈഡഡ് ബൈ 14 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അതിന്റെ ഒപ്പം 20 കൂടി അഡീഷണൽ സഞ്ചരിക്കാൻ സാധിച്ചതെന്നാണ് പറഞ്ഞത്, ഇതേ സ്പീഡിൽ സഞ്ചരിക്കുകയാണെങ്കിൽ. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ ക്ലൂ. സോ ഡിറൈവ് ചെയ്ത് നോക്കുക. ഇഫ് എ പേഴ്സൺ വാക്സ് 14 കിലോമീറ്റർ പെർ അവർ ഇൻസ്റ്റെഡ് ഓഫ് 10 കിലോമീറ്റർ പെർ അവർ, he would have walked 20 kilometers more. ഓക്കെ, അദ്ദേഹം ട്രാവൽ ചെയ്തത് 10 by x ആണ്, സോറി എക്സ് ബൈ 10 ആണ്. അതിനകത്തൊന്നും ഇൻ കേസ് 14 കിലോമീറ്റേഴ്സ് പെർ അവർ ആണ് ട്രാവൽ ചെയ്തിരുന്നെങ്കിൽ 20 കിലോമീറ്റേഴ്സ് മോർ സഞ്ചരിച്ചേനെ. ഓക്കെ, അതിൽ നിന്നാണ് നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തത്. ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 14 into x, that is 14x is equal to 10x plus 200. 10നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. 10x plus 10 into 20, 200. ഓക്കെ, എക്സിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. 14x minus 10x is equal to 200. So 4x is equal to 200. X will be 50. ഓക്കെ, സോ ആക്ച്വലി അദ്ദേഹം ട്രാവൽ ചെയ്തത് 50 കിലോമീറ്റർ ആണ്. ആ 50 കിലോമീറ്ററിൽ കൂടുതൽ അദ്ദേഹം ട്രാവൽ ചെയ്തതിനെ സ്പീഡ് കൂടിയിരുന്നെങ്കിൽ, സ്പീഡ് എന്ന് പറയുന്നത് 14 ആയിരുന്നെങ്കിൽ അദ്ദേഹം എക്സ് പ്ലസ് 20 പോയേനെ. പക്ഷെ ഇവിടെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് സോ എക്സിന്റെ വാല്യൂ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തത് മനസ്സിലായോ? ഫസ്റ്റ് ഇക്വേഷൻ, ഫസ്റ്റ് ഡിസ്റ്റൻസ്, ദാറ്റ് വാസ് എക്സ് ഡിവൈഡഡ് ബൈ സ്പീഡ്. എക്സ് ഡിവൈഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ കിട്ടി. ഇനി ടൈം സെയിം ആയതുകൊണ്ടാണ് ഇക്വേഷൻ അപ്ലൈ ചെയ്തത്. ടൈം സെയിം ആണ്, ടൈം മാറുന്നില്ല. ദെൻ അതേ രീതിയിൽ തന്നെ നിൽക്കുവാണെങ്കിൽ വീണ്ടും നമ്മൾ നോക്കേണ്ടത് എക്സിനേക്കാൾ 20 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിക്കാൻ സാധിച്ചേനെ. എത്ര സ്പീഡ് ആയെങ്കിൽ? 14 കിലോമീറ്റർ പെർ അവർ ആയിരുന്നെങ്കിൽ. ദാറ്റ് മീൻസ് എക്സ് ബൈ 10 അതിന് വരുന്ന ടൈമും, അതായത് ഈ ടൈം ഈസ് ഈക്വൽ ടു ദിസ് ടൈം. ഓക്കെ, സോ എക്സ് ബൈ 10 is equal to x plus 20 divided by 14. Substitute ചെയ്യുമ്പോൾ we'll get the kilometer. Kilometer is 50. ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ചെയ്ത് നോക്കണം കേട്ടോ, മസ്റ്റ് ആണ്, ചെയ്യാതെ പോകരുത്. വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക എക്സാമിന് മുമ്പായിട്ട്.
Okay, next question. Excluding stoppages, the speed of a bus is 54 km per hour, and including stoppages it is 45 km per hour. For how many minutes does the bus stop per hour? അതായത് നമുക്കിവിടെ തന്നിരിക്കുന്ന ഡേറ്റ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ഈ ക്വസ്റ്റ്യൻ ആണ് ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസിലെ ഏറ്റവും ഈസി. നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് വായിച്ചാൽ മതി. എക്സ്ക്ലൂഡിംഗ് സ്റ്റോപ്പേജസ്, നമ്മുടെ ബസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, ബസ് ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നുണ്ട്. ഈ നിർത്തലില്ലെങ്കിൽ, ഒരിടത്ത് നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സ്പീഡിൽ പോവുകയാണെങ്കിൽ ബസ് 1 മണിക്കൂറിനുള്ളിൽ ട്രാവൽ ചെയ്യുന്നത് 54 കിലോമീറ്റേഴ്സ് ആണ്. 54 കിലോമീറ്റേഴ്സ് പെർ അവർ ട്രാവൽ ചെയ്യാൻ സാധിക്കും. വേറസ് സ്റ്റോപ്പേജസ് വന്നു കഴിഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് നിർത്തിയത് കൊണ്ട് 45 കിലോമീറ്റേഴ്സ് പെർ അവർ മാത്രമേ അവർക്ക് ട്രാവൽ ചെയ്യാൻ സാധിച്ചുള്ളൂ. ഓക്കെ, സോ എത്ര മിനിറ്റ് ആണ്, ഹൗ മെനി മിനിറ്റ്സ് ഡസ് ദി ബസ് സ്റ്റോപ്പ് ഇൻ അവർ? 1 മണിക്കൂറിൽ എത്ര ടൈം ഈ ബസ് സ്റ്റോപ്പ് ചെയ്ത് കിടന്നു എന്നാണ് നമ്മളോട് ചോദ്യം. അതിനുവേണ്ടി ഇവിടെ തന്നിരിക്കുന്ന 9 എന്ന് പറയുന്നത് മിനിറ്റ് ആണോ? നോക്കൂ, ഇവിടെ തന്നിരിക്കുന്നത് കിലോമീറ്റർ ആണ്, റൈറ്റ്? 1 മണിക്കൂറിൽ 54 കിലോമീറ്റർ. ദെൻ ആക്ച്വലി അവർ സഞ്ചരിച്ചത് 45 കിലോമീറ്റർ. ദാറ്റ് മീൻസ് മിസ്സായിട്ടുള്ള കിലോമീറ്റർ 9 കിലോമീറ്റേഴ്സ് ആണ്. ഈ 9 കിലോമീറ്റേഴ്സ് ആണ് സ്റ്റോപ്പേജ് കാരണം കവർ ചെയ്യാൻ പറ്റാതെ പോയത്. ഓക്കെ, ലോസ് എന്ന് പറയുന്നത് ഈ 9 കിലോമീറ്റേഴ്സ് ആണ്. ഈ 9 കിലോമീറ്റേഴ്സിനെ നമ്മൾ 1 അവറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ടൈം. ഓക്കെ, അതിനുവേണ്ടി ചെയ്യേണ്ടത് 9 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ, സോ നമുക്ക് 54 അല്ലേ എക്സ്പെക്ട് ചെയ്തിരുന്നത്, സോ 54 കിലോമീറ്റർ സ്പീഡിലാണ് സഞ്ചരിക്കേണ്ടിയിരുന്നത് 1 മണിക്കൂറിലേക്ക്. സോ യൂസ് ദിസ് ഇക്വേഷൻ, 9 divided by 54 into 60. 9 divided by 54 into 60 ചെയ്ത് കഴിഞ്ഞാൽ you'll get 10. മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ 60 യൂസ് ചെയ്തത്. ഓക്കെ, അതർവൈസ് 9 കിലോമീറ്റർ ആണ് നഷ്ടമായിട്ടുള്ളത്. ആക്ച്വൽ കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുന്നത് 54 ആണ്. 9 divided by 54 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മണിക്കൂറാണ് നഷ്ടമായെന്ന് മനസ്സിലാവും. ഇവിടെ മണിക്കൂർ അല്ല നമുക്ക് വേണ്ടത്, മിനിറ്റ്സ് ആണ്. 9 divided by 54 into that minutes. മിനിറ്റ്സ് എന്ന് പറയുന്നത്, ടോട്ടൽ മിനിറ്റ്സ് എന്ന് പറയുന്നത് 60 ആണ്. 1 മണിക്കൂറിൽ 60 മിനിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ യു ഗോട്ട് 10 minutes. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ശ്രദ്ധിച്ചേക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. സ്റ്റോപ്പേജസ് ഇല്ലാതെ ബസ് സഞ്ചരിക്കുന്ന 1 മണിക്കൂറിൽ സഞ്ചരിക്കാവുന്ന ടോട്ടൽ കിലോമീറ്റർ അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് 1 മണിക്കൂറിൽ 54 കിലോമീറ്റേഴ്സ് സഞ്ചരിക്കും, റൈറ്റ്? പക്ഷെ ആക്ച്വലി ആ ബസ് സഞ്ചരിച്ചത് സ്റ്റോപ്പേജസ് വന്നപ്പോൾ 45 കിലോമീറ്റർ മാത്രമാണ്. സോ സ്റ്റോപ്പേജ് കാരണം നഷ്ടപ്പെട്ട കിലോമീറ്റർ എന്ന് പറയുന്നത് 54 മൈനസ് 45 9 കിലോമീറ്റർ ആണ്. ഈ 9 കിലോമീറ്ററിനെ മിനിറ്റ്സിലേക്ക്, എത്ര മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി? മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആ സ്റ്റോപ്പേജിൽ വന്നിട്ടുള്ള ടൈം എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 9 കിലോമീറ്റേഴ്സിനെ മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 9, ദെൻ ആക്ച്വൽ സ്പീഡ് എന്ന് പറയുന്നത് 54 കിലോമീറ്റർ പെർ അവർ ആണ്. 9 divided by 54 into, ഇനി നമുക്ക് അതിനെ കിട്ടുന്ന ആൻസർ 9 divided by 54 ചെയ്ത് കഴിഞ്ഞാൽ അവറിലായിരിക്കും. സോ മിനിറ്റ്സിലേക്ക് ആക്കാൻ വേണ്ടി 60 കൊണ്ട് ഡിവൈഡ് ചെയ്യും. യു വിൽ ഗെറ്റ് 10 minutes. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് റെഫർ ചെയ്യുക. അത് കൂടാതെ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ വേറെ തരുന്നുണ്ട്, MCQ ആയിട്ട്, മോക്ക് ടെസ്റ്റ് ആയിട്ട്. അതും കൂടി ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുക. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത 5 ടൈപ്പ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? അറ്റംപ്റ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു ലെക്ചർ അറ്റൻഡ് ചെയ്തത് മാത്രം പോരാ, നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയേ പറ്റൂ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്യുക എക്സാമിന് മുമ്പായിട്ട്, സോ ദാറ്റ് ആ ഒരു കൺസെപ്റ്റ് മൊത്തം മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ 7ാമത്തെ ടോപ്പിക്, റേഷ്യോ, പ്രൊപ്പോർഷൻ ആൻഡ് പെർസെൻറ്റേജ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ 7ാമത്തെ ടോപ്പിക്. ഇതിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ആയിരിക്കും. പെർസെൻറ്റേജിനെ പറ്റി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർസെൻറ്റേജിനെ പറ്റി നമ്മൾ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പറയും. അത് മതിയാവും. ഓക്കെ, സോ റേഷ്യോസിന്റെ ബേസിക് കൺസെപ്റ്റ്
ഒരു നമ്പറിനെ മറ്റൊരു നമ്പറിന്റെ പെർസെന്റേജ് ആയിട്ട് പറയാൻ വേണ്ടി, നമ്പറിന്റെ പാർട്ട് ആയിട്ട് പറയാൻ വേണ്ടിയാണ് നമ്മൾ റേഷ്യോ ഉപയോഗിക്കുന്നത് നോർമലി. രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള രണ്ട് ക്വാണ്ടിറ്റീസിനെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേം, അതാണ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോർമലി ഡിനോട്ട് ചെയ്യുന്നത് 2:A:B എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ ദാറ്റ് A:B is equal to A/B എന്നുള്ളത് ഓർത്തേക്കണം. ഓക്കെ, 5:9 എന്ന് പറഞ്ഞാൽ 5/9 ആണ് എന്നുള്ള കൺസെപ്റ്റ് ഒന്ന് ഓർത്താൽ മതി. നമുക്ക് റേഷ്യോ വച്ചുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. Let's do some questions. First one, A and B together have rupees 1,210. If 4/15 of A's amount is equal to 2/15 of B's amount, how much does B have? So നമുക്ക് തന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നോർമലി നമുക്കൊരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടാകും. അതിന്റെ ഒരു പോർഷൻ എയ്ക്കും ഒരു പോർഷൻ മറ്റൊരു പാർട്ടിക്കുമായിട്ടായിരിക്കും. എന്നിട്ട് ഇതിൽ നിന്നും സെക്കൻഡ് പാർട്ടിയുടെ ഫസ്റ്റ് പാർട്ടിയുടെ ഷെയർ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലൂടെ തന്നെ പോവുക. ക്വസ്റ്റ്യനിലൂടെ പോവുക എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി ടുഗദർ ഹാവ്, ദാറ്റ് മീൻസ് എയ്ക്കും ബിക്കും മൊത്തമായിട്ടുള്ളത് 1,210 ആണ്. ഓക്കെ, ദെൻ ഇഫ് 4/15 4 അതങ്ങനെ തന്നെ ചെയ്തു പോവുക. 4/15 ഓഫ് A's amount is equal to 2/15 of B's amount. Okay, 4/15 A is equal to 2/15 2/5 of B. ഇതാണ് നമ്മൾ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. Then how much amount does B have? സോൾവ് ചെയ്യാൻ പറ്റുമോ ഇത്? 4/15 A is equal to 2/15 B. അങ്ങനെയാണെങ്കിൽ ബിയുടെ എമൗണ്ട് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യൂ. ഓ, ഞാൻ 15 ആണോ എഴുതിയിരിക്കുന്നത്? സോറി, ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. 2/5. 2/5 B. ഓക്കെ, ഓക്കെ, സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന നമ്മളിപ്പോൾ ഐഡന്റിഫൈ ചെയ്ത ഇക്വേഷനെ ഒന്ന് സോൾവ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 4/15 A is equal to 2/5 B എന്നാണ്. സോ ദാറ്റ് A is equal to 2 divided by 5 into, ഞാൻ ഈ 4/5 അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് 15 divided by 4. ഓക്കെ, into B. ഇങ്ങനെ കിട്ടുമല്ലോ. ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ A is equal to 3/2. A is equal to 3/2 B. A is equal to 3/2 B എന്ന് കിട്ടി. That means A/B, ഞാൻ ആ B ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണ്. A/B is equal to 3/2. So A is to B, A/B എന്ന് പറഞ്ഞാൽ A is to B ആണ്. A is to B is equal to 3:2. എയുടെ ഷെയർ 3ഉം ബിയുടെ ഷെയർ 2ഉം ആണ്. ഓക്കെ, സോ ബിയുടെ ഷെയർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് 2/5 എടുത്താൽ മതി. ഈ തന്നിരിക്കുന്ന ഫിഗറിന്റെ 1,210ന്റെ 2/5 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ബിസ് ഷെയർ. എത്ര വരും 2/5? That is 484, right? Okay, 242 into 2, that will be 484. Doubts വല്ലതും ഉണ്ടോ ഇതിനകത്ത്?
എല്ലാവർക്കും കിട്ടിയില്ല ആൻസർ? ഓക്കെ, സോ നമ്മൾ പുതിയ ഏരിയയിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ആക്റ്റീവായേ, വേഗമാട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Two numbers are respectively 20% and 50%, more than third number. Two numbers are 20% and 50% more than third number. The ratio between the two numbers is. Okay, മൂന്നാമത്തെ നമ്പറിനേക്കാൾ 20%ഉം 50%ഉം കൂടുതലാണ്. So there are three numbers A, B, C. Okay, ഈ മൂന്ന് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് എയുടെ റേഷ്യോ 20% കൂടുതലാണ് സിയെക്കാളും, ദെൻ ബിയുടെ റേഷ്യോ 50% കൂടുതലാണ് സിയെക്കാളും, സിയുടെ റേഷ്യോ നമുക്ക് അറിയില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ വെച്ച് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അധികം കാൽക്കുലേഷൻസിലേക്ക് ഒന്നും പോകണ്ട. ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. സിയുടെ എക്സിനെ നമ്മൾ അങ്ങ് 100 എന്ന് അസ്യൂം ചെയ്യാം. ലെറ്റ്സ് അസ്യൂം സി ഈസ് 100. 100 ആണെങ്കിൽ A will be 120, right? B will be 150. ആണല്ലോ. സിയെക്കാളും 20% കൂടുതലാണ് A, that will be 120. സിയെക്കാളും 50% കൂടുതലാണ് B, 150 ആണ് കിട്ടുക. സോ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ദി റേഷ്യോ ബിറ്റ്വീൻ ടു നമ്പേഴ്സ്, ആദ്യത്തെ ടു നമ്പേഴ്സ് തമ്മിലുള്ളത്, അതായത് 1 ഉം 2 ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. 120 is to 150. 120 is to 150 എന്ന് പറഞ്ഞാൽ that will be 4 is to 5. 2 is to 5 എന്നൊന്നും പറയല്ലേ കേട്ടോ. 4 is to 5. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം മറക്കരുത്. ചെയ്യാൻ ഏറ്റവും ഈസിയാണ്. ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓർക്കേണ്ടത് സി എ അങ്ങ് അസ്യൂം ചെയ്യുക. സി എ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള പെർസെന്റേജ് 100 ആണ്. 100 ആയിട്ട് അസ്യൂം ചെയ്യാം. ദെൻ എയും ബിയും നമുക്ക് കിട്ടും. ദെൻ എയും ബിയും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. 4 is to 5. Okay. Next one. Next question. A sum of money is to be distributed among A, B, C, D in the proportion of 5 is to 2 is to 4 is to 3. If C gets rupees 1000 more than D, what is B's share? Cക്ക് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സം ഓഫ് മണി, ആ സം ഓഫ് മണി 4 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. എ, ബി, സി, ഡി ഇവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പ്രപ്പോർഷൻ നമുക്ക് തന്നിട്ടുണ്ട് 5, 5 is to 2 is to 4 is to 3. ദെൻ സിക്ക് ഡിയേക്കാൾ 1000 റുപ്പീസ് കൂടുതൽ കിട്ടുവാണെങ്കിൽ ബിയുടെ ഷെയർ എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ വെച്ചിട്ട് തന്നെ നോക്കാം. ഇത് 2-3 രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നാലും ഏറ്റവും എളുപ്പമുള്ള വഴി റേഷ്യോ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അതായത് 1000 മോർ ദാൻ ഡി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി. സിക്ക് ഡിയേക്കാൾ 1000 കൂടുതൽ കിട്ടണമെങ്കിൽ സിക്ക് കിട്ടുന്ന തുക എത്രയായിരിക്കണം അല്ലേ? സിക്ക് 4000 ആയാലല്ലേ ഡിക്ക് 3000 ആവുള്ളൂ. അത് നമ്മുടെ ലോജിക്കാണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തന്നെ സിക്ക് 4000 ആവുകയാണെങ്കിൽ ഡിക്ക് 3 ആണ്. ദാറ്റ് വിൽ ബി 3000. എക്ക് 2 ആണ്, ബിക്ക് 2 ആണ്. ദാറ്റ് വിൽ ബി 2000. ആൻസർ ഈസ് 2000. ഇനി സെയിം ക്വസ്റ്റ്യൻ ഇങ്ങനെ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ചെയ്യാം. ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 5% ആണ്. ദാറ്റ് മീൻസ് 5x is to 2x is to 4x is to 3x. ഇതാണ് നമുക്ക് റേഷ്യോ തന്നിരിക്കുന്നത്. എക്സ് മീൻസ് ഒരു ഫിഗർ, എക്സിന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ എത്രയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. സോ 5x, 2x, 4x and 3x. ഓക്കെ, ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ എന്ന് പറഞ്ഞാൽ 4x minus 3x is equal to 1000 എന്നാണ് അല്ലെ. ഇത് സിയുടെയും ഇത് ഡിയുടെയുമാണ്.
C minus D is equal to 1000 എന്ന് നമ്മളോട് പറയുന്നുണ്ട്. So 4x minus 3x is 1000. That means x is equal to 1000. x 1000 ആണെങ്കിൽ b യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വല്ല പാടുണ്ടോ? b ക്ക് 2x ആണ്. b ക്ക് കിട്ടേണ്ടത് 1000 into 2. That will be 2000. Okay. Hope this one is clear, right? Okay. Next one. Seats of mathematics, physics and biology in a school are in the ratio of 5:7:8. 5:7:8. There is a proposal to increase the seat by 40%, 50% and 75% respectively. What will be the ratio of increased seats? അതായത് നിലവിൽ ഒരു സ്കൂളിൽ മാത്തമാറ്റിക്സിനും ഫിസിക്സിനും ബയോളജിക്കുമുള്ള സ്റ്റുഡൻസിന്റെ റേഷ്യോ ആണ് 5:7:8 എന്നുള്ള റേഷ്യോയിലാണ് സ്റ്റുഡൻസിന്റെ കൗണ്ട് വരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പ്രപ്പോസൽ പ്രകാരം മാത്തമാറ്റിക്സിൽ 40% സീറ്റുകൾ ഇൻക്രീസ് ചെയ്യുന്നു, അതേപോലെ ഫിസിക്സിൽ 50% സീറ്റുകൾ ഇൻക്രീസ് ചെയ്യുന്നു, അതേപോലെ ബയോളജിയിൽ 75% സീറ്റുകൾ ഇൻക്രീസ് ചെയ്യാനുള്ള പ്രപ്പോസൽ വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്രയായിരിക്കും പുതിയ റേഷ്യോ എന്നാണ് നമ്മളോടുള്ള ചോദ്യം. ഓക്കെ, ചെയ്യാൻ പറ്റുമോ? റേഷ്യോന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് ഒരു ഫിഗറിലേക്ക് ഇട്ടാൽ മതി, നമുക്ക് ആൻസർ എത്താൻ സാധിക്കും. ഓക്കെ, സോ ലെറ്റ്സ് അസ്യൂം ദ ടോട്ടൽ ഫിഗർ ഈസ് 100. ടോട്ടൽ ഫിഗർ 100 ആണെങ്കിൽ 5%, 5 എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ 50 ആക്കി എടുക്കുന്നു. 50 ഈസ് ടു 70 ഈസ് ടു 80. ഇതെന്റെ അസംഷൻ ആണ്, ജസ്റ്റ് ഒരു അസംഷൻ ആണ്. അതേ റേഷ്യോ തന്നെ കാൽക്കുലേഷൻ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി 5:7:8നെ 5:7:8നെ ഞാൻ 50:70:80 ആക്കി മാറ്റുന്നു. ഓക്കെ, ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ 50ൽ എന്ത് സംഭവിക്കുന്നു? 40% ഹൈക്ക് ഉണ്ട്. 50 into 40%. ഓക്കെ, അതേപോലെ 70ൽ 50% ഹൈക്ക് ഉണ്ട്. Then third one is 80ൽ 75% ഹൈക്ക് ഉണ്ട്. ഓക്കെ, സോ ഈ 40% എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 40% കണ്ടുപിടിച്ചിട്ട് 50യുടെ ഒപ്പം ആഡ് ചെയ്യുക. അതേപോലെ തന്നെ 70യുടെ 50% കണ്ടുപിടിച്ചിട്ട് 70യുടെ ഒപ്പം ആഡ് ചെയ്യുക. ബിക്കോസ് ഒറിജിനൽ ഫിഗർ ഈസ് ദെയർ. 50 പ്ലസ് 50യുടെ 40%, 70 പ്ലസ് 70യുടെ 50%, 80 പ്ലസ് 80യുടെ 75%. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള കൗണ്ട് എത്രയാണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, നിലവിലുള്ള ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ പെർസെന്റേജ് എടുത്താൽ മതി, അതിന്റെ റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. സോ ലെറ്റ്സ് ട്രൈ. ഓക്കെ, സോ 50യുടെ 40%, 5 into 4 is 20. That is 20. 20 plus 50. ഇനീഷ്യലി ഉള്ള 50 ഉണ്ടല്ലോ, 50യുടെ ഒപ്പം 20 സീറ്റും കൂടി ആഡ് ചെയ്യുന്നു. That is 70, right? ടോട്ടൽ വരുന്നത് 70 ആണ്. അതേപോലെ തന്നെ 7 into 5 is 35. 35 plus 70, that will be 105. Likewise 8 into 7, 75. 8 into 7.5 ചെയ്യുക. You will get 170. Okay, that will be 140 കിട്ടും അല്ലേ? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 80യുടെ 70% എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 75%. ഇങ്ങനെയുള്ള പെർസെന്റേജുകൾ കിട്ടിയാൽ, 75 പോലുള്ള പെർസെന്റേജ് കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ അതിനെ ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ആക്കി മാറ്റുക. 75% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3/4 ആണ് അല്ലേ? 75% എന്ന് പറഞ്ഞാൽ 3/4 ആണ്. സോ 80 into 3/4 ചെയ്ത് കഴിഞ്ഞാൽ 75% നമുക്ക് കിട്ടും. സോ 80 into 3/4 ചെയ്യുക നമുക്ക് എളുപ്പമല്ലേ? 20 into 3, that is 60. ഓക്കെ, സോ 60 നമുക്ക് ഇവിടെ കിട്ടുന്നു. പ്ലസ് ഓൾറെഡി ഉള്ള 80 ഉണ്ട്. ദാറ്റ് വിൽ ബി 140. സോ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 70:105:140 ആണ്.
ഇതിന്റെ റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആൻസർ ആയി. ഓക്കെ, ഇതിന്റെ റേഷ്യോ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഡിവൈഡ് ചെയ്ത് നോക്കുക. കോമൺ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട്. കോമൺ ആയിട്ടുള്ളത് 70യിൽ 105ലും 140ലും കോമൺ ആയിട്ട് പോകുന്നത് 5 ആണ്. സോ 70യിൽ 5 എത്ര പ്രാവശ്യം പോകുന്നു പറയും? 70യിൽ 5 14 ടൈംസ് പോകുന്നു. 105ൽ 21 ടൈംസ് പോകുന്നു. 140യിൽ 28 ടൈംസ് പോകുന്നു. ഓക്കെ, അഗെയിൻ 14, 21 ആൻഡ് 28 7ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ 7 പോകും. 2:3:4. The new ratio is 2:3:4. Okay. So how do you feel? Comfortable? ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ കംഫർട്ടബിൾ ആണോ നിലവിൽ? ഓക്കെ, ആൻസർ കിട്ടത്തില്ല, വേഗമാട്ടെ. ആർ യു കംഫർട്ടബിൾ? രണ്ടുപേര് മാത്രമാണ് റിപ്ലൈ ചെയ്യുന്നത്. കംഫർട്ടബിൾ ആണോ പെർസെന്റേജ് പ്രോബ്ലംസ്? ട്രൈ ചെയ്യൂ, റിപ്പീറ്റ് ചെയ്യുക, നമുക്ക് കിട്ടും. ഓക്കെ, we'll do another one. A mixture of. ലാസ്റ്റ് റേഷ്യോ കിട്ടിയത് ഒന്നും കൂടി പറയുമോ? ലാസ്റ്റ് റേഷ്യോ, this one. Okay, not so easy. Yeah, let's try to make it easy. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, ചില ആളുകൾക്ക് ക്ലാരിറ്റി വന്നിട്ടില്ല, അതിനു വേണ്ടിയാണ് നമ്മളിവിടെ ചെയ്തത്. ഇത് നമ്മളുടെ മിയർ അസംപ്ഷൻ ആണ്. ബിക്കോസ് നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 5:7:8 ആണ്. 5:7:8 എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് കാൽക്കുലേഷൻ എളുപ്പം 50:70:8 എഴുതുന്നതാണ്. രണ്ടും സെയിം ആണ്, ഒരു വ്യത്യാസവുമില്ല. സോ ഞാൻ 50:70:8 അത് എഴുതി. അത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തന്നിരിക്കുന്നത് 40% ഇൻക്രീസ് ഓഫ് 50. 40% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ 40%, 50യുടെ 40% എന്ന് പറഞ്ഞാൽ 20 ആണ്. സോ 50യുടെ ഒപ്പം 20 കൂടി ആഡ് ചെയ്യുന്നു. ന്യൂ ഫിഗർ ഇസ് 70. ലൈക്വൈസ് 50% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഫിഗർ 50% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ 70യുടെ 50% പകുതി 35 ഇൻക്രീസ് ചെയ്യുന്നു. ടോട്ടൽ വിൽ ബി 105. ദെൻ മൂന്നാമത്തെ ഫിഗർ 8 ആയിരുന്നു. 8 എന്ന് പറയുന്നത് 75% ഇൻക്രീസ് ചെയ്തു. 8നെ 75% ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ that will be 16. 16, 18 കൂടി ആഡ് ചെയ്യുന്നു. തേർഡ് ഫിഗർ ഈസ് 140. സോ എനിക്ക് പുതിയ 3 ഫിഗേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് 70, സെക്കൻഡ് 105, ദെൻ തേർഡ് ഈസ് 140. ഇത് തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 70:105:140. 70:105:140. സോ ഇതിൽ കോമൺ ആയിട്ട് പോകുന്നത് നമ്മൾ സാധാരണ ഡിവിഷൻ ചെയ്യുന്നത് പോലെ കോമൺ ആയിട്ട് പോകുന്നത് 5 ആണ്. 5 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 14:21:28 കിട്ടി. അതിനെ അഗെയിൻ ഞാൻ 7 കോമൺ ആണ്, 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ വി ഗോട്ട് ദി ഫൈനൽ റേഷ്യോ 2:3:4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. On a mixture of 60 liters, in a mixture of 60 liters, the ratio of milk and water. മിൽക്കും വാട്ടറും തമ്മിലുള്ള റേഷ്യോ തന്നിരിക്കുന്നത്. മിൽക്കും വാട്ടറും തമ്മിൽ 2:1 ആണ് റേഷ്യോ. If this ratio is to be 1:2, then the quantity of water to be further added is. ഓക്കെ, നമുക്കിപ്പോ തന്നിരിക്കുന്ന മിക്സ്ചർ 60 ലിറ്ററിന്റെ ഒരു മിക്സ്ചർ ഉണ്ട്. 60 ലിറ്ററിന്റെ മിക്സ്ചറിനകത്ത് നിലവിൽ പാലും വെള്ളവും കൂടി ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ മിൽക്ക് എന്ന് പറയുന്നത് 2 പാർട്ടും വാട്ടർ എന്ന് പറയുന്നത് 1 പാർട്ടുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ റേഷ്യോവിനെ നേരെ തിരിച്ചാക്കണം. അതായത് മിൽക്ക് 1 പാർട്ടും വാട്ടർ 2 പാർട്ടും ആക്കണമെങ്കിൽ ഞാൻ എങ്ങനെ അതിനകത്ത് ചേഞ്ച് വരുത്തണം? എത്രമാത്രം വാട്ടർ അതിനകത്ത് ആഡ് ചെയ്യേണ്ടി വരും? ദിസ് ഈസ് ദി ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് നിലവിൽ ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഈസിയാണ്. 60 ലിറ്റേഴ്സ് ആണ് ടോട്ടൽ. 60 ലിറ്റേഴ്സിൽ മിൽക്ക് എത്രയാണ്? മിൽക്ക് എന്ന് പറയുന്നത് 2/2/3 ആണ് അല്ലെ? 3 എന്ന് പറയുമ്പോൾ 2 + 1 is 3. സോ 2/3 ആണ് മിൽക്ക്. വാട്ടർ എത്രയാണ്? വാട്ടർ 60 × 1/3 ആണ് വാട്ടർ. ഓക്കെ, സോ 60 × 2/3 എന്ന് പറയുമ്പോൾ that will be 40. 60 × 1/3 എന്ന് പറയുമ്പോൾ that is 20. ഓക്കെ, സോ
ഈ മിൽക്കിൽ വേരിയേഷൻ വരുത്താതെ, മിൽക്ക് എന്ന് പറയുന്നത് 40 തന്നെയാണ്. മിൽക്ക് എന്ന് പറയുന്നത് 40 തന്നെയാണ്. No, no, no. That's not the right answer. Okay. Anyway, മിൽക്ക് 40 ആയിട്ട് നിലനിൽക്കുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രമാത്രം വാട്ടർ ആഡ് ചെയ്യണം എന്നാണ്. അതായത് ഈ റേഷ്യോ, ഇപ്പോഴുള്ള റേഷ്യോ എന്താണ്? 2:1 ആണ്. ഈ 2:1 എന്ന് പറയുന്ന റേഷ്യോ 1:2 ആകണമെങ്കിൽ എത്രമാത്രം വാട്ടർ ആഡ് ചെയ്യണം? അതായത് മിൽക്കിന്റെ ഇരട്ടി വാട്ടർ വരണം. മിൽക്കിന്റെ ഇരട്ടി എത്രയാ? 80 ആകണം. ഓക്കെ, മിൽക്ക് ഈസ് 40, 80 ആണ് വാട്ടർ 80 ആകണമെങ്കിൽ എത്ര ആഡ് ചെയ്യണം? 20 80 ആക്കണമെങ്കിൽ 60 ലിറ്റേഴ്സ് കൂടി ആഡ് ചെയ്യണം. സോ ദി ആൻസർ ഈസ് 60 ലിറ്റേഴ്സ്. കുഴപ്പമില്ലല്ലോ, എളുപ്പമല്ലേ? ഒന്നുകൂടി ശ്രദ്ധിക്കൂ. മിക്സ്ചർ ടോട്ടൽ 60 നമ്മളുടെ കയ്യിൽ ടോട്ടൽ ഉണ്ട്. അതിൽ നിന്ന് മിൽക്കിനെ ഐഡന്റിഫൈ ചെയ്തു. മിൽക്ക് എന്ന് പറയുന്നത് 2/3 ആണ്. സോ വി ഗോട്ട് 40. അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. 40 കിട്ടി. അതേപോലെ തന്നെ വാട്ടർ എത്രയെന്ന് ഐഡന്റിഫൈ ചെയ്തു. 1/3 ആണ്. ദാറ്റ് വിൽ ബി 20. 40 20 കിട്ടി. ഈ മിൽക്ക് എന്ന് പറയുന്ന പോർഷന്റെ ഇരട്ടി ആകണം വാട്ടർ. അതല്ലേ 1/2 എന്ന് പറയാം. 1:2 എന്ന് പറഞ്ഞാൽ മിൽക്ക് ഈസ് ടു വാട്ടർ. മിൽക്കിന്റെ ഡബിൾ ആവണം. മിൽക്കിന്റെ ഡബിൾ ആകണമെങ്കിൽ 80 ആകണം. സോ ദാറ്റ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 60 ലിറ്റേഴ്സ് ആണ്. സോ ദി ആൻസർ ഈസ് 60. ഓക്കെ, ക്ലിയർ ആണല്ലോ? ലെറ്റ്സ് മൂവ് ഓൺ. നെക്സ്റ്റ് വൺ. Previous question. If 152 is divided into 4 parts proportional to 3, 4, 5 and 7, then the smallest part is. അതായത് ഒരു ടോട്ടൽ ആയിട്ടുള്ള 152നെ നിങ്ങൾ ഡിഫറെന്റ് പ്രൊപ്പോർഷണലി ഡിവൈഡ് ചെയ്യുന്നു. 4 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു പോർഷൻ 3 യൂണിറ്റ്സ് വരുന്നുണ്ട്, ഒരു പോർഷനിൽ 4 എണ്ണം വരുന്നുണ്ട്, ദെൻ 5 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്. അതായത് ഈ തന്നിരിക്കുന്ന 4 പാർട്സ് എന്ന് പറയുന്നത് 3:4:5:7 ആണ്. ഓക്കെ, ഈ രീതിയിലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതിൽ സ്മോളസ്റ്റ് പാർട്ട് ഏതാ? സ്മോളസ്റ്റ് പാർട്ട് 3, റൈറ്റ്? കുഴപ്പമൊന്നുമില്ലല്ലോ. 3 ആണ് ഏറ്റവും സ്മോളസ്റ്റ് പാർട്ട്. ഈ 3യുടെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3യുടെ വാല്യൂ എത്രയാണ്? 152ൽ 3യുടെ വാല്യൂ എത്രയാണ്? സോ 152നെ ടോട്ടൽ എത്രയാ? 3 + 7 + 3 + 4 + 5 + 7. That will be 3 + 4 is 7. 7 + 7 is 14. 19, right? So 152 into 3/19 ചെയ്യുക, നമുക്ക് ആൻസർ കിട്ടും. 152 3 അതിന്റെ 3 പാർട്ട് എത്രയാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. 3/19 you will get, ഇത് പോവുമല്ലോ, ഇത് 8 ആണ്. 8 into 3 is 24. So the answer is 24. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാം, ചോദിച്ചിട്ടുണ്ട്. ഇത്രയും എളുപ്പമാണ്. മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. In a new budget, the price of petrol rose by 25%. പെട്രോളിന്റെ പ്രൈസ് 25% കൂടിയിട്ടുണ്ട്. By how much percent must a person reduce his consumption so that expenditure on it does not increase? അതായത് പെട്രോളിന്റെ പ്രൈസ് ഇത്രയും 25% കൂടി. അപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനകത്തുള്ള എക്സ്പെൻഡിച്ചർ കുറയ്ക്കാതിരിക്കാൻ എത്ര ശതമാനം നമ്മൾ അതിന്റെ കൺസംഷൻ കുറയ്ക്കണം? എത്ര ശതമാനം കുറച്ച് പെട്രോൾ നമ്മൾ മേടിക്കണം എന്നുള്ളതാണ് ചോദ്യം. Let me repeat. In a new budget, the price of petrol is rose up by 25%. 100 രൂപയായിരുന്നു പെട്രോളിന്റെ പ്രൈസ് എങ്കിൽ ഇനി അങ്ങോട്ടേക്ക് 125 രൂപയാണ്. By how much percent must a person reduce his consumption? അതായത് ഈ പറയുന്ന പെട്രോൾ മേടിക്കുന്നത് എത്രമാത്രം കുറച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്പെൻഡിങ്ങിൽ വേരിയേഷൻ വരില്ല, നമുക്ക് ഒരേ എമൗണ്ട് തന്നെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ചോദ്യം. ഒന്ന് ചിന്തിച്ചിട്ട് പറയാമോ? നോർമലി പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഏരിയയിൽ കോസ്റ്റ് പ്രൈസും
അതേപോലെ ക്രോസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് എടുക്കാൻ വേണ്ടി, അതേപോലെ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റിക്വയർഡ് പെർസെൻറ്റേജ്. ഇവിടെ റിക്വയർഡ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ്, ഒന്ന് ഓർത്തേക്ക്. റിക്വയർഡ് പെർസെൻറ്റേജ് നമുക്കിവിടെ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് എത്രയാ? 25% ആണ്. 25% ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ 100 പ്ലസ് ദിസ് പെർസെൻറ്റേജ് 25 ഡിവൈഡ് ബൈ 100 പ്ലസ് 25. ഇത് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. നമുക്ക് സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു വേരിയേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ്. സെയിം ഇക്വേഷൻ ആണ് ഇവിടെയും വേണ്ടത്. റിക്വയർഡ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്ന പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് പെർസെൻറ്റേജ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് വിൽ ബി 25 ഡിവൈഡ് ബൈ 125. പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. യു വിൽ ഗെറ്റ് 20%. സോ നോർമലി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ക്ലൂ കൂടി പറയാം. വെനെവർ സെല്ലിംഗ് പ്രൈസ് ഇസ് 20%, 25%, നമ്മളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 20% ആയിട്ട് വരും. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ ബജറ്റ് പ്രകാരം പെട്രോളിന്റെ പ്രൈസ് 25% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക്, അതായത് നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി 20% കൺസംഷൻ കുറച്ചാലേ 25% ആയി മാറും. ഓക്കെ, സോ 25 ആൻഡ് 20 അതൊരു റൈറ്റ് ഡയറക്ഷനിലാണ് എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, 25% കോസ്റ്റും സെല്ലിംഗ് പ്രൈസും പഠിക്കുമ്പോൾ പറയാവുന്ന കാര്യമാണ്. അതിനകത്താണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തേക്കുക. ഈ ഇക്വേഷൻ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. എ ട്രേഡർ മിക്സസ് 3 varieties of refined oil costing ₹100. സോ 3 വെറൈറ്റീസ് ഓഫ് ഓയിൽ ആണ്. ഒന്ന് 100 റുപ്പീസിന്റെ, ദെൻ ഒന്ന് 40 റുപ്പീസിന്റെ, ദെൻ മറ്റൊന്ന് 60 rupees per liter in the ratio of 2:4:3 and sells the mixture at ₹66 per liter. ഓക്കെ, ഈ ഒരു റേഷ്യോയിൽ ഈ 3 മെറ്റീരിയലും മിക്സ് ചെയ്തതിനു ശേഷം അദ്ദേഹം വിൽക്കുന്നത് 1 ലിറ്ററിന് 66 രൂപ വെച്ചിട്ടാണ്. ഓക്കെ, വാട്ട് ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഡിഡ് ഹി മേക്ക്? ഓക്കെ, ഇതിനകത്തൊന്നും അദ്ദേഹത്തിന് കിട്ടുന്ന പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? സോ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ കോസ്റ്റ് ഓഫ് മിക്സ്ചർ കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് മിക്സ്ചർ നമുക്കിവിടെ 3 കോസ്റ്റുകൾ തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, 3 കോസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആ 3 കോസ്റ്റിന്റെയും പ്രപ്പോർഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതായത് ഫസ്റ്റ് കോസ്റ്റ് 100 ആണ്, പ്രപ്പോർഷൻ 2 ആണ്, റൈറ്റ്, 2. അതേപോലെ രണ്ടാമത്തത് 40 ആണ്, പ്രപ്പോർഷൻ ഈസ് 4. മൂന്നാമതായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് മൂന്നാമത്തെ ഫിഗർ എത്ര? 60 ആണ്, ഇൻറ്റു 3. ഇത് മൂന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് മിക്സ്ചർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. മൂന്നും ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 200 പ്ലസ് 160 പ്ലസ് 180. 200 plus 160 plus 180, that will be 540. ഇതാണ് ടോട്ടൽ കോസ്റ്റ്, മിക്സ്ചറിന്റെ ടോട്ടൽ കോസ്റ്റ്. ഈ ടോട്ടൽ കോസ്റ്റിനകത്ത് ഓക്കെ, ടോട്ടൽ കോസ്റ്റ് 540 ആണെന്ന് പറയുന്നു. ട്രേഡർ മിക്സസ് 3 varieties of refined oil costing per liter. അതായത് 3 ലിറ്റർ ആണ്, അതായത് ഓരോന്നിനും ഈ റേറ്റ് പറഞ്ഞിരിക്കുന്നത് പെർ ലിറ്റർ ആണ്, റൈറ്റ്. ടോട്ടൽ ഉള്ളത് ഈ റേഷ്യോ ഒന്ന് നോക്കുക, 2:4:3 ആണ്. ആ റേഷ്യോ വെച്ചിട്ട് നമ്മൾ ടോട്ടൽ എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ എത്രയാണ്? ഡിവൈഡഡ് ബൈ ചെയ്യാൻ 2 + 4 is 6 plus 3 is 9. 9 അല്ലേ ടോട്ടൽ? ഡിവൈഡഡ് ബൈ 9. or else you can do this thing as well. ഞാൻ ഈ 9 ചെയ്തില്ല, 9 ചെയ്യാൻ വേണ്ടി അവസാനത്തേക്ക് മാറ്റിയതാണ്. അതായത് സാധാരണ നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ 9 ചെയ്യാൻ വേണ്ടി അവസാനത്തേക്ക് മാറ്റി 9 ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി
So you got 60, right? 60 ആണ് ഇവിടെ കിട്ടുന്നത്. Then എത്രയായിരുന്നു സെല്ലിംഗ് പ്രൈസ്? 66 ആണ്. ഇതുവരെ ചെയ്തതിനകത്ത് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. Is it clear? ഇല്ലെങ്കിൽ നോ പറയൂ പ്ലീസ്. കോസ്റ്റ് ഓഫ് ദ മിക്സ്ചർ പെർ ലിറ്റർ ആണ് 60. കോസ്റ്റ് ഓഫ് ദി മിക്സ്ചർ പെർ ലിറ്റർ ആണ് 60. Yeah, right. Okay. Per liter. Per liter നമുക്ക് 60 കിട്ടി. ബിക്കോസ് നമ്മൾ കാൽക്കുലേഷനകത്ത് ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇത് പെർ ലിറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി മറ്റേ രീതി ചെയ്യാമായിരുന്നു. അതായത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. അതായത് 100 into 2/9 plus 40 into 4/9. കാൽക്കുലേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആവുന്നതുകൊണ്ട് ഈ ബൈ 9 എല്ലാം ഞാൻ അവസാനത്തേക്ക് മാറ്റി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവസാനം കിട്ടിയ ആൻസർ ഡിവൈഡ് ബൈ 9 ചെയ്തപ്പോൾ യു ഗോട്ട് 60, റൈറ്റ്? ഈ 60 എന്ന് പറയുന്നത് 1 ലിറ്ററിന്റെ കോസ്റ്റ് പ്രൈസ് ആണ്. 1 ലിറ്ററിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാ? 66 ആണ് സെല്ലിംഗ് പ്രൈസ്. ദാറ്റ് മീൻസ് പ്രോഫിറ്റ് വിൽ ബി 66 minus 60, 6 rupee. 6 രൂപയാണ് പ്രോഫിറ്റ്. ആ 6 രൂപ കോസ്റ്റ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 6 രൂപ കോസ്റ്റ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണ്? ബിക്കോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ പറയുന്നത്. 6 രൂപ എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് 60 ആണ് into 100. 6 divided by 60 into 100, that will be 10%. നമ്മളുടെ ആൻസർ to 10%. Okay. Yeah. Okay, one more, and this will be the last one. Previous question 2019. If 60% of A minus B is equal to 40% of A plus B, then what is the percentage of A is B? What percentage of A is B? Question ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. 60% of A minus B is 40% of A plus B. അങ്ങനെയാണെങ്കിൽ എയുടെ എത്ര പെർസെൻറ്റേജ് ആണ് ബി എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. സോ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അപ്ലൈ ചെയ്താൽ മതി. 60% of 60 divided by 100 into A minus B is equal to 40 divided by 100 into A plus B. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് ആദ്യം തന്നെ. ഓക്കെ, ആ തന്നിരിക്കുന്ന ഐറ്റം തന്നെ ഇക്വേഷൻ നമ്മൾ എഴുതി. ഇനി ചെയ്യേണ്ടത് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. 100 ഇവിടെ രണ്ടിടത്തും 100 അല്ലേ, ഞാൻ ഇതിനെ ക്യാൻസൽ ചെയ്യുന്നു. സോ 60A minus 60B is equal to മൾട്ടിപ്ലൈ ചെയ്യുകയാണ് 40A plus 40B. ഓക്കെ, ദെൻ എയും ബിയെയും അതാത് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു, എ ഒരുമിച്ചാക്കുന്നു. സോ 60A minus 40A is equal to 60B plus 40B. ഓക്കെ, ക്ലിയർ അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 20A is equal to 100B. 20A is equal to 100B എന്ന് കിട്ടി. That means A is equal to 100 divided by 20B. That is A is equal to 1/5. 1/5. Okay, 1/5B. 1/5B അതായത് എയുടെ 1/5 ആണ് ബി ആയിട്ട് വരിക. എയുടെ 1/5 ആണ് ബി എന്ന് പറഞ്ഞാൽ എ 100% ആണെങ്കിൽ ബി വിൽ ബി 20%. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നതല്ലേ, വാട്ട് പെർസെൻറ്റേജ് ഓഫ് എ ഈസ് ബി? എ 100% ആണെങ്കിൽ അതിന് 1/5 എന്ന് പറഞ്ഞാൽ 20% ആണ്. സോ ബി എന്ന് പറയുന്നത് 20% ആണ്. ഓക്കെ, ഒരു തവണ കൂടി പറയുന്നു, ശ്രദ്ധിച്ചോ. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ആദ്യം നമ്മൾ ആ ഇക്വേഷനെ തന്നെ അതേപടി തന്നെ ഒരു ഫോർമുല ആക്കി മാറ്റി. ദാറ്റ് ഈസ് 60/100
into A minus B is equal to 40 by 100 into A plus B. So 100 common ആയതുകൊണ്ട് നമ്മൾ അതിനെ സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞു. ബാക്കി 60A minus 60B is equal to 40A plus 40B എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ we got 20A is equal to 100B എന്ന് കിട്ടി. That means A is equal to 100 divided by 20B. 100 divided by 20 എന്ന് പറഞ്ഞാൽ 1 by 5 ആണ്. A 100% ആണെങ്കിൽ അതാണ് നമ്മുടെ ചോദ്യം. വാട്ട് പെർസെൻറ്റേജ് ഓഫ് A 100% ആണെങ്കിൽ B എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. B will be 100 divided by 5, that will be 20%. So നമ്മുടെ ആൻസർ 20%. A 100% എങ്ങനെയായിരുന്നു അല്ലേ? നമ്മൾ ചോദിച്ചിരിക്കുന്നതാണ് എയുടെ എത്ര പെർസെൻറ്റേജ് എന്നാ. എയുടെ അതായത് ഇപ്പോൾ നമ്മൾ എക്സാമിനേഷന് 40 മാർക്സിന്റെ നമ്മൾ ടോട്ടൽ മാർക്സ് 40 ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഗെയിൻ ചെയ്തത് 32 മാർക്സ് ആണ്. ഓക്കെ, 40 മാർക്സ് ആണ് ടോട്ടൽ. അതായത് ഈ 40 ആണ് 100%. ഓക്കെ, 40 100% ബിക്കോസ് ടോട്ടൽ മാർക്കാണ് 100% ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതേ രീതിയിൽ തന്നെ എ ആണ് ഇവിടെ ടോട്ടൽ. ആ എയുടെ എത്ര പെർസെൻറ്റേജ് ആണ് ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എയെ നമ്മൾ 100 ആക്കി എടുക്കുന്നു. 100ന്റെ 20% ആണ് ബി. 100 divided by 5, 20% ബി. അതേ രീതിയിലാണ് നമ്മൾ നമ്മുടെ പരീക്ഷയുടെ എക്സാമിന്റെ മാർക്ക് നോക്കാറ്. എക്സാമിന് ഇപ്പോൾ 40 32 ഒരു ഇൻഡിവിജ്വൽ ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാറുള്ളത് എങ്ങനെയാ? 32 divided by 40 into 100 ചെയ്യുമ്പോൾ 80% എന്ന് കിട്ടി. ഓക്കെ, സെയിം തിങ് എ ആണ് ഇവിടെ 100. എയുടെ എത്ര പെർസെൻറ്റേജ് ആണ്? A by 5, that will be B. ഓക്കെ, സോ നമ്മൾ 7 ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 8ാമത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നു. 8ാമത്തെ ടോപ്പിക് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സോ പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് തിങ്സ് നമ്മൾ അറിയേണ്ട ബേസിക് തിങ്സ്, കോസ്റ്റ് പ്രൈസ് അറിയണം. കോസ്റ്റ് പ്രൈസ് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ വന്നിരിക്കുന്ന പ്രൈസ്, അതിന്റെ കൂടെ നമ്മൾ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴായിരിക്കും സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് 100 രൂപ ചിലവായെന്ന് വിചാരിക്കാം. ഒരു ഇൻഡിവിജ്വലും കോസ്റ്റ് പ്രൈസിൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ പോകുന്നില്ല. അദ്ദേഹം വിൽക്കുന്നത് അതിന്റെ ഒപ്പം ഒരു പ്രോഫിറ്റ് ആയിട്ടുള്ള 20 rupees പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് സെല്ലിംഗ് പ്രൈസ് വരുന്നത് 100 + 20 120 ആയിരിക്കും. സോ 120 ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിൽക്കുന്നത് ആ കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലോസ് എന്ന് പറയുന്നത്. ദീസ് ആർ ദി ബേസിക് തിങ്സ്. ഇത്രയും കാര്യങ്ങളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്. ക്വസ്റ്റ്യൻസ് നോക്കും മുമ്പ് there are some equations, ഫോർമുല ഓർത്തിരിക്കാൻ വേണ്ടി. ഓക്കെ, ഈ ഫോർമുലാസ് ഒക്കെ നമ്മൾ ഇവിടെ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് റെഫറൻസ് ആയിട്ടൊന്ന് നോക്കിയേക്കുക. നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ I will discuss. So let's take first question. In a certain store, the profit is 320% of the cost. If the cost increases by 25%, but the selling price remain constant, approximately what percentage of selling price is the profit? Question ഇതാണ്, നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 320% ആണ്. കോസ്റ്റിന്റെ 320% ആണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇഫ് ദി കോസ്റ്റ് ഇൻക്രീസസ് ബൈ 20%, കോസ്റ്റ് 25% ഇൻക്രീസ് ചെയ്താൽ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും പ്രോഫിറ്റ്? ഓക്കെ, സെല്ലിംഗ് പ്രൈസിൽ മാറ്റമൊന്നും വരുത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ഓരോ ടേംസും, കോസ്റ്റ് പ്രൈസ് എന്താണെന്നറിയാം, സെല്ലിംഗ് പ്രൈസ് എന്താണെന്നറിയാം, പ്രോഫിറ്റ് എന്താണെന്നറിയാം. റൈറ്റ്, ഇത് മൂന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഒന്നാമതായിട്ട് ലെറ്റ്സ് അസ്യൂം കോസ്റ്റ് പ്രൈസ് ഈസ് 100. കോസ്റ്റ് പ്രൈസിന് നമ്മൾ 100 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ പ്രോഫിറ്റ് എത്രയാ? പ്രോഫിറ്റ് ഈസ് 320% ഓഫ് 100. 320% ഓഫ് 100 എന്ന് പറഞ്ഞാൽ 320. എനി ഇഷ്യൂ ഇല്ലല്ലോ, 320 കിട്ടി. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാ? കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ഈസ് സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് 100 ആണ്, പ്ലസ് പ്രോഫിറ്റ് 100 പ്ലസ് 320
will give you 420. ഇതാണ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ദെൻ പുതിയ പ്രൈസ് എന്താ? ഇതായിരുന്നു പ്രീവിയസ് സിറ്റുവേഷനിൽ നമ്മുടെ കോസ്റ്റ് പ്രൈസ് 100 ആയിരുന്നു, നമുക്ക് കിട്ടിയിരുന്ന പ്രോഫിറ്റ് 320 ആണ്. ദെൻ നമ്മളുടെ സെല്ലിംഗ് പ്രൈസ് 420 ആയിരുന്നു. ഇനിയിപ്പോ ന്യൂ സിറ്റുവേഷനിൽ കോസ്റ്റ് പ്രൈസ് എത്ര കൂടി? 25% കൂടി. അതായത് 100 25% കൂടി എന്ന് പറഞ്ഞാൽ that will be 125. കോസ്റ്റ് പ്രൈസ് 125 ആകുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ? ബട്ട് ദി സെല്ലിംഗ് പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. സെല്ലിംഗ് പ്രൈസിൽ യാതൊരു വേരിയേഷനും വരുന്നില്ല. സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. സെല്ലിംഗ് പ്രൈസ് ഈസ് 420. ദെൻ അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസിൽ നിന്നും കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടും 295. സോ നമ്മളോട് പറയുന്നത് ഈ 295 കോസ്റ്റ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ്സ് ദി ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇക്വേഷൻ ആയിട്ട് തന്നെ പെർസെന്റേജ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ആണോ സെല്ലിംഗ് പ്രൈസ് ആണോ? കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിൽ നമ്മൾ പെർസെന്റേജ് പറയില്ല, കോസ്റ്റ് പ്രൈസിലാണ് പ്രോഫിറ്റ് പെർസെന്റേജ് പറയുന്നത്. ഓക്കെ, സോറി that's my mistake. സെല്ലിംഗ് പ്രൈസിലാണ് പ്രോഫിറ്റ് പെർസെന്റേജ് പറയുന്നത്. ഞാൻ കമ്മിറ്റ് ചെയ്ത മിസ്റ്റേക്ക് ആണ്, സോറി. അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെന്റേജ് ഓഫ് സെല്ലിംഗ് പ്രൈസ് ഈസ് പ്രോഫിറ്റ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസിൽ എത്ര പെർസെന്റേജ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്, തെറ്റൊന്നുമില്ല. സ്ലിപ്പ് ഓഫ് ടങ് വന്നതാണ്, ക്ഷമിക്കൂ. കണ്ടിന്യൂ ചെയ്യാം. പെർസെന്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സെല്ലിംഗ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്, കോസ്റ്റ് പ്രൈസിന്റെ അല്ല. സെല്ലിംഗ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 295 divided by selling price is 420 into 100. 295 divided by 420 into 100. അത് എത്ര പെർസെന്റേജ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന പെർസെന്റേജുകൾ നോക്കുക, ആൻസർ കിട്ടും. ആൻഡ് ഇത്തരത്തിലൊരു കാൽക്കുലേഷൻ വരുമ്പോൾ എങ്ങനെയാ, ഡിഫിക്കൽട്ട് ആണോ കാൽക്കുലേറ്റ് ചെയ്യാൻ? 420യുടെ എത്ര പെർസെന്റേജ് ആണ് 295 എന്ന് ചിന്തിക്കുക. 420യുടെ എത്ര പെർസെന്റേജ് ആണ് 295 എന്ന് ചിന്തിക്കുക. പിന്നീട് കാൽക്കുലേഷനിലേക്ക് പോകേണ്ട വരില്ല. ഓക്കെ, 420 42. 420ന് എത്ര പെർസെന്റേജ് ആണ്? 95, 295. ഓക്കെ, അതിനുവേണ്ടി ചെയ്യേണ്ടത് നമുക്ക് ഈസി ആയിട്ട് അറിയാവുന്ന പെർസെന്റേജുകൾ. പ്രസന്റ് ചെയ്യല്ലേ ദിവ്യദാസ്? പ്രസന്റ് ചെയ്യല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് സീ. നമുക്ക് ഈ 420യുടെ ഈസി ആയിട്ട് അറിയാവുന്ന, ഇത് നമുക്ക് ഡാറ്റ ഇന്റർപ്രിറ്റേഷനകത്ത് യൂസ് ചെയ്യണം, ഇവിടെയും യൂസ് ചെയ്യാം. 420യുടെ ഈസി ആയിട്ട് അറിയാവുന്ന പെർസെന്റേജുകൾ ഏതൊക്കെയാണെന്ന് ചിന്തിക്കുക. 420യുടെ നമുക്ക് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാവുന്നത് 50% എത്രയാണെന്ന് അറിയാം, റൈറ്റ്? 420യുടെ 50% പകുതി, that will be 210, right? 10% എത്രയാണെന്ന് അറിയാലോ, 42. ഓക്കെ, 210ഉം 42ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 252 ആയി. This is 60%, right? Then ഒരു 10%, അതായത് ഒരു 42 കൂടി ആഡ് ചെയ്ത് നോക്കി, ഒരു 42, that is 10%, അതും കൂടി ആഡ് ചെയ്തപ്പോൾ 294 ആയി. നമ്മളുടെ ഫിഗർ എന്ന് പറയുന്നത് 295 ആണ്. That means 70%, approximately 70% തൊട്ടു മുകളിലാണ് നമ്മളുടെ ഫിഗർ. So we got the answer B, 70%. കാൽക്കുലേറ്റ് ചെയ്യാൻ പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? ഇത്തരത്തിലൊരു കാൽക്കുലേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്യാനൊന്നും പോകരുത്, സ്പ്ലിറ്റ് ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന വലിയ ഫിഗർ, അതായത് സെയിൽസ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ 420 ആണ്. 420യുടെ എത്ര പെർസെന്റേജ് ആണ് 295 എന്ന് കണ്ടുപിടിക്കണം. 420യുടെ 50% നമുക്ക് ഈസി കണ്ടുപിടിക്കാം, പകുതിയാണ്, that will be 210. Then 10% നമുക്കറിയാം. 10% എന്ന് പറഞ്ഞാൽ 420യുടെ ഒരു 0 കളഞ്ഞാൽ മതി, 42. സോ 50 plus 10 plus 10 അങ്ങനെ ആഡ് ചെയ്ത് നോക്കുക. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫിഗേഴ്സ് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
Next question. A vendor bought toffees at 6 for a rupee. How many for a rupee must he sell to gain 20% profit? ഇദ്ദേഹം മേടിച്ചിരിക്കുന്നത് 6 എണ്ണം 1 രൂപയ്ക്കാണ്. എത്ര എണ്ണം 1 രൂപയ്ക്ക് വിറ്റാൽ ഇദ്ദേഹത്തിന് 20% പ്രോഫിറ്റ് കിട്ടും? ക്വസ്റ്റ്യൻ അതാണ്. Let me repeat. ഇദ്ദേഹം മേടിച്ചിരിക്കുന്ന ടോഫിയുടെ എണ്ണം 6 എണ്ണമാണ് 1 രൂപയ്ക്ക്. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം 1 രൂപയ്ക്ക് വിറ്റാൽ ഇദ്ദേഹത്തിന് 20% പ്രോഫിറ്റ് കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഒന്ന് പറയൂ വേഗാട്ടെ. ചെയ്യാൻ പറ്റും. ഒരു ആൻസർ ഇല്ലല്ലോ. ഓക്കെ, യൂസ് യുവർ ലോജിക്. നമുക്കിവിടെ തന്നിരിക്കുന്നത് 6 ടോഫി 1 രൂപ. ഓക്കെ, നമുക്ക് എത്ര ശതമാനം ലാഭം വേണം? 20%. അതായത് 1 രൂപ. സ്ക്രീൻ പോയിട്ടുണ്ടെങ്കിൽ സൈഡില് നമ്മളുടെ ഇമേജ് കാണുന്നില്ല. അതിനകത്ത് എഡ്യൂലൈറ്റ്സ് ക്ലാസ് റൂം എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പിൻ ചെയ്ത് വെച്ചാൽ മതി. ക്ലിക്ക് ചെയ്യുക, സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് പിൻ ചെയ്ത് വെച്ചാൽ മതി. So let me continue, right? Shall I? Okay. Let's see. There are മേടിച്ചിരിക്കുന്നത് എത്ര എണ്ണമാണെന്ന് ആലോചിച്ചു നോക്കുക. 6 ടോഫിയാണ്. 6 ടോഫി 1 രൂപയ്ക്ക് മേടിച്ചു. ഇതിന് വേണ്ട പ്രോഫിറ്റ് എത്രയാ? 20%. 20% എന്ന് പറഞ്ഞാൽ 1 രൂപയിൽ നിന്നും 1 രൂപ 20 പൈസ കിട്ടണം. അങ്ങനെയല്ല അതിന്റെ അർത്ഥം? അതിൽ കുഴപ്പമില്ലല്ലോ. 1 രൂപ 20 പൈസ കിട്ടണം. ഓക്കെ, 6 എണ്ണം 1 രൂപ 20 പൈസ കിട്ടണമെങ്കിൽ 6 എണ്ണം എത്ര? ഡിവൈഡ് ബൈ 6 വിൽ ബി, ഒരെണ്ണത്തിന്റെ പ്രൈസ് എത്രയാ? 20 പൈസ ആണല്ലോ. മനസ്സിലായോ? ഇദ്ദേഹം മേടിച്ചത് 1 രൂപയ്ക്ക് 6 എണ്ണമാണ്. അദ്ദേഹത്തിന് 20% ലാഭം കിട്ടണം. 20% ലാഭം കിട്ടണമെങ്കിൽ അദ്ദേഹം 6 എണ്ണം വിൽക്കേണ്ടത് 1 രൂപ 20 പൈസയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ടോഫിയുടെ വില എന്ന് പറയുന്നത് 20 പൈസയാണ്. ഒരു ടോഫിയുടെ വില 20 പൈസയാണ്. അങ്ങനെയാണെങ്കിൽ 1 രൂപയ്ക്ക് അദ്ദേഹത്തിന് എത്ര ടോഫി വിൽക്കാൻ പറ്റും? ഒരു ടോഫിയുടെ വില 20 പൈസയാണെങ്കിൽ 1 രൂപയ്ക്ക് അദ്ദേഹത്തിന് വിൽക്കാവുന്നത് 5 ടോഫീസ് ആണ്. 5 into 20 is 1. 20 പൈസ ആയിട്ട് തന്നെ ചിന്തിക്കുക. 20 into 5. That will give you 100 പൈസ. That is 1. മനസ്സിലായോ? ഇത് ലോജിക്ക് മാത്രം മതി, വേറൊന്നും ചിന്തിക്കേണ്ട. ലോജിക്കലി ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. ലെറ്റ് മീ റിപ്പീറ്റ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ നോക്കുക. വെൻഡർ മേടിച്ചിരിക്കുന്നത് 6 ടോഫിയാണ് 1 രൂപയ്ക്ക്. ഓക്കെ, അദ്ദേഹത്തിന് വിൽക്കേണ്ടത് 20% ലാഭത്തിലാണ്. 1 രൂപയുടെ 20% ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 1.20. പൈസയായിട്ട് ചിന്തിച്ചാലും മതി. 100 പൈസയ്ക്കാണ് അദ്ദേഹം മേടിച്ചത്. ലാഭം കിട്ടുന്നത് 20%. അതായത് 120 പൈസ വേണം. 120 പൈസ വേണം. 120 പൈസയ്ക്ക് അദ്ദേഹം 6 ടോഫി വിൽക്കുവാണ് എന്ന് പറഞ്ഞാൽ ഒരു ടോഫിക്ക് 120 ഡിവൈഡ് ബൈ 6, ദാറ്റ് വിൽ ബി 20 പൈസ. ഒരു ടോഫിക്ക് 20 പൈസയാണ്. അങ്ങനെയാണെങ്കിൽ 1 രൂപയ്ക്ക് എത്ര ടോഫി വിൽക്കാൻ പറ്റും? 1 രൂപയ്ക്ക് 5 ടോഫി വിൽക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ദി ആൻസർ C5. Next one. A man buys a cycle for rupees 1400 and sell it at a loss of 15%. What is the selling price of the cycle? അദ്ദേഹം മേടിച്ചത് 1400 രൂപയ്ക്കാണ്, വിൽക്കുന്നത് 15% ലോസിനാണ്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തോ.
ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാൽക്കുലേഷൻ നടത്തും. 1400 ആണ്. 1400ന്റെ 10% 140 ആണ്. 5% 150ന്റെ പകുതിയാണ് 70 ആണ്. സോ ദാറ്റ് വിൽ ബി 210. 15% എന്ന് പറഞ്ഞാൽ 210 ആണ്. സോ 1400ൽ നിന്നും 210 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 090910, റൈറ്റ്? 1190. That's your answer. ഇത്രയും ടൈം എടുക്കാൻ പാടുള്ളൂ. അത്രയും ടൈമിനുള്ളിൽ പെട്ടെന്ന് അങ്ങ് സോൾവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, 1190 ആണ് നമ്മളുടെ ആൻസർ കിട്ടുക. Previous question. A person incurs 10% loss by selling a watch for 1,800. At what price should the watch be sold to earn 10% profit? ഇദ്ദേഹം വിറ്റത് 1,800 ആണ്. 1,800 വിറ്റപ്പോൾ 10% ലോസ് ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയ്ക്ക് വിറ്റാൽ 10% ഗെയിൻ കിട്ടും? സോ 10% ലോസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 100 ആണ് ടോട്ടൽ എങ്കിൽ, 100 ആണ് കോസ്റ്റ് എങ്കിൽ 10% ലോസ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിറ്റിരിക്കുന്നത് 90%. Any doubts? That is clear, right? 90% ആണ് അദ്ദേഹം വിറ്റിരിക്കുന്നത്. That's the right answer. Right answer കിട്ടിയിട്ടുണ്ട്. 90% ആണ് വിറ്റത്. അതായത് 90% എന്ന് പറയുന്നത് 1,800 ആണ്. ഓക്കെ, 90% എന്ന് പറയുന്നത് 1,800 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര പ്രോഫിറ്റ് വേണം? 10% പ്രോഫിറ്റ് വേണം. 110 എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. 90 എന്ന് പറയുന്നത് 1,800 ആണ്. അങ്ങനെയാണെങ്കിൽ 110 എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടുപിടിക്കണം. സോ യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. ഓക്കെ, ചെയ്യൂ. 2,200. That's the answer. ഇത് തന്നെ ഇത്രയും പെട്ടെന്ന് ചെയ്യാതെ നിങ്ങൾക്ക് അത് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. ലൈക്ക് ആസ് ഐ സെഡ് 90% ഇത്രയാണെങ്കിൽ 100% എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 100% എന്ന് പറയുന്നത് 2,000 കിട്ടും. ദെൻ പ്രോഫിറ്റ് വേണ്ടത് 10% ആണ്. 2,000 10% എന്ന് പറയുമ്പോൾ 2,200. അതാണ് 110%. ഇങ്ങനെയും ചെയ്യാം. ഡയറക്ട്ലി നമുക്ക് ചെയ്യാവുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അത്രയും കാര്യങ്ങളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടത്തിയിരുന്നത്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ക്ലിയർ ആവാതെ ഉണ്ടോ? മനസ്സിലാവാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ വന്നിരുന്നോ? Okay, fine. Okay. Ninth area is the interest. Compound and simple interest. Compound and simple interest important ആണ്. നമ്മളിപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ കോമ്പൗണ്ട് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് അറിഞ്ഞിരിക്കണം. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട്. ഇൻട്രസ്റ്റ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. രണ്ട് രീതിയിലുള്ള പ്രോബ്ലംസും ഉണ്ടാവും. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഒന്ന് തന്നെയാണ്. ലൈക്ക് നമ്മൾ 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 1,000 rupees ആണ്. 1,000 rupees ആണ്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. 10% ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യുന്നു. അതായത് 1,000ന്റെ 10%, ദാറ്റ് വിൽ ബി 100. ഓരോ വർഷവും നിങ്ങൾക്ക് ഈ 100 തന്നെ കിട്ടുവാണ്. വീണ്ടും അടുത്ത വർഷവും 100 തരുന്നു. ദെൻ രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും 100 തരുന്നു. നാലാമത്തെ വർഷം 100, അഞ്ചാമത്തെ വർഷവും 100. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. വെറസ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുവാണെങ്കിൽ, അതായത് 1,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 1,000ന് 10% ഇൻട്രസ്റ്റ്, 10% ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 100, ദാറ്റ് വിൽ ബി 1,100 ആയി മാറുന്നു രണ്ടാമത്തെ വർഷം. ദെൻ ഈ 1,100ന്റെ 10%, നേരത്തെ നമ്മളെല്ലാം ഒരേ പെർസെൻറ്റേജ് ആയിരുന്നെങ്കിൽ ഇവിടെ
കോമ്പൗണ്ട് ചെയ്യാണ്. 1100 ആണ് റിമൈനിങ് ഇവിടെ പ്രിൻസിപ്പൾ ആയിട്ട് മാറുന്നത്. ആ പ്രിൻസിപ്പളിന്റെ 10% എന്ന് പറയുമ്പോൾ 110. ഓക്കെ, then 1100 plus 110 that will be 1210. അതിന്റെ 10% that is 121. ഓക്കെ, then ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ടായിരിക്കും അടുത്ത വർഷം വരുന്നത്. ഇതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് മീൻസ് എല്ലാ വർഷവും സെയിം ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും, ആ രീതിയിലായിരിക്കും പോവുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം ഏൺ ചെയ്ത ഇൻട്രസ്റ്റ് കൂടി പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ഒപ്പം കൂട്ടും. ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ട് മീൻസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് തരാമെന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ്, ദെൻ ടൈം പീരീഡ് ഇറ്റ് വിൽ ബി ദെയർ. സോ ഇക്വേഷൻസ്, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു 3-4 ഇക്വേഷൻസ് പഠിച്ചിരിക്കണം. വെരി 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 ഇമ്പോർട്ടൻറ്റ്, പഠിച്ചേ പറ്റൂ. ഫസ്റ്റ് ഇക്വേഷൻ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു PRT divided by 100. Principal, rate and time. Principal, rate and time divided by 100. So ഇത് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ്. ഇൻട്രസ്റ്റ് കഴിഞ്ഞിട്ട് ഫൈനൽ ഇയറിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിനുള്ള ഇക്വേഷൻ ആണ് പ്രിൻസിപ്പൽ ഇൻറ്റു 1 പ്ലസ് RT ഡിവൈഡ് ബൈ 100. അതർവൈസ് നമ്മളുടെ പ്രിൻസിപ്പലിന്റെ ഒപ്പം ഇത് കൂട്ടിയാൽ മതി. അത് നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. എനിവേ ദിസ് വൺ ഈസ് ഇറലവന്റ്, എന്നാലും ആ ഇക്വേഷൻ അവിടെ ഉണ്ടെന്ന് ഓർത്തേക്കുക. നമ്മൾ ഇൻട്രസ്റ്റിന്റെ ഇൻട്രോ എന്ന് ഉദ്ദേശിച്ചത് എന്താ? നമ്മൾ പറഞ്ഞ കാര്യമോ, എല്ലാ വർഷവും ഒരേ ഇൻട്രസ്റ്റ് ആണെങ്കിൽ, എല്ലാ വർഷവും നിങ്ങൾക്ക് കിട്ടുന്നത് സെയിം ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാ വർഷവും നിങ്ങൾക്ക് 1000 വെച്ച് തന്നെ തരുന്നു. വേറസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആദ്യത്തെ വർഷം നിങ്ങൾക്ക് 1000 തരുന്നു, ആ 1000ന്റെ ഒപ്പം അടുത്ത വർഷം ഇൻട്രസ്റ്റ് എത്രയാണോ ആ ഇൻട്രസ്റ്റ് എമൗണ്ട് കൂടി ആഡ് ചെയ്യും, എന്നിട്ട് അതിന്മേൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ എക്സാമ്പിൾ നോക്കിയാൽ മതി. കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പൽ 1000 ആണ്. ആ 1000ന്റെ ഒപ്പം നിങ്ങൾക്ക് പറഞ്ഞിരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണെങ്കിൽ 1000 10% വിൽ ബി 100. രണ്ടാമത്തെ വർഷം വരുമ്പോൾ ഈ 100ഉം പ്രിൻസിപ്പളും കൂടി ആഡ് ചെയ്യും. സിമ്പിൾ ഇൻട്രസ്റ്റ് അങ്ങനെ അഡീഷനേ ഇല്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് വിഡ്രോ ചെയ്യുന്നതോട് പോകുന്നത് പോലെയാണ്. ഓക്കെ, സോ ആഡ് ചെയ്തിട്ട് അതിന്മേൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും. സോ 1100ൽ നിന്നും 10% കണ്ടുപിടിക്കുന്നു. സോ 110 ആയി. അങ്ങനെ ഓരോ വർഷവും പ്രിൻസിപ്പൽ എമൗണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് കോമ്പൗണ്ട്. വെറാസ് പ്രിൻസിപ്പൽ എമൗണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല, എല്ലാ തവണയും ഒന്ന് തന്നെയാണെങ്കിൽ അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PRT ഡിവൈഡ് ബൈ 100. ഓക്കെ, ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ളതാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. എമൗണ്ട് ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ, ദിസ് വൺ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, പ്രിൻസിപ്പൽ ഇൻറ്റു 1 പ്ലസ് R divided by 100 all raised to T. Principal into 1 plus R divided by 100 all raised to T. ഈ രണ്ട് ഇക്വേഷൻസ് ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയേക്ക്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇത്ര വർഷത്തേക്ക് തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെ ഡെറൈവ് ചെയ്യും? അതിനു വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ 3 ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും ഒരു വർഷത്തേക്കാണെങ്കിൽ ഒരു ഡിഫറൻസും ഉണ്ടാവില്ല. ബിക്കോസ് അത് നമുക്കറിയാം, ആദ്യത്തെ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ വർഷം എൻഡ് ചെയ്യുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും 0, ഒരു ഡിഫറൻസും ഉണ്ടാവില്ല, സെയിം ആയിരിക്കും. വെറസ് രണ്ടാമത്തെ വർഷം വരുമ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഇക്വേഷൻ അറിയണം. ആ ഇക്വേഷൻ ആണ് P ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 all raised to 2. വലിയ കാര്യമൊന്നുമല്ല, ഞാൻ ഈ പറയുന്ന കുറച്ച് ഇക്വേഷൻസ് മാത്രം കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഞാൻ പറയുന്ന മൂന്നാമത്തെ പഠിക്കണം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഇക്വേഷൻ. ആദ്യത്തെ ഇക്വേഷൻ PRT, രണ്ടാമത്തെ ഇക്വേഷൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മൂന്നാമതായിട്ട് ഞാനിപ്പോൾ പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് 2 വർഷത്തേക്കാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ P ഇൻറ്റു R ഡിവൈഡ് ബൈ 100 all raised to 2 ഇയേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നു. അതേപോലെ 3 വർഷത്തേക്കാണെങ്കിൽ സെയിം ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യുക, ബിക്കോസ് 2 ഇയേഴ്സിന് വേണ്ടി സെയിം ഇക്വേഷൻ. അത് കൂടാതെ ഒരു അഡീഷൻ കൂടി വരും, 300 പ്ലസ് R ഡിവൈഡ് ബൈ 100.
300 പ്ലസ് ആർ ഡിവൈഡ് ബൈ 100. അതിനകത്ത് ഞാൻ നിങ്ങളോട് മസ്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നത് ഇതാണ്. 3യിലേക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. എന്നാലും 3യും കൂടി നോക്കിയേക്കുക. മസ്റ്റായി 2 ഇയേഴ്സിലേക്കുള്ളത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മളോട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ മണി ബിക്കമിങ് n ടൈംസ്. മണി ബിക്കമിങ് n ടൈംസ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതായത് എത്ര ഇരട്ടിയാകും എന്നുള്ള ചോദ്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ എന്ന് നോക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ രണ്ട് ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നാമത്തെ ഇക്വേഷൻ ആർ ഇൻറ്റു ടി, അതായത് റേറ്റ് ഇൻറ്റു ടൈം ഇസ് ഈക്വൽ ടു 100 മൈനസ് n മൈനസ് 1. ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ, അതായത് റേറ്റും ടൈമും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. വെറസ് അതും തന്നിട്ടില്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻസിലെ എമൗണ്ട് പറയുന്നുണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. n1 മൈനസ് 1 ഡിവൈഡഡ് ബൈ t1 ഇസ് ഈക്വൽ ടു n2 മൈനസ് 1 ഡിവൈഡ് ബൈ t2. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ. ഈ രണ്ട് ഇക്വേഷൻ സിമ്പിൾ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. നമ്മുടെ ഇപ്പോൾ 5 ഇക്വേഷൻസ് ആയി. ആറാമത്തെ ഇക്വേഷൻ ഇതാണ്. n2 is equal to n1 all raised to t2 divided by t1. n2 is equal to n1 all raised to t2 divided by t1, where r is rate per annum, time, t is time in years, n denotes the number of times. നമ്മളോട് ക്വസ്റ്റ്യൻ പറയും എത്ര ടൈം ആണെന്ന്. the number of times money becomes. ഓക്കെ. ഈ 6 ഇക്വേഷൻസ് ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. 6 ഇക്വേഷൻസ് മാത്രം. ഓക്കെ. ഈ 6 ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഫസ്റ്റ് വൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The simple interest on a sum of money. The simple interest on a sum of money is 1/9th of the principal, and the number of years is equal to the rate percentage per annum. Find the rate percentage. Question ഒന്നുകൂടി നോക്കുക. Simple interest on a sum of money. നമുക്ക് എത്ര എമൗണ്ട് ആണെന്ന് പറഞ്ഞിട്ടില്ല. On a sum of money is 1/9th of the principal. പ്രിൻസിപ്പലിന്റെ 1/9th ആണ്. ഓക്കെ. പ്രിൻസിപ്പലിന്റെ 1/9th ആണെന്ന് മാത്രമാണ് ക്ലൂ പറഞ്ഞിരിക്കുന്നത്. Then the number of years is equal to the rate percentage per annum. Number of yearsഉം പെർസെന്റേജും സെയിം ആണ്. നമ്പർ ഓഫ് ഇയേഴ്സും പെർസെന്റേജും സെയിം ആണ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്താ? നമുക്ക് അതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ ഇൻറ്റു ടി, റൈറ്റ്? PRT ഡിവൈഡ് ബൈ 100. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ. സോ ഒരു ഇക്വേഷൻ ഇപ്പൊ തന്നെ പഠിച്ചു. സോ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഏത് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നാണ്. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിനെ പറ്റിയാണ്. സോ ദി ക്വസ്റ്റ്യൻ ഈസ് കമ്പാരിറ്റീവ്ലി ഈസിയർ. സോ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. നമുക്ക് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് simple interest on a sum of money is 1/9th of principal. 1/9th of principal, and the number of years is equal to the rate or percentage per annum. Principal നമുക്ക് അറിഞ്ഞുകൂടാ. പ്രിൻസിപ്പൽ എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1/9th of principal ആണെന്ന് അറിയാം. 1/9th of principal is equal to P into rate into time എന്ന് പറയുന്നത് റേറ്റ് തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. Number of years is equal to the rate. റേറ്റും ഇയേഴ്സും ഒന്ന് തന്നെയാണ്. സോ ഞാൻ അതിനെ ഒരേ ഫിഗർ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. R into R divided by 100. Any doubts? ചെയ്തതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ? ഇക്വേഷൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് നോക്കൂ. ക്വസ്റ്റ്യനിൽ നിന്ന് ഞാൻ ഓരോ ഐറ്റംസ് ആയിട്ട് എടുക്കുന്നു. ആദ്യം നമ്മളുടെ ഇക്വേഷൻ അങ്ങ് എഴുതി. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു P into R into T divided by 100. Then നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി ഈസ് 1/9th ഓഫ് പ്രിൻസിപ്പൽ. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, 1/9th ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1/9th ഓഫ് പ്രിൻസിപ്പൽ ആണ്. ആൻഡ് ദി നമ്പർ ഓഫ് ഇയേഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് പെർസെന്റേജ്. നമ്പർ ഓഫ് ഇയേഴ്സും റേറ്റ് പെർസെന്റേജും ഒന്ന് തന്നെയാണ്. ഓക്കെ. സോ നമ്പർ ഓഫ് ഇയേഴ്സിനെ ഞാൻ ഒഴിവാക്കിയിട്ട് റേറ്റ് പെർസെന്റേജ് തന്നെ എഴുതി. രണ്ട് ഫിഗറും ഒന്ന് തന്നെയാണ്. ഡിവൈഡ് ബൈ 100. സോ അങ്ങനെയാണെങ്കിൽ ഈ പി തമ്മിൽ എനിക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. ഇസിക്കൽ ടുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും അല്ലേ, ഞാൻ അത് രണ്ടും ക്യാൻസൽ ചെയ്തു. ബാക്കി 1/9 is equal to R into R, R square divided by 100. Okay.
So r square is equal to ഈ 100 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു 100 divided by 9. R is equal to root of 100 divided by 9. That will be root cancel ചെയ്ത് root കിട്ടി കഴിഞ്ഞാൽ 10 by 3. Okay, 10 by 3 കിട്ടുന്നു. 10 by 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 3.33%. റേറ്റ് അല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. Find the rate percentage. Rate is 3.33. Is it clear? മനസ്സിലാവാതെയുണ്ടോ? ക്വസ്റ്റ്യൻ ത്രൂ ഔട്ട് വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അടുത്തതിലേക്ക് പോകാലോ. Okay, fine. Let's move on. Second question. The difference between CI and SI. So compound interestും simple interestും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിനുവേണ്ടി നമ്മൾ ഒരു ഇക്വേഷൻ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഇക്വേഷൻ ഏതാ? When there is difference between compound interest and simple interest. നമ്മൾ ഇയർ എത്രയാണെന്ന് നോക്കുക, ഇയർ അനുസരിച്ച് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സോ ഇവിടെ difference between compound interest and simple interest on a sum of money at 5% per annum. 5% per annum for how many years? 2 years is given as 1.50. 2 വർഷത്തേക്കാണ്. ഇനി ആ ഇക്വേഷൻ അങ്ങ് അപ്ലൈ ചെയ്യുക. 2 വർഷത്തേക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ എളുപ്പമാണ്. CI compound interest minus simple interest is equal to നമ്മുടെ ഇക്വേഷൻ എന്താ? This one. Compound interest minus simple interest for 2 years is equal to P into R by 100 all raised to 2. So P into R by 100 all raised to 2. This is our equation. So നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഡിഫറൻസ് എത്രയാണ് തന്നിട്ടുണ്ട് അല്ലേ? ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൻ സം ഓഫ് മണി. സം ആണ് നമുക്ക് അറിയാത്തത്, സം അറിയില്ല. Money at 5% rate is given for 2 years is 1.50. So CI minus SI is 1.50 is equal to P is not known. Percentage is given 5 divided by 100 all raised to 2. Okay, clear ആണല്ലോ? So 1.50 is equal to P 5 by 100 എന്ന് പറഞ്ഞാൽ that will be 1 by 20, right? Okay. 1 by 20 all raised to 2. Okay, ഞാൻ പി ഇവിടെ നിർത്തിയിട്ട് ബാക്കി അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. 1.50 into 1 by 20 into 1 by 20 എന്ന് എഴുതാലോ, സ്ക്വയർ ആണ്. 1 by 20 into 1 by 20 അത് ഞാൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ into 20 into 20 is equal to P. Okay, 20 into 20 is 40. 40 into 40 400. 400 into 1.5 that will be 600. P is equal to 600. So if you know that equation, the thing is simple. ആ ഇക്വേഷൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? Okay, let's go a bit more faster. The simple interest on a certain sum of money. നമുക്ക് തന്നിരിക്കുന്നത് the simple interest on a certain sum of money at 4% per annum. Simple interest ആണ് തന്നിരിക്കുന്നത് 4% annum per annum for 4 years is 80 more than simple interest on sum of money on the same sum of money for 3 years at 5% per annum. Find the sum. നമുക്കിവിടെ തന്നിരിക്കുന്നത് രണ്ട് എമൗണ്ടുകളാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് രണ്ട് ഐറ്റത്തിന്റെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ സർട്ടൻ സം ഓഫ് മണി അറ്റ് 4% per annum for 4 years. അത്
80 കൂടുതലാണ് എന്തിനേക്കാൾ? സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ സെയിം സം ഓഫ് മണി ഫോർ 3 years at 5% per annum. രണ്ട് റേറ്റ് തന്നിട്ടുണ്ട്, രണ്ട് ടൈം തന്നിട്ടുണ്ട്, എമൗണ്ട് സെയിം ആണ്, അത് തമ്മിലുള്ള റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഫോർമുല നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഫോർമുല ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞു. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു റേറ്റ്, നമ്മളുടെ ഇക്വേഷൻ ഓർക്കുക, PRT ആണ്. പ്രിൻസിപ്പിൾ എത്രയാണെന്ന് അറിയില്ല, സത്യ സം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ആദ്യത്തെ കേസിൽ റേറ്റ് ഈസ് 4%, ടൈം ഈസ് 4 years ഡിവൈഡഡ് ബൈ 100. ഇതിൽ നിന്നും രണ്ടാമതായിട്ട് പറയുന്നത് എഗെയിൻ റേറ്റ് നമുക്ക് അറിയില്ല, പ്രിൻസിപ്പിൾ നമുക്ക് അറിയില്ല. ഇയർ 3 ആണ്, റേറ്റ് 5 ആണ്. 5 into 3 divided by 100 is equal to എത്രയാ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 80 ആണ് നമ്മളോട് പറയുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് ഒരു നിശ്ചിത പീരീഡിലേക്ക് ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ കിട്ടുന്നതും മറ്റൊരു നിശ്ചിത പീരീഡത്തേക്ക് ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നതും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ രണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റുകൾ നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്തു. ദിസ് വൺ ഈസ് ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 80 ആണ്. ഇനി നമുക്ക് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ കിട്ടും. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്, 8000. ഇത് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക, 8000 ആൻസർ കിട്ടും. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് 8000. ഞാനത് കണ്ടിന്യൂ ചെയ്യേണ്ടല്ലോ, കംപ്ലീറ്റ് ചെയ്യേണ്ടല്ലോ. അത് ക്ലിയർ അല്ലേ? നിങ്ങൾ ചെയ്യണം. 8000 ആയിരിക്കും ആൻസർ കിട്ടുക. ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് പിയുടെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. യു വിൽ ഗെറ്റ് 8000. Let me move on. Fourth question. A sum of money amounts to rupees 1200 after 3 years and 1800 after 6 years. The interest being compounded annually. So ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കോമ്പൗണ്ടഡ് ആണ്. ദാറ്റ് മീൻസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ എ സം ഓഫ് മണി എമൗണ്ട്സ് ടു, സോ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മണി ബിക്കമിങ് n ടൈംസ്, റൈറ്റ്? മണി ബിക്കമിങ് n ടൈംസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റി പറഞ്ഞായിരുന്നു. സോ ഇവിടെ അതാണ് തന്നിരിക്കുന്നത്. എ സം ഓഫ് മണി എമൗണ്ട്സ് ടു റുപ്പീസ് 1200 ആഫ്റ്റർ 3 years. 3 വർഷം കഴിയുമ്പോൾ 1200 ആയി മാറുന്നു. ദെൻ 6 വർഷം കഴിയുമ്പോൾ 1800 ആയി മാറുന്നു. സോ 1800 ആയി മാറുന്നു. ദി ഇൻട്രസ്റ്റ് ബീങ് കോമ്പൗണ്ട് ആനുവലി. അങ്ങനെയാണെങ്കിൽ സം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇക്വേഷൻസ് ഫോം ചെയ്യേണ്ടി വരും. ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വി മേ ഹാവ് ടു ഫൈൻഡ് സം ഇക്വേഷൻസ്. സോ ഫസ്റ്റ് കേസിൽ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്താണ്? This one, right? P into 1 plus R divided by 100 all raised to T. Amount is equal to P into 1 plus R divided by 100 all raised to T. Okay? ഫസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 1200 ആണ് പ്രിൻസിപ്പിൾ വരുന്നത് അല്ലേ? മണി എമൗണ്ട്, സോറി, ഓക്കെ, മണി എമൗണ്ട്സ്, എമൗണ്ട് ആണിത്. എമൗണ്ട് 1200 ആണ്. ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് എത്ര റേറ്റ്? റേറ്റ് ഈസ് നോട്ട് നോൺ. റേറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. റേറ്റ് ഡിവൈഡ് ബൈ 100. ടൈം എത്രയാണ്? 6 yearsലേക്കാണ്. ജസ്റ്റ് ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 1200 ആണെന്ന്. ദെൻ പ്രിൻസിപ്പൽ പറയൂ, ഒന്നുകൂടി പറയൂ. 3 years. യാ, ഓക്കെ ഓക്കെ, മിസ്റ്റേക്ക് വന്നല്ലേ? ഓക്കെ ഫൈൻ. ഇവിടെ 3 years. ഓക്കെ, എഴുതിയതിന്റെ മിസ്റ്റേക്ക് ആണ്. 1200 is equal to P into 1 plus R divided by 100 all raised to 3. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഫസ്റ്റ് ഡേറ്റ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തു. അതേ രീതിയിൽ സെക്കൻഡ് ഡേറ്റ വെച്ചിട്ട്, സെക്കൻഡ് ഡേറ്റ എന്ന് പറയുമ്പോൾ 1800 ആണ് എമൗണ്ട് ആയി മാറുന്നത്. P സെയിം ആണ്. Then 1 plus R is not known, 100 divided by multiplied by all raised to 6.
This is our second equation. ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് അല്ല സം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രിൻസിപ്പിൾ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഈസി ആയിരുന്നു. ഇവിടെ റേറ്റും പ്രിൻസിപ്പിളും മിസ്സിംഗ് ആണ്. രണ്ടും മിസ്സിംഗ് ആയതുകൊണ്ട് ഇക്വേഷൻസ് ആക്കുക മാത്രമാണ് പോസിബിലിറ്റി. ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫൈനൽ പിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. ഫോർ ദാറ്റ് നമുക്കിവിടെ ചെയ്യാവുന്നത് ലെറ്റ്സ് ചെക്ക് ഇവിടെ എന്തൊക്കെയാണ് പോസിബിലിറ്റി ഉള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് പിഒ ക്യൂഒ ഒഴിവാക്കണം, പിഒ ആർ ഒഴിവാക്കണം, അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് പിഒ ആർ ഒഴിവാക്കണം. അത് രണ്ടും ഈ ഒരു പ്രോബ്ലത്തിൽ പോസിബിളേ അല്ല. അഡീഷണൽ സബ്സ്ട്രാക്ഷനും വഴി നമുക്ക് ഇവിടെ പിഒ ആർ ഒഴിവാക്കാൻ സാധിക്കില്ല. ബിക്കോസ് രണ്ടും ഇന്റർ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഫിഗേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് ഡിവിഷൻ മാത്രമാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഒരു ഫിഗറിനെ ഒഴിവാക്കാൻ വേണ്ടി ഇക്വേഷനിൽ നിന്നും ഒരു വാല്യൂ കണ്ടെത്താൻ വേണ്ടി ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. ഇവിടെ വലിയ ഫിഗർ ഏതാ? വലുതെന്ന് പറയുന്ന വലിയ ഇക്വേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആണ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ദി സ്മോളർ വൺ. അതുകൊണ്ട് സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 ഡിവൈഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ 1800 ഡിവൈഡ് ബൈ 1200. 1800 ഡിവൈഡ് ബൈ 1200 ചെയ്യുമ്പോൾ സംഭവിക്കും 3/2. That is 3/2. 3/2 is equal to p divided by p. പോയി, ഒരൈറ്റം പോയി, ഒരൈറ്റം ക്യാൻസൽ ചെയ്യാൻ ഇത് മാത്രമാണ് നമ്മളുള്ള പോസിബിലിറ്റി, കളഞ്ഞു. is equal to ഓക്കെ, ഇത്തരത്തിലൊരു n raised to something, അതായത് n raised to a divided by n raised to b ആണെങ്കിൽ that is equal to n raised to a minus b. ഓക്കെ, ഇതൊന്ന് ഓർത്തേക്കുക. n raised to a divided by n raised to b ആണെങ്കിൽ that is equal to n raised to a minus b. അതേപോലെ n raised to a into n raised to b ആണെങ്കിൽ that is equal to n raised to a plus b. ഇത് ബേസിക് ഇക്വേഷൻസ് ആണ്. ഈ ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, അതിന് വേണ്ടി മാത്രം. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 plus r divided by 100, ഇവിടെയും 1 plus r divided by 100 ആണ്. അതായത് n ആണ് ഇത് മൊത്തം. n raised to 3, n raised to 6. So n raised to 6 divided by n raised to 3 ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. n raised to 6 divided by n raised to 3 എന്ന് പറഞ്ഞാൽ n raised to 6 minus 3 ആണ്. ഓക്കെ, അതാണ് ഞാൻ ഈ ഇക്വേഷൻ വഴി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. That will be 1 plus r divided by 100 all raised to 6 minus 3 will be 3. Okay, so ഇവിടെ 1 plus r divided by 100 all raised to 3 യുടെ വാല്യൂ 3/2 ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസറിലേക്ക് എത്തും. ഇവിടെ വരെ ചെയ്തതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇതുവരെ ചെയ്തത് മനസ്സിലായോ? നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തു, രണ്ടാമത്തെ ഇക്വേഷനെ ഒന്നാമത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അതുവഴി ആൻസറിലേക്ക് എത്തുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഒരു 1 plus r divided by 100 all raised to 3 is equal to 3/2 എന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് മതി എനിക്ക്. ഓക്കെ, അത്രയും ആയിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട്. 800 അല്ലേ? ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് p യുടെ വാല്യൂ കണ്ടുപിടിക്കാം. 1200 is equal to p into ബാക്കിയുള്ള ഫിഗർ, അതായത് 1 plus r divided by 100 all raised to 3, അതിന്റെ വാല്യൂ ആണ് 3/2 എന്ന് നമുക്ക് കിട്ടിയത്. ഓക്കെ, അതായത് 1200 is equal to 3/2p. 1200 into 2/3 is equal to p. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 400 into 2 800 is equal to p. p is 800. സമ്മിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, ഈ മോഡലിൽ ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് കൂടി ഈ ഒരു ഏരിയയിൽ നിന്നുമുണ്ട്. അത് നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്യുക. അതിനുശേഷം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക കേട്ടോ. ഇതേ മോഡൽ തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇറ്റ്സ് നോട്ട് ഡൺ. നമ്മളുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കുവാണ്. ദർ ആർ 5 more questions.
അതിനുശേഷം ലാസ്റ്റ് ടോപ്പിക് ഈസ് ആവറേജ് ആൻഡ് അതർ ഏരിയാസ്. സോ 9 ടോപ്പിക്സ് നമ്മൾ മാത്തമാറ്റിക്കൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ലാസ്റ്റ് ടോപ്പിക്, ആവറേജ് ആൻഡ് അതർ തിങ്സ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ ദി ആവറേജ് ഓഫ് 35 row scores is 18. Then the average of first 17 of them is 14 and that of last 17 is 20. Find the 18th row score. എങ്ങനെ കണ്ടുപിടിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ? അതായത് നമ്മളുടെ തന്നിരിക്കുന്നത് 35 റോ സ്കോർസ് ഉണ്ട്, 35 സ്കോറുകൾ. അതിന്റെ ടോട്ടൽ തന്നിരിക്കുന്നത്, അതിന്റെ ആവറേജ് തന്നിരിക്കുന്നത് 18 ആണ്. ഓക്കെ, അതിൽ ആദ്യത്തെ 17 എണ്ണത്തിന്റെ ആവറേജ് എന്ന് പറയുന്നത് 14 ആണ്. അവസാനത്തെ 17 എണ്ണത്തിന്റെ ആവറേജ് എന്ന് പറയുന്നത് 20 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ടിനും ഇടയിൽ വരുന്ന ആ ഒരു 18ാമത്തെ ഫിഗറിന്റെ സ്കോർ എത്രയാണ്? ഹൗ ടു ഫൈൻഡ് ദിസ്? ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഈ തരത്തിലുള്ള ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്യേണ്ടത് സിഗ്മ എക്സ് എത്രയാന്ന് കണ്ടുപിടിക്കാനാണ്. സിഗ്മ എക്സ് വിച്ച് മീൻസ് ടോട്ടൽ എത്രയാന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, വെരി ഗുഡ്. ടോട്ടൽ എത്രയാന്ന് കണ്ടുപിടിക്കുക. അതായത് ഫസ്റ്റ് കേസിൽ ആവറേജ് 35 ഐറ്റത്തിന്റെ ആവറേജ് എന്ന് പറയുന്നത് 18 ആണ്. 35 ഐറ്റത്തിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 35 ഐറ്റത്തിന്റെ ആവറേജ് എന്ന് പറയുന്നത് 18 ആണെങ്കിൽ സിഗ്മ എക്സ് എന്ന് പറയുന്നത് 35 into 18 ആയിരിക്കും. 35 into 18 എത്രയാണ്? 35 into 18 35 into 18 പെട്ടെന്ന് പറയും. Yeah, 630. ഈ 630 ആണ് ടോട്ടലിന്റെ ടോട്ടൽ. ദിസ് ഇസ് ദി ടോട്ടൽ. 35 ഐറ്റത്തിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 630 ആണ്. അതിൽ 17 ഐറ്റത്തിന്റെ, ആദ്യത്തെ 17 ഐറ്റത്തിന്റെ ആവറേജ് ഈസ് ഗിവൺ. ഫസ്റ്റ് 17 ഐറ്റത്തിന്റെ ആവറേജ് എന്ന് പറയുന്നത് 14 ആണ്. സോ 17 into 14 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 17 into 14 പറയൂ. 228 or 238 ഏതാണ്? 238. ഓക്കെ, 238 ആണ് ആദ്യത്തെ 17 ഐറ്റത്തിന്റെ. അവസാനത്തെ 17 ഐറ്റത്തിന്റെ ടോട്ടൽ ആവറേജ് എന്ന് പറയുന്നത് 20 ആണ്. ദാറ്റ് വിൽ ബി 340, റൈറ്റ്? 340. സോ നമുക്കിപ്പോൾ അറിയാം ടോട്ടൽ ഈസ് 630. അതിൽ ഫസ്റ്റ് 17ന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 238ഉം സെക്കൻഡ് 17ന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 340ഉമാണ്. ഓക്കെ, ഈ ടോട്ടലിൽ നിന്നും നമുക്ക് മൊത്തമായിട്ട് 35 ഐറ്റത്തിന്റെ ടോട്ടൽ അറിയാമല്ലോ. ആദ്യത്തെ 17 ഐറ്റത്തിന്റെ ടോട്ടലും അറിയാം, അവസാനത്തെ 17 ഐറ്റത്തിന്റെ ടോട്ടലും അറിയാം. ഇടയ്ക്കുള്ള ഒരു ഐറ്റത്തിന്റെ ടോട്ടൽ വാല്യൂ മാത്രമേ അറിയാതെ ഉള്ളൂ. സോ 630ൽ നിന്നും ഈ രണ്ട് വാല്യൂസ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് 18th item. ഓക്കെ, 630 minus 238, അതിൽ നിന്നും വീണ്ടും 314 കൂടി മൈനസ് ചെയ്യാം. റിമൈൻഡർ ഈസ് 52. സോ ആൻസർ ഈസ് 52. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആവറേജിൽ നിന്ന് വരുന്നത്. ലെറ്റ്സ് ഡു വൺ മോർ. Average age of a class of 59 students is 18 years. 59 സ്റ്റുഡൻസിന്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 18 years ആണ്. ഇഫ് ദി ഏജ് ഓഫ് ദി ടീച്ചർ ഈസ് ഇൻക്ലൂഡഡ്, then the average age increases by 3 months. Then the age of the teacher is. Okay, so 59 സ്റ്റുഡൻസിന്റെ ടോട്ടൽ ഏജ് കണ്ടുപിടിക്കുക. ചെയ്യാമല്ലോ. 59 into 18 total age. Then ടീച്ചറുടെ ഏജ് കൂടി വന്നപ്പോൾ, അതായത് 60 പേര്, ടീച്ചറെ കൂടി ഇൻക്ലൂഡ് ചെയ്താൽ 60 പേരായി. 60 പേരായപ്പോൾ 18 yearsഉം ഒരു 3 മാസം അല്ലേ പറയുന്നത്? 3 മാസം എന്ന് പറഞ്ഞാൽ എത്രയാ? 0.5
0.25 അല്ലേ? ടോട്ടൽ 12 മാസം ഉള്ളത്. അതിൽ 3 മാസം എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ആൻസറും ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ടീച്ചറുടെ ഏജ്. മനസ്സിലായോ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യത്യാസവുമില്ല. ടീച്ചറുടെ വയസ്സ് 33 ആണ്. ഓക്കെ, വെരി ഗുഡ്. രണ്ട് കാര്യവും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ആൻസർ മാത്രമേ ചെയ്യാതെ ഉള്ളൂ. നിങ്ങൾ ആൻസർ ചെയ്യുക. ആദ്യത്തെ കേസിൽ സ്റ്റുഡൻസിന്റെ മാത്രം ടോട്ടൽ കണ്ടുപിടിക്കുക. ടോട്ടൽ ഇവിടെ കിട്ടും. ദെൻ ടീച്ചറുടെ ഉൾപ്പെടെയുള്ള ടോട്ടൽ കണ്ടുപിടിക്കുക. ടീച്ചർ ഉൾപ്പെടുത്തുമ്പോൾ 59 എന്ന് പറയുന്നത് 60 മാറുന്നു. 60ന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ഇൻറ്റു ആവറേജ് ഈസ് 18.25 ബിക്കോസ് ഒരു 0.25 കൂടുന്നുണ്ട്. 18.25 ആകുന്നു. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ ആ ഡിഫറൻസ് ആണ് ടീച്ചറുടെ ഏജ്. ടീച്ചറുടെ ഏജ് 33 കിട്ടും. ഓക്കെ, അതേ രീതിയിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, സെയിം വേയിൽ ആവറേജ് എന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ഇഫ് ദി ആവറേജ് ഓഫ് 5 numbers is -20 and the sum of 3 of the numbers is 32. Average of 5 numbers. 5 numbersന്റെ average -20 ആണ്. Okay. Then sum of 3 numbers. 3 numbersന്റെ sum എന്ന് പറയുന്നത് 32 ആണ്. What is the average of other 2 numbers? മറ്റ് 2 നമ്പറിന്റെ ആവറേജ് എത്രയാണ് എന്നാണ് ചോദ്യം. കണ്ടെത്തൂ. This one is 100, right? Minus 100. അതാണ് അവരുടെ ടോട്ടൽ ഏജ്. ഏജ് അല്ലല്ലോ, നമ്പേഴ്സിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് -100 ആണ്. അതില് 3 ഐറ്റത്തിന്റെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 32. 3 ഐറ്റത്തിന്റെ ടോട്ടൽ ചെയ്താൽ 32 കിട്ടും. ദാറ്റ് മീൻസ് ബാക്കിയുള്ള ഐറ്റത്തിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കും. മൂന്ന് പേരുടെ 32 ആണെങ്കിൽ ബാക്കിയുള്ളവർ എത്രയാണ്? 3 പേരുടെ 32 ആണെങ്കിൽ ബാക്കിയുള്ളവർ എന്ന് പറയുന്നത് -132 ആണ്. വെരി ഗുഡ്. -132. ഈ -132 എന്ന് പറയുന്നത് 2 പേരുടെ ടോട്ടൽ ആണ്, റൈറ്റ്? 2 പേരുടെ ടോട്ടൽ ആണ് -132. ഇതിനെ ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിവൈഡ് ബൈ 2. ദാറ്റ് വിൽ ബി -66. Average of the 2 numbers ആണ് ചോദിച്ചിരിക്കുന്നത്. Average will be -66. Okay. Yeah. We will discuss 2 more questions. Next is 6 friends A, B, C, D, E and F. A, B, C, D, E and F are sitting in a closed circle facing the center. എയും ബിയും സി ഇവരെല്ലാവരും ഒരു ക്ലോസ്ഡ് സർക്കിളിൽ ഇരിക്കുകയാണ്. എല്ലാവരും ഇങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത് കേട്ടോ, സെന്ററിലേക്ക് നോക്കിയിരിക്കുന്നു. ദെൻ ഇ ഈസ് ടു ദി ലെഫ്റ്റ് ഓഫ് ഡി. ഇ എന്ന് പറയുന്ന ആള് ഡിയുടെ ലെഫ്റ്റിലാണ്. ഡിയുടെ ലെഫ്റ്റ് എവിടെയാ? ഇതാണ്. ഡിയുടെ ലെഫ്റ്റിലാണ് ഇ. സി ഈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. സി ഈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എഫ് ഈസ് ബിറ്റ്വീൻ ഇ ആൻഡ് എ. ഇയുടെയും എയുടെയും ഇടയിലാണ് എഫ്, റൈറ്റ്? ഓക്കെ, ഇയുടെയും എയുടെയും ഇടയിലാണ് എഫ്. അങ്ങനെയാണെങ്കിൽ സി ബി റിലേഷൻ കിട്ടിയില്ലേ? ഓക്കെ. ഹൂ ഈസ് ടു ദി ലെഫ്റ്റ് ഓഫ് റൈറ്റ് ഓഫ് സി. സിയുടെ റൈറ്റിൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിയുടെ റൈറ്റിൽ ബി ആണ്. ജസ്റ്റ് അതൊരു
ഒരു സർക്കിൾ പോലെ വരയ്ക്കുക, എന്നിട്ട് അതിനകത്ത് നിന്ന് സോൾവ് ചെയ്യുക കേട്ടോ. റൈറ്റ് ലെഫ്റ്റ് മാറിപ്പോരുത്. റൈറ്റ് ആണ്, അവരിയ്ക്കുന്നത് നോക്കണം, നമ്മളുടെ റൈറ്റ് നോക്കരുത്, അവരിയ്ക്കുന്നത് അനുസരിച്ച് നോക്കാം. Okay, I will do, this is our last question. If the number 345xy, അതൊരൊറ്റ നമ്പർ ആണ്, is divisible by 90, then what is x plus y? If the number 345xy is divisible by 90, what is x plus y? Okay, ഒരു ഫിഗറിനെ 90 കൊണ്ട്, ഇവിടെ പെട്ടെന്ന് അങ്ങ് പറയാം, 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻഡില് 0 ആയിരിക്കണം, റൈറ്റ്? ദാറ്റ് മീൻസ് y will be equal to 0. That's the first thing. രണ്ടാമതായിട്ട്, ഒരു ഐറ്റത്തെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിന്റെ ടോട്ടലിനെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം. ഒരു ഐറ്റത്തെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിന്റെ ടോട്ടലിനെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം. അതിന്റെ ടോട്ടൽ ഇൻ ദി സെൻസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് x is equal to something which is divisible by 9. Okay, so ഇവിടെ 9 കൊണ്ട് divisible ആയിട്ടുള്ള ഫിഗർ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. ഇനി 3 plus 4 plus 5 12, റൈറ്റ് അല്ലേ? 12 plus x is equal to 12ന്റെ മുകളിൽ 9 കൊണ്ട് divisible ആയിട്ടുള്ള ഒറ്റ സംഖ്യ കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ that will be 18, right? So the x ന്റെ വാല്യൂ എന്ന് പറയുന്നത് 18 minus 12, 6. Okay, so the figure is 34560. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സും വൈയും, എക്സിന്റെ വാല്യൂ 6 ആണ്, വൈയുടെ വാല്യൂ 0 ആണ്, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 തന്നെ കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വൺ മോർ ക്വസ്റ്റ്യൻ ഇസ് ദെയർ, അത് സെയിം രീതിയിലാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അത് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. 10 ടോപ്പിക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. മാത്തമാറ്റിക്കൽ റീസണിങ് ഏരിയയിൽ നിന്നുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ഏരിയാസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ there will be a mock test as I promised earlier. നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് കൂടി ഉണ്ടാവും. ആ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം, നിങ്ങളുടെ കൺവീനിയന്റ് ടൈമിൽ അറ്റംപ്റ്റ് ചെയ്തോളുക. ആൻഡ് ആ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തൊരു 50 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 50 ക്വസ്റ്റ്യൻസിൽ ഓരോ 5 ക്വസ്റ്റ്യനും ഈ ഓരോ ഏരിയയിൽ നിന്നുള്ളതാണ്. 10 ഏരിയാസ് ആണ് ഞാൻ പറഞ്ഞത്, 10 ഏരിയയിൽ നിന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ആ പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്തമാറ്റിക്കൽ റീസണിംഗിൽ 5 മാർക്ക് വേറെ എവിടെയും പോകില്ല, 5 റൈറ്റ് ആൻസേഴ്സ് വേറെ എവിടെയും പോകില്ല. യു വിൽ ഗെറ്റ് 10 full marks. Okay, all the best, all the very best for your preparation. Any doubts, any further doubts? 4 മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, 4 മണിക്കൂറിന് മുകളിലായി. എന്തെങ്കിലും വേറെ ഡൗട്ട്സ് ഉണ്ടോ? Thank you very much. Thank you very much. Thank you. Thank you, sir.